കാര്യ അഹങ്കാരം നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിലുണ്ടാവുന്നത്. അതിന് തീർച്ചയായും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയോടും ULCCയോടും കുട്ടി സാറിനോടും ഇതിൻ്റെ മുഴുവൻ സംഘാടകരോടും നമ്മൾ എപ്പോഴും കടപ്പെട്ടിരിക്കുകയാണ്. കാരണം നമ്മൾ ഇനി സഞ്ചരിക്കാൻ പോകുന്നത് ഈ 2 ദിവസത്തെ ക്യാമ്പ് കൊണ്ട് കിട്ടിയ അറിവല്ല, ഇവിടുന്ന് കിട്ടിയ തെളിച്ചത്തിന്റെ അടിസ്ഥാനത്തിൽ വൈവിധ്യമാർന്ന മേഖലകളിലേക്ക് സഞ്ചരിക്കാനുള്ള ഒരു ചവിട്ടുപടി മാത്രമാണ് നമ്മുടെ ക്യാമ്പ്. അതിൽ നിന്നുള്ള ഊർജം, പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ടുള്ള സഞ്ചാരമാണ് ഇതിന്റെ സംഘാടക സമിതി നിങ്ങളിൽ നിന്നും പ്രതീക്ഷിക്കുന്നത്. ഏതായാലും രണ്ടാം വളരെ മനോഹരമായി തന്നെ നടക്കുമെന്നുള്ള ശുഭപ്രതീക്ഷയാണ്. ഫാക്കൽറ്റികളെല്ലാം കൃത്യസമയത്ത് ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അല്പം ഒറ്റയാണ് നമ്മൾ ആരംഭിക്കുന്നത്. 8:30 എന്ന് പറയുന്നത് നമുക്ക് 9 മണിയായിട്ടുണ്ട്. ഇതിനകത്ത് മാത്രമാണ് ഇവിടെ ISRO ടൈം കീപ്പ് ചെയ്യാൻ വേണ്ടി നമ്മളെല്ലാവരെയും പ്രചോദിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടി സാർ നമ്മളെടുത്ത് അക്കാര്യത്തിൽ മാത്രം കുറച്ച് കൂടുതൽ കണിശത കാണിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നിങ്ങളുടെ അടുത്തും ഇതിന്റെ സംഘാടക സമിതിയുടെ അടുത്തും സാർ അത് വ്യക്തമായി പറയുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇന്നത്തെ ഫസ്റ്റ് സെഷൻ നമ്മൾ ആരംഭിക്കുന്നത് കെമിസ്ട്രി ഓഫ് മൂൺ. സ്ക്രീനകത്ത് വളരെ വ്യക്തമായിട്ട് അവിടെയുണ്ട്. ഇന്നലെ നമ്മൾ മൂൺ എന്താണ്, മൂണിന്റെ അകക്കാമ്പ് എന്താണ്, മൂണിൽ എങ്ങനെ എത്തിച്ചേരാം, ഇതുവരെയുള്ള എക്സ്പ്ലോറേഷൻസ് എങ്ങനെയൊക്കെയാണ് എന്നുള്ളതായിരുന്നു നമ്മുടെ ചർച്ചാ വിഷയം. ഇന്ന് നമ്മൾ അറിയാൻ പോകുന്നത് ചന്ദ്രയാൻ 2 നാളെ അവിടെ എത്തി, അവിടെ നമ്മുടെ ലാൻഡ് റോവർ ഇറങ്ങി സാമ്പിൾ എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തെല്ലാം വിവരങ്ങൾ ഡയറക്റ്റ് ആയിട്ട് നമ്മുടെ ഭാരതത്തിൻ്റെതായി കിട്ടും. അതിനകത്തേക്കുള്ള ഇൻഫർമേഷൻസിലേക്കുള്ള ഒരു തുടക്കമാണ് ഇത് നിങ്ങൾക്ക് മുമ്പിൽ പ്രസന്റ് ചെയ്യുന്നത്. ബഹുമാന്യനായ ഡോക്ടർ എ സുജിത്ത്, ഡിപ്പാർട്ട്മെന്റ് ഓഫ് കെമിസ്ട്രി, NIT. നിങ്ങളോടൊപ്പം ഇരുന്ന് നിങ്ങളോടൊപ്പം കുട്ടിയായി തോന്നുന്ന ഈ വ്യക്തിത്വം, മനസ്സിൽ ഇന്നും ബാല്യം സൂക്ഷിക്കുന്ന ഈ മഹത് വ്യക്തിത്വം ആരാണെന്ന് കൃത്യമായി നമ്മളൊന്ന് അറിയേണ്ടതുണ്ട്. അദ്ദേഹം നിങ്ങൾക്ക് അഭിമാനിക്കാം, ഈ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഒരു പ്രോഡക്റ്റാണ്. യൂണിവേഴ്സിറ്റിയിൽ നിന്ന്, ഈ ക്യാമ്പസിൽ നിന്ന് MSc കെമിസ്ട്രി പാസ്സായി അദ്ദേഹം ഇപ്പോൾ ജോലി ചെയ്യുന്ന NIT-യിൽ പോളിമർ സയൻസിൽ PhD എടുത്ത് ഡോക്ടറേറ്റ് നേടിയ വ്യക്തിത്വമാണ്. ആ പോളിമർ സയൻസിലുള്ള ഏരിയ എന്ന് പറയുന്നത് കേരളത്തിന്റെ സമ്പദ് വ്യവസ്ഥയ്ക്ക് താങ്ങും തണലുമായി നിൽക്കുന്ന റബ്ബറാണ്. നാച്ചുറൽ റബ്ബറിനകത്ത് എന്തെല്ലാം മാറ്റങ്ങൾ വരുത്തി അതിനകത്തുള്ള വാല്യൂ ആഡഡ് പ്രോഡക്ട്സ്, അതിൻ്റെ സ്വഭാവങ്ങൾ മാറ്റുന്ന ഒരു പഠനമാണ് അദ്ദേഹം. വളരെ ജനോപകാരപ്രദമായിട്ടുള്ള ഒരു പഠനമാണ് അദ്ദേഹത്തിൻ്റെത് എന്ന കാര്യം ശ്രദ്ധേയമാണ്. കാരണം പലപ്പോഴും പഠനങ്ങൾ, PhD തീസിസുകൾ പൊതുജനങ്ങൾക്ക് എത്ര കണ്ട് പ്രയോജനകരമാണ് എന്ന ചോദ്യം അധികാരികൾ ഉന്നയിക്കുന്ന കാലഘട്ടത്തിൽ കേരളത്തിന് അതിപ്രസക്തമായ ഒരു മേഖലയിൽ പഠനം നടത്തി അത് ഇപ്പോഴും അതിനകത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തിത്വമാണ്. മറ്റൊരു കാര്യം കൂടി നമുക്ക് പറയാനുള്ളത്, ഇദ്ദേഹത്തിന് PhD മാത്രമല്ല, ഒരു പോസ്റ്റ് ഡോക്ടറൽ ഫെലോഷിപ്പ് കൂടിയുണ്ട്. അത് ആ പഠനം അദ്ദേഹം നടത്തിയിട്ടുള്ളത് AIST ഷിക്കോക്കു ജപ്പാനിൽ വെച്ചാണ്. അവിടെ അദ്ദേഹത്തിന്റെ 2007-2008 കാലഘട്ടത്തിൽ നടത്തിയ ആ പഠനത്തിന്റെ മേഖല തികച്ചും വ്യത്യസ്തമായിരുന്നു. അത് ഇന്ത്യയുടെ അഭിമാനം, ഇന്ത്യക്ക് നോബൽ പ്രൈസ് കൊണ്ടുവന്ന CV രാമന്റെ രാമൻ സ്പെക്ട്രോസ്കോപ്പിയിലാണ് അദ്ദേഹത്തിന്റെ പേപ്പർ എന്നത് അതിലേറെ വൈശിഷ്ട്യമുള്ളതാണ്. കാരണം കെമിസ്ട്രിയിൽ ഇരിക്കുന്ന ഒരു അധ്യാപകൻ നേരെ സഞ്ചരിക്കുന്നത് ഫിസിക്സിലേക്കാണ്. അതോടൊപ്പം നിരവധി 58 പേപ്പറുകൾ രാജ്യത്തിനകത്തും പുറത്തുമായി ഇദ്ദേഹത്തിൻ്റെതായിട്ട് പബ്ലിഷ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. 58 പേപ്പറുകൾ. അതിലുപരി NIT-യിൽ ഇപ്പോൾ നടക്കുന്ന ഗവേഷണ പ്രവർത്തനങ്ങൾ, നിരവധി ഗവേഷണ വിദ്യാർത്ഥികൾ ഇദ്ദേഹത്തിന്റെ കീഴിൽ ഗവേഷണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടു വരുന്നുണ്ട്. അവർക്കിടയിൽ 5 പേർക്ക് PhD അവാർഡ് ചെയ്ത ഗൈഡ് കൂടിയാണ് നമ്മുടെ ബഹുമാന്യനായ സുജിത് സാർ. അപ്പൊ നിങ്ങളെല്ലാവരും, നിങ്ങളിൽ ചിലപ്പോൾ നാളെ NIT-യിൽ PhD ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ അതിന്റെ ഭാഗ്യം കൂടി നിങ്ങൾക്കുണ്ടാകുമെന്നുള്ള പ്രതീക്ഷയാണ് നമുക്കിവിടെ ഉള്ളത്. നിങ്ങളോടൊപ്പം വളരെ വിനയാന്വിതനായിട്ട്, ഞങ്ങളോടൊപ്പം യാതൊരുവിധ ഗ്യാപ്പും ഫീൽ ചെയ്യാതെ നമ്മളെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് നല്ലൊരു മനുഷ്യ സ്നേഹിയാണ്, നല്ലൊരു പ്രകൃതി സ്നേഹിയാണ്. ലെറ്റ്സ് ലേൺ ഫ്രം നേച്ചർ എന്ന് പറയുന്ന സാറിന്റെ ഒരു പ്രസന്റേഷൻ നിങ്ങളിൽ ചിലരെല്ലാം കാണാൻ ഇടയുണ്ട്. ഞാൻ 3 തവണ കണ്ടിട്ടുണ്ട്. ഇനിയും
കാണാൻ സാധ്യതയുണ്ട്. ഞാൻ പറഞ്ഞിട്ടുള്ളത് അത് ഓരോ തവണ കാണുമ്പോഴാണ് അതിനകത്തുള്ള ഡെപ്ത് നമുക്ക് ബോധ്യമാകുന്നത്. തീർച്ചയായും ഒരു പ്രകൃതി ഉപാസകനാണ്. അതിലുപരി നിങ്ങൾ അറിയാൻ പോവുകയാണ് ഇദ്ദേഹം ഒരു സംഗീതോപാസകൻ കൂടിയാണ്. അത് നിങ്ങൾ നേരിട്ട് അറിയാൻ പോവുകയാണ്. ഇന്നലെയും ചെറിയ സൂചനകൾ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോ എല്ലാ മേഖലകളിലും സമസ്ത ഒരു മനുഷ്യനുണ്ടായിരിക്കേണ്ട എല്ലാ മേഖലകളിലും വിജയം കൈവരിച്ച ഒരു വിശിഷ്ട വ്യക്തിയാണ് നമുക്ക് ഇന്നത്തെ ഫസ്റ്റ് സെഷൻ കൈകാര്യം ചെയ്യുന്നത്. അദ്ദേഹത്തെ ആദരപൂർവ്വം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലേക്ക് ഈ സെഷനിലേക്ക് സ്വാഗതം ചെയ്യും. നമ്മുടെ ഓരോ സെഷനും ഓരോ വിശിഷ്ട വ്യക്തിയുടെ അധ്യക്ഷതയിലാണ് ചേരുന്നത്. ഇന്നത്തെ ഈ പരിപാടി ചെയർ ചെയ്യുന്നത് നമ്മുടെ പ്രിയങ്കരനായ ആകാശത്തിന്റെ രാജകുമാരൻ, ഒരല്പം കൂടി കടന്നു പറഞ്ഞു കഴിഞ്ഞാൽ ആകാശത്തിന്റെ ഫിലോസഫർ, കേരളത്തിന്റെ അഭിമാനം സുരേന്ദ്രൻ പുന്നശ്ശേരി സാറാണ്. സാറും നമ്മളോടൊപ്പം നിലത്തിറങ്ങി മണ്ണിലെ താരമായി നമ്മളോടൊപ്പമുണ്ട്. അദ്ദേഹത്തെയും ആദരപൂർവ്വം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ പ്രോഗ്രാം അധ്യക്ഷത വഹിക്കാൻ വേണ്ടി ബഹുമാനപ്പെട്ട സുരേന്ദ്രൻ പുന്നശ്ശേരി സാറിനോട് അഭ്യർത്ഥിക്കുന്നു. ബഹുമാനപ്പെട്ട കുട്ടി സാർ, പ്രിയപ്പെട്ട കുട്ടികളെ, എൻ്റെ ശിഷ്യൻ എന്ന് ഞാൻ പറയട്ടെ, ശിഷ്യനായ സുജിത് സാർ, ഷജിൽ സാർ, ഇദ്ദേഹം കേരളത്തിൻ്റെ മുത്താണ്, NITയുടെ മുത്താണ്, ഇന്ത്യയുടെ മുത്താണ്. അങ്ങനെ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ല അദ്ദേഹം ആരാണെന്ന്. നമ്മളൊരു കൊച്ചു കുഞ്ഞിനെയൊക്കെ എടുത്തിട്ട് മോനെ ചക്കരേ വാവേ എന്നൊക്കെ പറയുന്നത് പോലെ അദ്ദേഹത്തെ അങ്ങനെ പറഞ്ഞ് ലാളിക്കാൻ നമുക്ക് തോന്നും. അദ്ദേഹം നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് വേറൊരു ചന്ദ്രൻ്റെ നമ്മൾ കേട്ട് പഴഞ്ചനായ രസതന്ത്രമല്ല. രസതന്ത്രം സുജിത് സാറിനെ സംബന്ധിച്ചിടത്തോളം രസകരമായ തന്ത്രം തന്നെയാണ്, രാസതന്ത്രമല്ല, രസകരമായ തന്ത്രം. ഇന്നലെ രാത്രി ഞങ്ങൾ 1:30 മണിക്ക് റൂമിൽ ലൈറ്റ് ഇട്ടിട്ട് മോളിക്കുലറിൻ്റെ ഡാൻസ് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക, പലതരം തന്മാത്രകളുടെ നൃത്തം നിങ്ങൾ കണ്ടിട്ടുണ്ട്. അതൊക്കെ ഒന്ന് കാണിച്ചു തരും. അത് എവിടെ നടക്കുന്നത്? ചന്ദ്രോപരിതലത്തിൽ സൂര്യരശ്മികൾ ഉണ്ടാക്കുന്ന സംഘനൃത്തം. അപ്പം എന്നോട് പറയാ, ചന്ദ്രോപരിതലത്തിൽ സൂര്യരശ്മികൾ ഉണ്ടാക്കുന്ന സംഘനൃത്തം, എന്നാൽ പിന്നെ അതിൻ്റെ പാട്ടും ആയിക്കോട്ടെ അല്ലേ എന്ന് പറഞ്ഞേ. അപ്പം അതാണ് അവതരിപ്പിക്കുന്നത്. ഇത് ഇത്ര മധുരമായി അവതരിപ്പിക്കാൻ കഴിയുക എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര പാരയാണ്, ഒന്നും ചെയ്യാൻ കഴിയില്ല. അദ്ദേഹം ഉണ്ടെങ്കിൽ എന്നെ വിളിക്കേണ്ടെന്ന് ഞാൻ പറഞ്ഞത്. അത്ര പ്രസൻറ്റേഷനും കവിത അവതരിപ്പിച്ചുകൊണ്ട് NITയിൽ നടത്തിയൊരു പ്രഭാഷണം ഞങ്ങൾ അത്ഭുതപ്പെട്ടു പോയിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കാണാൻ പോകുന്ന പൂരം പറഞ്ഞറിയിക്കേണ്ടതില്ല. ഒരു കാര്യം എനിക്ക് അദ്ദേഹത്തെ ഞാൻ എല്ലാ സ്ഥലത്തും പറയുന്നൊരു സംഭവമുണ്ട്. അദ്ദേഹം ജപ്പാനിൽ പോസ്റ്റ് ഡോക്ടറേറ്റ് എടുത്ത് കഴിഞ്ഞ് വന്ന സമയം എനിക്കിതൊന്നും അറിയില്ല. എൻ്റെ വീട്ടിലേക്ക് ഒരു കോൾ വന്നു രാത്രി സമയം, സുരേന്ദ്ര മാഷേ ഒരു ടെലസ്കോപ്പ് ഒരു സ്ഥലത്ത് വെച്ചിട്ടുണ്ട് ഒരു വായനശാലയിൽ, അത് ഉദ്ഘാടനം ചെയ്യണമെന്ന്. അപ്പോൾ ഞാൻ ചോദിച്ചു, നാട്ടും പുറത്ത് ടെലസ്കോപ്പൊക്കെ വെച്ച് ഇനി ഉദ്ഘാടനം ആകെ ഒരു കാര്യത്തിൽ ഇങ്ങനത്തെ ഒരു കാര്യത്തിൽ അല്ലാണ്ട് വിളിക്കില്ല. അതാരാണ്? എൻ്റെ ഒരു സുഹൃത്ത് വിളിക്കുന്നത്, ഗിരീഷ് എന്ന് പറയാം, പുള്ളിയുടെ സുഹൃത്താണ്. അപ്പം ഞാൻ അവിടെ ചെന്നപ്പോൾ ഒരു കുട്ടി ജപ്പാനിൽ പഠിക്കാൻ പോയതാണ്. പഠിച്ചു വരുമ്പോൾ കൊണ്ടുവന്ന് ഒരു കുട്ടിയെന്ന് ജപ്പാനിൽ പഠിക്കുക എന്നൊക്കെ പറയുമ്പോൾ ഞാൻ വിചാരിച്ചു എന്തെങ്കിലും ചെറിയ എന്തോ ക്ലാസ്സിന് പോയി, ഒന്നല്ല പോസ്റ്റ് ഡോക്ടറേറ്റ് ചെയ്യാൻ പോയതാണ്. വരുമ്പോൾ കൊണ്ടുവന്ന ഒരു ടെലസ്കോപ്പാണ്, ഒരു ചെറിയ ടെലസ്കോപ്പാണ്, അന്നത്തെ ആ ഒരു വലിയ ഇതിലേക്കൊന്നുമല്ല. അത് അവിടുന്ന് ചന്ദ്രനെ കാണിച്ചു കൊടുക്കാൻ, അത് എന്നോട് ഉദ്ഘാടനം ചെയ്യാൻ. ഇന്നത്തെ മാതിരി അങ്ങനെ മൊബൈലും അങ്ങനത്തെ ഒന്നുമില്ല, ഫോട്ടോ ഒന്നും എടുത്തു വെക്കാൻ. ഒരു കൊച്ചുകുട്ടി, ഞാൻ കാണുന്ന അവസരം കൊച്ചുകുട്ടി, എനിക്കിങ്ങനെ അത്ഭുതപ്പെട്ടു, ഇതെന്തൊരു സംഭവമാണപ്പോൾ. ഇത്ര ചെറിയൊരു കുട്ടി ജപ്പാനിൽ പോയി. ഞാൻ ചോദിച്ചു, ഇതാണോ റിസർച്ച് ചെയ്ത്? അല്ല, ഞാൻ കെമിസ്ട്രിയാണ്. ഇതൊരു നിത്യ കൗതുകമാണ്. അമ്പിളിമാമൻ ആകാശം ഇദ്ദേഹത്തിന് ഒരു നിത്യ കൗതുകമാണ്. അതിൻ്റെ രസതന്ത്രമാണ് നിങ്ങളോട് പറഞ്ഞു തരുന്നത്. ഇതിനേക്കാൾ രസമായി കേരളത്തിൽ ആരോ പറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് ഈ ക്യാമ്പിന് നമുക്ക് കിട്ടിയ ഒരു മഹാസൗഭാഗ്യമാണ് നമ്മുടെ സുജിത് സാറ്. അദ്ദേഹത്തിൻ്റെ ഈ ക്ലാസ്സിലേക്കുള്ളതും മറ്റു കാര്യങ്ങളിലേക്കൊന്നും ഞാൻ പോകുന്നില്ല, എല്ലാം നിങ്ങൾ അനുഭവിച്ചറിയുക. എല്ലാവർക്കും സുന്ദരമായ ചന്ദ്രോപരിതലത്തിലേക്ക്, ഈ മഹാപ്രപഞ്ചത്തിലേക്ക്, താരാപഥത്തിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം പറഞ്ഞുകൊണ്ട് സുജിത് സാറിന് ഞാൻ അവതരിപ്പിക്കാൻ വേണ്ടി ക്ഷണിക്കുകയാണ്.
മോർണിംഗ് ഓൾ ഓഫ് യു. നിങ്ങൾക്ക് എല്ലാവർക്കും കേൾക്കുന്നുണ്ടല്ലോ? ബാക്കിലേക്കൊക്കെ പ്രത്യേകിച്ച് ഉണ്ടല്ലോ അല്ലേ? ഓക്കെ. ഭക്ഷണമൊക്കെ കഴിച്ചു അല്ലേ? നല്ല നോക്കൂ, നല്ല അന്തരീക്ഷം, ചെറിയ തണുപ്പ് അല്ലേ? വളരെ നല്ല അന്തരീക്ഷം. എൻ്റെ ഗുരുതുല്യനായ സുരേന്ദ്രൻ പുന്നശ്ശേരി സാർ ഇവിടെ ഇരിക്കുന്നുണ്ട്. അദ്ദേഹം എന്നിൽ ഒരുപാട് പ്രതീക്ഷകൾ അർപ്പിച്ചിരിക്കുകയാണ്. അപ്പം എത്രത്തോളം പ്രതീക്ഷകൾ നിറവേറ്റാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. കാരണം ഒന്നാമത്തത്, ഞാനൊരു ആസ്ട്രോണമി പഠിച്ച ഒരാളല്ല. അതുപോലെ തന്നെ എനിക്ക് റോക്കറ്റിനെ പറ്റി ഒന്നും അറിയില്ല. എനിക്ക് അറിയാവുന്നത് കുറച്ച് ചെറിയ സയൻസ്, കുറച്ച് കൗതുകമുള്ള സയൻസ്, അത് കുറച്ചൊക്കെ ചില കാര്യങ്ങളായിട്ട് മിക്സ് ചെയ്ത് നമ്മൾ പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. എന്തായാലും ശ്രമിച്ചു നോക്കാം. കെമിസ്ട്രി ഓഫ് ദ മൂൺ. ഇന്നലെ ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു അല്ലേ, ഇങ്ങനെ പത്തിരി വട്ടത്തിലുള്ള അല്ലേ, ഗോൾഡൻ കളറുള്ള പൂർണ്ണചന്ദ്രനെ കാണുക എന്ന് പറഞ്ഞാൽ മനസ്സിന് അല്ലേ, മനസ്സിലേക്കാണ് കുളിര് പടരുന്നത്. നിലാവിന് കുളിരാണ് നല്ലത് അല്ലേ. നിലാവിനാരും ചൂടുള്ള നിലാവ് എന്നാരും പറയാറില്ല. നിലാവിനെപ്പോഴും കുളിരാണ് എന്നാണ് നമ്മളെല്ലാ പാട്ടിലും കഥയിലൊക്കെ പറഞ്ഞിട്ടുള്ളത്. നമുക്ക് നോക്കാം. ഇദ്ദേഹത്തെ നിങ്ങൾ അറിയുമോ? നിങ്ങൾക്കറിയാം അല്ലേ? പ്രശസ്ത അല്ലേ, പ്രഗത്ഭനായ കവിയായ വയലാർ രാമവർമ്മ അല്ലേ. തൊട്ട ഇപ്പുറത്തെ ആളെ നിങ്ങൾ അറിയോ? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അല്ലേ. മലയാളത്തിൻ്റെ പ്രിയങ്കരനായ പ്രേം നസീർ. പ്രേം നസീർ അമ്പിളിമാമനെ നോക്കി നിൽക്കുകയാണ് അല്ലേ. നോക്കൂ, ഈ സമയം നിങ്ങൾ ശ്രദ്ധിക്കുക. 1970 1970 വർഷം. 1970 പേൾ വ്യൂ എന്ന പേരുള്ള സിനിമയിലെ രംഗമാണത്. പേൾ വ്യൂ എന്ന പേരുള്ള സിനിമയിലെ രംഗമാണ്. 1970 പ്രാധാന്യം നിങ്ങൾക്ക് ഇപ്പോൾ അറിയായിരിക്കും അല്ലേ. 1969 നിങ്ങൾ ഇന്നലെയൊക്കെ കണ്ടിരുന്നല്ലേ, 69 കാണിച്ച സാഹസവും അല്ലേ, അതുമായിട്ട് ഒരുപാട് ഇൻസ്പിറേഷൻ ആൾക്കാർക്ക് കിട്ടി. അങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണത്. ആ സമയത്ത് നമ്മുടെ പ്രഗത്ഭനായ കവിക്കും ഇതിന്ന് ഇൻസ്പിറേഷൻ കിട്ടുകയാണ്. അങ്ങനെ അദ്ദേഹം മലയാളത്തിലെ ഏറ്റവും നല്ല പാട്ടുകളിൽ ഒന്ന് എഴുതുന്നത് പേൾ വ്യൂ എന്ന സിനിമയ്ക്ക് വേണ്ടിയിട്ടാണ്. 1970. പ്രത്യേകം ശ്രദ്ധിക്കുക, ഞാൻ ജനിച്ചിട്ടില്ല, ഞാൻ 78 ജനിക്കുന്നത്. നിങ്ങളും അറിയാലോ, നമ്മളാരും ജനിച്ചിട്ടില്ലാത്ത സമയത്താണ്. സാറിന് ഓർമ്മ ഉണ്ടാവും പാട്ട് ഏതാന്നുള്ളത്. കുട്ടി സാറിന് അറിയാമോ അമ്പിളിമാനെ പറ്റി പാടിയ പാട്ട്? ഒരുപാട് ആൾക്കാർക്ക് അറിയുന്ന പാട്ടാണ്. ഒരു 2-3 വരി ഞാൻ പാടാം. ഇത് പിന്നെ ഈ പാട്ടിൻ്റെ അർത്ഥമാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. എൻ്റെ ആലാപന ശൈലിയൊന്നുമല്ല. ഈ പാട്ടിൽ വയലാർ പറയുന്നത്, അമ്പിളിമാമൻ നമ്മൾ ദൂരെ നിന്ന് നോക്കുന്ന സമയത്ത് അമ്പിളിമാമനെ പറ്റി ഒരുപാട് ഫാൻസീസ് നമുക്കുണ്ട്. അത് താരാപഥത്തിലെ രഥമാണെന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അങ്ങനെയൊന്നും അല്ല. അമ്പിളിമാമനിൽ പോയാൽ അവിടെ ഒന്നുമില്ല. അവിടെ ജീവനില്ല, വെള്ളമില്ല, വെളിച്ചമില്ല, കാറ്റില്ല. അവിടെ എന്ത് മാത്രമേ ഉള്ളൂ? അവിടെ എപ്പോഴും ശൂന്യത മാത്രമേ ഉള്ളൂ എന്നാണ് വയലാർ പറയുന്നത്. മുഴുവനായിട്ടും പാടുന്നില്ല, ഒരു കുറച്ച് വരികൾ അതിൻ്റെതായിട്ട് പാടാം. നിങ്ങൾ വരികൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇങ്ങനെയാണ് പാട്ടിൻ്റെ ഇടയ്ക്ക് ഞാൻ തുടങ്ങുന്നത്. കസ്തൂരിമാനില്ല, കല്ലോലിനിയില്ല, കാറ്റിൻ്റെ ചിറകടി ഒച്ചയില്ല. കസ്തൂരിമാനില്ല, കല്ലോലിനിയില്ല, കാറ്റിൻ്റെ ചിറകടി ഒച്ചയില്ല. ഏതോ വിരഹത്തിന്നിരുൾ വന്നു മൂടുമൊരേകാന്ത ശൂന്യതയല്ലോ, അവിടെയൊരേകാന്ത ശൂന്യതയല്ലോ. ഓ തങ്കത്താഴിക കുടമല്ല, താരാപഥത്തിലെ രഥമല്ല, ചന്ദ്രബിംബം കവികൾ പുകഴ്ത്തിയ സ്വർണമയൂരമല്ല, തങ്കത്താഴിക കുടമല്ല. എന്തെങ്കിലും മനസ്സിലായോ?
പാട്ടിന്റെ വരികൾ എത്ര അർത്ഥവത്താന്ന് നോക്കൂ. കസ്തൂരിമാനില്ല, കല്ലോലിനിയില്ല, കാറ്റിന്റെ ചിറകടി ഒച്ചയില്ല. അവിടെ ഒന്നുമില്ല. അവിടെ ഏതോ ഒരു വിരഹത്തിന്റെ ശൂന്യത മാത്രമേ ഉള്ളൂ. നോക്കൂ, ഈ ശൂന്യതയിൽ നിന്നാണ് നമുക്ക് തുടങ്ങേണ്ടത്. അവിടെ ശൂന്യതയാണോ അല്ലെങ്കിൽ നമുക്ക് ഉപകാരമുള്ള എന്തെങ്കിലും ഉണ്ടോ എന്നാണല്ലോ നമ്മൾ എല്ലാ മിഷനിലൂടെ നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്, നമ്മൾ തേടിക്കൊണ്ടിരിക്കുന്നത്, എന്തൊക്കെയോ തേടിക്കൊണ്ടിരിക്കുകയാണല്ലോ. അവിടെ ശൂന്യത മാത്രമാണോ, നമുക്ക് ആവശ്യമുള്ള എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാനാണ് നമ്മൾ ആക്ച്വലി ഇന്നിവിടെ കൂടിയിരിക്കുന്നത്. നോക്കൂ, നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. ഇന്നലെ നിങ്ങൾക്കറിയാം, ഗണേഷ് സാറിന്റെ ടോക്കിലൊക്കെ ഒരുപാട് കാര്യങ്ങൾ പിന്നെ മൂണിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. പ്രത്യേകിച്ച് മൂണിന്റെ കെമിസ്ട്രിയിലേക്ക് കുറച്ച് തന്നെ സാറ് കടന്നിട്ടുണ്ട്. എനിക്ക് പറഞ്ഞ പോലെ എനിക്ക് തുടക്കം തന്നെ അങ്ങനെ പറയാതിരിക്കാൻ വയ്യ, സാറ് പറഞ്ഞ കാര്യമാണെങ്കിലും. നമുക്കറിയാം പല ഹൈപ്പോത്തസിസുകൾ ഉണ്ടായിട്ടുണ്ട് മൂൺ ഉണ്ടായത് എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ ഒരുപാട് പേര് ആക്സെപ്റ്റ് ചെയ്യുന്ന ഇപ്പോഴത്തെ ഹൈപ്പോത്തസിസ് ആണ് ഈ ഒരു ഹൈപ്പോത്തസിസ്. നിങ്ങൾക്ക് കണ്ടാൽ തന്നെ, ചിത്രം കണ്ടാൽ തന്നെ അറിയായിരിക്കും അല്ലേ. അത് എർത്ത് അല്ലേ 4.5 ബില്യൺ ഇയേഴ്സ് എഗോ ആണ് സംഭവം ആകാശത്ത് വെച്ച്. എർത്ത് അന്ന് നമുക്കറിയാം എർത്ത് ഏതാണ്ട് ഫോം ചെയ്ത സമയമാണ്. പ്രത്യേകം ശ്രദ്ധിക്കുക, എർത്തിൽ വന്നിടിക്കുന്നത് മാർസിന്റെ വലിപ്പമുള്ള ഒരു ഓബ്ജക്റ്റാണ്. മാർസിന്റെ വലിപ്പമുള്ള ഓബ്ജക്റ്റാണ്. നമുക്ക് ഈ കൂട്ടിയിടി അല്ലെങ്കിൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടുള്ള പൊടിപടലങ്ങൾ ശ്രദ്ധിക്കുക. ഒരുപാട് പൊടിപടലങ്ങൾ അതിൻ്റെ അന്തരീക്ഷത്തിലേക്ക് ബഹിരാകാശത്തേക്ക് അത് വിസർജിക്കുകയുണ്ടായി. നമുക്ക് ആ സമയത്ത് എന്തുണ്ടായി നമുക്കറിയാം. ഈ ഡീബ്രിസ്, അതായത് ഈ പൊടിപടലങ്ങൾ വെറുതെ നിൽക്കുകയല്ല. ഈ പൊടിപടലങ്ങൾ ഭൂമിയുടെ ആകർഷണ വലയത്തിൽ തന്നെയാണ്. അത് ഭൂമിയെ ചുറ്റാൻ തുടങ്ങി. അങ്ങനെ ചുറ്റി അതിൻ്റെ പ്രത്യേക ഓർബിറ്റ് ഉണ്ടായി. കാലക്രമത്തിൽ അതൊരു ഉപഗ്രഹമായിട്ട് മാറി. അതാണ് നമ്മുടെ മൂൺ. ഓക്കെ, അപ്പോൾ പ്രധാനപ്പെട്ട ഒരു കാര്യം ഇന്നലെ സാറ് പ്രത്യേകം പറഞ്ഞിരുന്നു. ഭൂമിയുടെ ഉൾക്കാമ്പിൽ എന്താണുള്ളത് അത് തന്നെയാണ് അമ്പിളിമാമൻ്റെ ഉൾക്കാമ്പിലും ഉള്ളത്. അപ്പം അതിൽ പ്രധാനപ്പെട്ടൊരു കാര്യമുണ്ട്. കാരണം ഭൂമിയും അമ്പിളിമാമനും ഏതാണ്ട് ഒരേ സമയം, നമുക്ക് ഒരേ സമയത്ത് ഉണ്ടായി എന്നുള്ള തരത്തിൽ നമ്മൾ പഠിക്കുകയുണ്ടായി. പക്ഷെ അതിന് ചെറിയൊരു പ്രശ്നമുണ്ട്. ഉണ്ടായിട്ടുണ്ടാവും, പക്ഷെ ഭൂമിയുടെ കോർ അപ്പോഴേക്കും ഫോം ചെയ്ത് കഴിഞ്ഞിരുന്നു എന്നുള്ളതാണ്. ഭൂമിയുടെ കോറ് അപ്പോഴേക്കും ഫോം ചെയ്ത് കഴിഞ്ഞിരുന്നു. നോക്കൂ, ഈ കോറ് പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ കോറിൽ എന്തൊക്കെയാണ് ഉള്ളത്? 2 കോറായാലും നമ്മൾ എർത്തിന്റെ കോർ ഓൾറെഡി പഠിച്ചിട്ടുള്ളതാണ്. അതേപോലെ തന്നെ കോറാണ് അമ്പിളിമാമനുള്ളത്. അതിൻ്റെ സോളിഡ് ഇന്നർ കോറ്, അയേൺ അടങ്ങിയ കോറ്, അതുപോലെ തന്നെ ഫ്ലൂയിഡ് അടങ്ങിയ കോറ്, പിന്നെ കുറച്ച് പാർഷ്യൽ മെൽറ്റ് ആയിട്ടുള്ള കോറ്, പിന്നെ നമ്മൾ കാണുന്ന മാൻഡിൽ എന്ന ഭാഗം. നോക്കൂ, നമുക്ക് എപ്പോഴും ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. ആദ്യം തന്നെ നോക്കുമ്പോൾ നമ്മൾ മണ്ണാണ് നോക്കാറുള്ളത് അല്ലേ. എർത്തിൽ നമ്മൾ സാധാരണ പറയുന്ന പേര് സോയിൽ എന്നാണ്. നമ്മുടെ സോയിൽ വളരെ ഫെർട്ടൈൽ ആയിട്ടുള്ള സോയിലാണ്. നമുക്കറിയാം നമ്മുടെ എർത്തിന്റെ സോയിലിൽ എന്തൊക്കെ ഉണ്ടെന്ന്. എണ്ണമറ്റ മിനറൽസ്, അതുപോലെ തന്നെ ജീവന് വേണ്ട എല്ലാ സാഹചര്യങ്ങളും, അഗ്രികൾച്ചറിന് വേണ്ട എല്ലാ സാഹചര്യങ്ങളും, ഇതെല്ലാം നമ്മുടെ സോയിലുണ്ട്. നമ്മുടെ സോയിലിൻ്റെ അത്ര ഫെർട്ടൈൽ ആയിട്ടുള്ള സോയിൽ വേറെ എവിടെ ഉണ്ടോയെന്ന് അറിയില്ല. പക്ഷേ ഈ വയലാർ പറഞ്ഞ മാതിരി അവിടം ഒരു ഏകാന്ത ശൂന്യതയല്ലോ എന്ന് പറഞ്ഞ മാതിരി കണ്ടാലും അങ്ങനെ തന്നെ തോന്നും. കണ്ടോ, നമ്മുടെ ഏതാണ്ട് ഒരു മരുഭൂമിയെ അനുസ്മരിപ്പിക്കുന്ന തരത്തിലുള്ള ചന്ദ്രന്റെ അമ്പിളിമാമന്റെ ഉപരിതലം അല്ലേ. അപ്പൊ സോയിലിന് പറയുന്ന പേര് അല്ലേ, നമ്മൾ സാധാരണ എർത്തിന്റെ സോയിൽ എന്നാണ് പറയാറുള്ളത്. എർത്തിൽ നമ്മൾ സോയിൽ എന്നാണ് പറയാറുള്ളത്. പക്ഷെ അമ്പിളിമാമന്റെ മണ്ണിനെ നമ്മൾ പറയുന്ന പേര് എന്താണ്? റിഗോലിത്ത് എന്നാണ് പറയുന്നത്. അത് സോയിലല്ല, അത് റിഗോലിത്താണ്. ഓക്കെ, അപ്പൊ എന്തുകൊണ്ടാണ് അതിന് റിഗോലിത്ത് എന്ന് പറയുന്നത് നമുക്ക് നോക്കാം. സോയിൽ എന്നല്ല നമ്മൾ പറയുന്നത്. കാരണം സോയിലാകുമ്പോൾ ഈ കണ്ടീഷൻസ് ഒന്നും പോരാ. നോക്കൂ, വളരെ ഒരു ഊഷര മരുഭൂമിയുമായി അനുസ്മരിപ്പിക്കുന്ന അതിൻ്റെ ചിത്രം കണ്ടോ, മനസ്സ് തന്നെ വരണ്ടു പോകും നമ്മളത് കണ്ടു കഴിഞ്ഞാൽ. ഓക്കെ, അത് മാത്രമൊന്നുമല്ല, അതിൽ കുറച്ചുകൂടി നമ്മൾ മണ്ണിലെ പരിശോധനയ്ക്ക് പോയാൽ കുറേ അധികം കണ്ണാടി തിളക്കങ്ങൾ നമുക്കതിൽ കാണാൻ പറ്റും. ഈ കണ്ണാടി തിളക്കങ്ങൾക്ക് പല കളറാണ്. കണ്ണാടി എന്ന് പറഞ്ഞാൽ നമ്മുടെ ട്രാൻസ്പെറൻറ്റ് വൈറ്റ് കളറുള്ള ടൈപ്പും ഉണ്ട്, അതുപോലെ തന്നെ ബ്രൗൺ ടൈപ്പും ഉണ്ട്. ഈ 2 ടൈപ്പ് കണ്ണാടി പോലുള്ള രൂപങ്ങളാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഇപ്പം ഇവിടുന്ന് നമ്മളെ കിട്ടുന്ന ഒരു ഇൻഫർമേഷൻ എന്താണ് ശരിക്കും നമ്മുടെ ചില്ലെന്ന് പറഞ്ഞാൽ എന്താണ്?
ആരാ പറയാ? കെമിക്കലി എന്താണ് ചില്ലെന്ന് പറഞ്ഞാൽ? സിലിക്കൺ, സിലിക്കൺ അല്ല, സിലിക്കൺ, സിലിക്ക അല്ലെങ്കിൽ സിലിക്കൺ ഡയോക്സൈഡ്. സിലിക്കൺ ഡയോക്സൈഡിന്റെ കെമിക്കൽ ഫോർമുല എന്താണ്? SiO2. അപ്പൊ ബേസിക്കലി നമ്മുടെ എല്ലാ ചില്ലുകളെല്ലാം SiO2 ആണ്. അപ്പൊ ഇന്നലെ ഞാൻ സാറുമായിട്ട് ചില കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യായിരുന്നു. ചില്ല് തന്നെ പലതരത്തിലുണ്ടല്ലോ അല്ലെ. അപ്പൊ സാറ് ശ്രദ്ധിച്ചത് എനിക്ക് തോന്നുന്നു ടെലിസ്കോപ്പിന്റെ അല്ലെ, അല്ലെങ്കിൽ ക്യാമറയുടെ വളരെ എക്സ്പെൻസീവ് ആയുള്ള ലെൻസുകളെ പറ്റിയൊക്കെയാണ് സാർ ആ സമയത്ത് ഞങ്ങൾ ഡിസ്കസ് ചെയ്തിരുന്നത്. ഓക്കെ, എന്തായാലും ഗ്ലാസ് ഒരു മോൾട്ടൺ സ്റ്റേറ്റിലുള്ള സാധനമാണെന്ന് നിങ്ങൾക്ക് അറിയാമോ? അല്ലെ, ഗ്ലാസ് ഒരു ഖരവസ്തു അല്ല എന്തായാലും അല്ലെ. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് പണ്ട് കാലത്തെ വീടുകളിലൊക്കെ നിങ്ങൾ നോക്കുക. പണ്ട് കാലത്തെ തറവാട് വീടുകളിലൊക്കെ, എത്രയോ കാലം പഴക്കമുള്ള വീടുകളിലൊക്കെ ജനലിന്റെ ചില്ല് ഒന്ന് പരിശോധിക്കുക. ആ ജനലിന്റെ ചില്ലിന്റെ താഴോട്ട് എപ്പോഴും എന്തായിരിക്കും? താഴോട്ട് കാലം കൂടുന്തോറും താഴോട്ട് വണ്ണം കൂടി വരും, മുകളിൽ തിന്നായിട്ട് വരും. എന്തുകൊണ്ടാണ് അങ്ങനെ വണ്ണം കൂടി വരുന്നത്? താഴേക്ക് താഴേക്ക് ഇങ്ങനെ ഒഴുകി വരുന്നതുകൊണ്ടാണ്. അത് വളരെ സ്ലോ ആയിട്ട് ഒഴുകുന്ന തരത്തിലുള്ള ഒരവസ്ഥയിലാണ് അതുള്ളത് അല്ലെ. ഒരു വിസ്കോസിറ്റി കൂടിയ അവസ്ഥയിലാണ് അതുള്ളത്. അല്ലാതെ ഒരു ഖര പദാർത്ഥമാണെന്ന് നമുക്കൊരിക്കലും പറയാൻ പറ്റില്ല. നോക്കൂ, എന്തുകൊണ്ടാണ് പിന്നെ അമ്പിളിമാമന്റെ മണ്ണിൽ ഇങ്ങനത്തെ ഗ്ലാസി മെറ്റീരിയൽസ് ഉണ്ടായിട്ടുള്ളത്? എപ്പോഴാണ് ഗ്ലാസി മെറ്റീരിയൽ ഉണ്ടാകുക? അതൊരു തരത്തിലുള്ള ട്രാൻസ്ഫോർമേഷൻ ആണ് അല്ലേ. ബേസിക്കലി അത് സിലിക്കൺ ഡയോക്സൈഡ് ആണെങ്കിലും ബേസിക്കലി അതൊരു ട്രാൻസ്ഫോർമേഷൻ മൂലം ഉണ്ടായതാണ് അല്ലേ. നമുക്കറിയാം, എന്തായാലും അത് മെൽറ്റ് ചെയ്യണം അല്ലേ. മെൽറ്റ് ചെയ്യുന്ന സമയത്ത് മെൽറ്റ് ചെയ്യുകയും വേണം, പെട്ടെന്ന് തണുക്കുകയും വേണം. ഇങ്ങനെയുള്ള ഒരു അന്തരീക്ഷത്തിലാണ് നമുക്ക് ഇങ്ങനെയുള്ള ഗ്ലാസി ടൈപ്പ് മെറ്റീരിയൽസ് ഉണ്ടാകുന്നത്. അപ്പോൾ വൺ ഓഫ് ദ മെയിൻ കമ്പോണൻസ് ഓൺ ദ മൂൺസ് റിഗോലിത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കമ്പോണൻ്റാണ് സിലിക്കൺ ഡയോക്സൈഡ്. അപ്പോൾ ഇത്തരം മിന്നിത്തിളക്കങ്ങൾ ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾക്ക് പിന്നെ ചന്ദ്രന്റെ സർഫസിൽ കാണാൻ പറ്റും. അതായത് ബ്രൗൺ കളർ ഉണ്ട്, അതുപോലെ തന്നെ നമ്മൾ സാധാരണ കണ്ണാടിയുടെ രൂപത്തിലുള്ള സ്ട്രക്ചേഴ്സ് ഉണ്ട്. അപ്പോൾ മണ്ണ് പരിശോധിച്ചപ്പോൾ കിട്ടിയ ചിത്രങ്ങളിൽ ഒന്നാണ്, ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രമാണ്. അതുപോലെ തന്നെ ഇതും അമ്പിളിമാമന്റെ മണ്ണിലെ ഒരു ചിത്രമാണ്. ഇതിലും കാണാം, ഇതിൽ വൈറ്റ് കളറായിട്ട് കാണുന്നത് ഇത്തരം ഗ്ലാസി പാർട്ടിക്കിൾസ് ആണ്. നല്ല റൗണ്ട് ഷേപ്പിലുള്ള ഗ്ലാസി കല്ലുകൾ കിട്ടിയിട്ടുണ്ട് നമുക്ക് ചന്ദ്രനിൽ നിന്ന് അല്ലേ. അപ്പോൾ അതുകൊണ്ടൊക്കെ നമുക്കൊരു കൺക്ലൂഷനിൽ എത്താൻ പറ്റുന്നത് പ്രധാനപ്പെട്ട ഒരു കാര്യം, അതിൻ്റെ ക്രസ്റ്റിൽ അല്ലേ, അതിൻ്റെ സോയിലിൽ, അതിൻ്റെ റിഗോലിത്തിൽ, സോയിൽ എന്നല്ല പറയാം, അതിൻ്റെ റിഗോലിത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഘടകം സിലിക്കൺ ഡയോക്സൈഡ് ആണ് അല്ലേ. ഇപ്പൊ എലിമെന്റ് ആയിട്ട് പറയുകയാണെങ്കിൽ സിലിക്കൺ എന്ന് പറയാം. പക്ഷെ കോമ്പൗണ്ട് ആയിട്ട് പറയുകയാണെങ്കിൽ സിലിക്കൺ ഡയോക്സൈഡ് SiO2. പിന്നെ നിങ്ങൾക്ക് അറിയാം, ഇന്നലെ ഇപ്പോൾ സാറ് ഒരുപാട് പാറകളെ പറ്റിയൊക്കെ ഒരുപാട് പറഞ്ഞിരുന്നു. പാറ ഒരിക്കലും പെർഫെക്റ്റ് സിലിക്കൺ ഡയോക്സൈഡ് ഒന്നും അല്ല. നമുക്കറിയാം, അതൊരു മിക്സ് ആണ്. അതിൽ സിലിക്കൺ ഉണ്ട്, മഗ്നീഷ്യം ഉണ്ട്, അതിൻ്റെ ഓക്സൈഡുകളുണ്ട് അല്ലേ. ഈ മെറ്റലുകളൊക്കെ അധികവും ഓക്സൈഡുകളായിട്ടാണ് സാധാരണ പെട്ടെന്ന് എക്സിസ്റ്റ് ചെയ്യുക. സിലിക്കൺ ഡയോക്സൈഡ് കേട്ടിട്ടുണ്ടാവും, കാൽസ്യം ഓക്സൈഡ് അല്ലേ, പലപ്പോഴും സിങ്ക് ഓക്സൈഡ് ഒക്കെ. സിങ്ക്, കാൽസ്യം, അലുമിനിയം ഒക്കെ എന്താണ്? മെറ്റൽസ് ആണ് അല്ലേ. നമ്മൾ പഠിച്ചിട്ടില്ലേ? ഇതൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണ്, പഠിക്കാത്ത കാര്യങ്ങളൊന്നുമല്ല. ഇതിൽ പലപ്പോഴും ഇത് പെട്ടെന്ന് എന്ത് സ്റ്റേറ്റിലേക്ക് മാറും? ഓക്സൈഡ് സ്റ്റേറ്റിലേക്കാണ് മാറുന്നത്. അത് കുറച്ചുകൂടി സ്റ്റേബിൾ ആയിട്ടുള്ള സ്റ്റേറ്റ് ആണ്. പൗഡർ ഫോമിലാണ് ഉണ്ടാവുന്നത്. ഓക്കെ, പിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം, എർത്തിൽ മൂണിന്റെ സർഫസിൽ കാണുന്ന ചില ക്രൈറ്റേഴ്സ് അല്ലേ. നിങ്ങൾ ഒരുപാട് ഇന്നലെയൊക്കെ ടോക്കുകളിലൊക്കെ ഒരുപാട് ഈ ചിത്രങ്ങളൊക്കെ വന്നിട്ടുണ്ടാവും അല്ലേ. കുഴികളെ പറ്റിയിട്ടും മെരിയ എന്ന് പറഞ്ഞ അല്ലേ, മൂണിന്റെ കടൽ എന്ന് പറയുന്ന സ്ഥലത്തെ പറ്റിയൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഓക്കെ, ക്രൈറ്റേഴ്സ് വരാനുള്ള കാരണം നിങ്ങൾക്കറിയാം അല്ലേ. ക്രൈറ്റേഴ്സ് എന്തുകൊണ്ടാണ് വരുന്നത് എന്നുള്ളത് അല്ലേ. ഇത് ഒരുപാട് മെറ്റിയോറൈറ്റ് ഫോളിങ് ഉണ്ടാകുന്ന ഒരു അറ്റ്മോസ്ഫിയർ ആണ് അമ്പിളിമാമൻ്റെത് അല്ലേ. അപ്പം ഭൂമിയിലില്ല എന്നല്ല, ഭൂമിയിൽ മാത്രമല്ല എല്ലായിടത്തും മെറ്റിയോറൈറ്റ് ഫോളിങ് ഉണ്ട്. പക്ഷെ നമുക്കറിയാം അതെന്തായി പോവും, എന്താ സംഭവിക്കുന്നത്? കത്തിപ്പോവും അല്ലേ. നമുക്ക് സർഫസിലേക്ക് കാണുന്നില്ല, കൊള്ളിയാൻ ഇങ്ങനെ പോവുകയുള്ളൂ അല്ലേ. കൊള്ളിയാൻ വീണതായിട്ട് അധികവും കാണാറില്ല. ഓക്കെ, പലപ്പോഴും കാണാറില്ല. പക്ഷെ മാർസിൽ മൂണിൽ അങ്ങനെയല്ല. മൂണിലെ അറ്റ്മോസ്ഫിയർ നമുക്കറിയാം വളരെ തിന്നായിട്ടുള്ള, അല്ലെങ്കിൽ നോ അറ്റ്മോസ്ഫിയർ എന്നുള്ള ഒരു കണ്ടീഷനിൽ അതെന്തായാലും വീഴും. അപ്പോൾ അമ്പിളിമാമന്റെ സോയിലിൽ മാറ്റങ്ങൾ ഉണ്ടാവുന്നുണ്ടെങ്കിൽ അത് എന്തുകൊണ്ട് മാത്രമാണ്? മെറ്റിയോറൈറ്റ് ഫോളിങ്. മാറ്റം എന്ന് ഉദ്ദേശിച്ചത് അതിൻ്റെ ഘടന മീൻസ് അതിൻ്റെ കാണാനുള്ള സ്ട്രക്ചറിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ ഉണ്ടാകുന്നത് മെറ്റിയോറൈറ്റ്
ഫോളിങ് ഉണ്ടാവാം. അതുപോലെ നമ്മൾ പിന്നെ അഗ്നിപർവ്വതങ്ങളുടെ കാര്യവും നമ്മൾ ഇന്നലെ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇതല്ലാതെ വേറൊരു മാറ്റം അവിടെ ഇല്ല. അപ്പം ഇന്നലെ ഞാൻ സാറ് ഡിസ്കസ് ചെയ്യായിരുന്നു ഫുട് പ്രിന്റ് അല്ലേ, പിന്നെ സയൻറ്റിസ്റ്റിൻ്റെ അല്ലെങ്കിൽ വൈമാനികൻ്റെ ഫുട് പ്രിന്റ് എല്ലാ കാലത്തും അതുപോലെ തന്നെ ഇരിക്കും എന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുണ്ടായി. ഓക്കെ, ഇതാണ് ഇതിൻ്റെ ഒരു സ്ട്രക്ചർ. ഓക്കെ, മണ്ണ് നമുക്ക് പരിശോധിക്കണ്ടേ അല്ലേ? മണ്ണ് നമുക്ക് പരിശോധിക്കണം. മണ്ണ് പരിശോധിക്കണമെങ്കിൽ മണ്ണിൻ്റെ സാമ്പിൾ എടുക്കണം. ഇന്നലെ തന്നെ സാറ് പറയണ്ടായി നമ്മൾ കുഴിച്ച് നോക്കി എത്രമാത്രം അമ്പിളിമാമൽ നമുക്ക് കുഴിച്ച് നോക്കാൻ പറ്റും. വളരെ കുറച്ച് മാത്രമേ നമുക്ക് കുഴിക്കാൻ പറ്റുള്ളൂ. കാരണം എന്തുകൊണ്ടാണ്? ഇതിൽ ഇളകിയിരിക്കുന്ന മണ്ണ് കുറവാണ്. ഇളകിയിരിക്കുന്ന മണ്ണ് വളരെ കുറഞ്ഞ കനത്തിൽ മാത്രമേ ഉള്ളൂ. അതായത് ഒരു മീറ്ററിൻ്റെ ഏതാണ്ട് ആ കനത്തിൽ മാത്രമേ ഉള്ളൂ ഇളകിയിരിക്കുന്ന മണ്ണുള്ളൂ. അതിൻ്റെ ഉള്ളിലേക്ക് അത് കഴിഞ്ഞാൽ പിന്നെ വളരെ ഹാർഡായിട്ടുള്ള റോക്കി മെറ്റീരിയൽസ് ആണ്. നമുക്ക് പിന്നെ ഡ്രില്ല് ചെയ്യാൻ പറ്റില്ല. പിന്നെ അതുമല്ല നമ്മൾ ഇത്തരത്തിലുള്ള പര്യവേഷണത്തിലൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ടൈമൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അവിടെ വലിയൊരു ഖനനം നടത്താനൊക്കെ നിന്നുള്ള ചാൻസുകൾ കുറവാണ്. അതുകൊണ്ട് തന്നെ റിഗോലിത്ത് കുറച്ചെടുത്ത് കൊണ്ടുവരിക, റിഗോലിയത്തിലെ ചില പരീക്ഷണങ്ങൾ നടത്തുക, അതിലെ കണ്ടന്റ് എന്താണെന്ന് മനസ്സിലാക്കുക. അതൊക്കെയാണല്ലോ ഇനീഷ്യൽ സ്റ്റേജിൽ നമുക്ക് ചെയ്യാനുള്ളത്. അതുപോലെ തന്നെ സാമ്പിളിങ് എടുക്കുന്ന ചിത്രമാണ് ഇത്. ഓക്കെ, നോക്കൂ, നമുക്ക് എലിമെന്റൽ വൈസ് ആണ് പറയുന്നത്. നിങ്ങൾക്ക് എന്നാൽ എലിമെന്റ് കോമ്പൗണ്ട് എന്നുള്ള വ്യത്യാസം നിങ്ങൾക്ക് അറിയാലോ, നിങ്ങളതൊക്കെ പഠിച്ചിട്ടുള്ള ആൾക്കാരാണ് അല്ലേ? പീരിയോഡിക് ടേബിൾ ഓഫ് എലിമെന്റ്സ് പഠിച്ചിട്ടുണ്ട്. എലിമെന്റ്സ് കമ്പൈൻ ചെയ്തിട്ട് അല്ലേ ആറ്റംസ് കമ്പൈൻ ചെയ്തിട്ടുണ്ടാകുന്ന കോമ്പൗണ്ട്സിനെ പറ്റി നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, സർഫസിൽ ഉണ്ടാകുന്ന മൂണിന്റെ സർഫസിൽ ഉള്ള, അതായത് പ്രത്യേകിച്ച് ലൂനാർ സോയിൽ കോമ്പോസിഷൻ, റിഗോലിത്ത് എന്ന് വേണേൽ പറയാം. റിഗോലിത്ത് എന്നല്ലേ നമ്മൾ പറയുന്നത്. റിഗോലിത്തിന്റെ കണ്ടന്റ് ആണ് ഇത്. എലിമെന്റൽ കണ്ടന്റ് ആണ് ഞാൻ പറയുന്നത്. അല്ലാതെ ഇപ്പം സിലിക്കൺ ഡയോക്സൈഡ് എന്ന് പറയുന്നില്ല, സിലിക്കൺ എന്നാണ് പറയുന്നത്. കണ്ടോ, സിലിക്കണിന് 21% ഉണ്ട്. കൂടുതലും ഓക്സിജൻ ആണ്, 42%. ഓക്സിജൻ അങ്ങനെ തന്നെ കാണുന്നു എന്നല്ല അതിന്റെ അർത്ഥം. ഓക്സിജൻ കോമ്പൗണ്ട് ആയിട്ടാണ് കാണുന്നത്, ഓക്സിജനായിട്ട് കാണുന്നു എന്നല്ല അതിന്റെ അർത്ഥം. അതുപോലെ തന്നെ കാൽസ്യം, അലുമിനിയം, മഗ്നീഷ്യം, അതേഴ്സ് എന്ന് പറഞ്ഞത് ഇതൊന്നും അതേ രീതിയിലല്ല കാണുന്നത്. കാരണം അതേ രീതിയിൽ കാണില്ലല്ലോ. ഭൂമിയിലാണെങ്കിലും കാണുമോ? ഇല്ല. ഭൂമിയിൽ അതേ രീതിയിൽ കാണുന്ന 2 ലോഹങ്ങളുടെ പേര് പറയാമോ? ഒന്ന് ഗോൾഡും ഒന്ന് പ്ലാറ്റിനവും. അല്ലേ? ഗോൾഡും പ്ലാറ്റിനവും വളരെ വിലപിടിപ്പ് ഉള്ളതായതും അതുകൊണ്ടതാണ്. കാരണം ഇറ്റ് ഈസ് ദ പ്യൂറസ്റ്റ് ഫോമിൽ നമുക്ക് കാണാൻ പറ്റും. ബാക്കിയുള്ള ഒരു മെറ്റൽസും പ്യൂറസ്റ്റ് ഫോമിലില്ല. അതിൻ്റെയൊക്കെ നിങ്ങൾക്കറിയാം, അതൊക്കെ അതിൻ്റെയൊക്കെ ഓർസ് ആയിട്ടാണ് കാണപ്പെടുന്നത്. നോക്കൂ, ഓക്സിജനാണ് കൂടുതലുള്ളത്. ബൗണ്ട് ഓക്സിജനാണ്. നമ്മൾ പിന്നെ ഓക്സിജനായിട്ടല്ല ഉള്ളത്. അതുപോലെ തന്നെ സിലിക്കൺ ആയിട്ടല്ല ഉള്ളത്. അയേൺ ഉണ്ട്. പ്രധാനമായിട്ടും സിലിക്കൺ ബേസ്ഡ് കോമ്പൗണ്ട്സ് ആണ് അമ്പിളിമാമൻ്റെ മണ്ണിൽ ഉള്ളത്. നമുക്കിതൊരു കമ്പാരിസൺ ആണ്. ദിസ് എ കമ്പാരിസൺ ഓഫ് എർത്ത് ആൻഡ് മൂൺ. എർത്തും മൂണും തമ്മിലുള്ള ചെറിയ ഒരു കമ്പാരിസൺ ആണ്. അതിൽ ഓക്സിജന്റെ പ്രസൻസ് ഒക്കെ, അതായത് ചുവപ്പ് കളറിലാണ് എർത്തെന്ന് കാണിച്ചിരിക്കുന്നത്. ലൂനാർ ലോ ലാൻഡ്, ഹൈ ലാൻഡ് രണ്ടെണ്ണമായിട്ട് കാറ്റഗറൈസ് ചെയ്തിരിക്കുന്നു. ലൂനാർ എന്ന് ഉപയോഗിക്കുന്നത് എന്തുകൊണ്ടാണ് നിങ്ങൾക്കറിയില്ലേ? അത് അമ്പിളിമാമനെ റെപ്രസെന്റ് ചെയ്തുകൊണ്ട് പറയുന്നതാണ്. ലൂനാർ ലോ ലാൻഡ്, അതായത് അമ്പിളിമാമനാണ് ഇത് രണ്ടും. ഇത് എർത്തിന്റെ. അപ്പൊ സിലിക്കണിന്റെ കണ്ടന്റ് നോക്കുക. ഓക്സിജൻ ആയാലും കണ്ടന്റ് കൂടുതൽ നമുക്കറിയാം എർത്തിലായിരിക്കും ഉണ്ടാകുക. പക്ഷേ അതേപോലെ തന്നെ കണ്ടന്റ് ഉണ്ട്. പക്ഷെ ഓക്സിജൻ അതിൻ്റെതായ ഓക്സിജനായിട്ടല്ല ഉള്ളതെന്ന് മാത്രമേ ഉള്ളൂ. അത് ബൗണ്ട് രൂപത്തിലാണുള്ളത്. അതുപോലെ സിലിക്കണിന്റെ സ്ട്രക്ചർ നോക്കുക. സിലിക്കണിന്റെ എമൗണ്ട് നോക്കുക. കോൺസെൻട്രേഷൻ കൂടുതലാണ് കമ്പയർഡ് ടു എർത്ത്. അതുപോലെ ഓരോന്നും നിങ്ങൾക്ക് നോക്കാം. ബാക്കിയുള്ളതൊക്കെ വളരെ കുറവാണ്. സോഡിയവും പൊട്ടാസ്യവും ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യം. ഇന്നലെ സാറ് പറഞ്ഞൊരു കാര്യം നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ക്രീപ്പ് എന്ന് പറഞ്ഞിട്ട് അല്ലേ? ക്രീപ്പ് എന്ന് പറഞ്ഞൊരു സാധനം അല്ലേ? ക്രീപ്പ് K for പൊട്ടാസ്യം ആണ്. R for റയർ, REE എന്ന് പറഞ്ഞാൽ റയർ എർത്ത് എലിമെന്റ്സ്. P for ഫോസ്ഫറസ്, KREEP അല്ലേ? ക്രീപ്പ് അത് വളരെ പ്രധാനപ്പെട്ട ഒരു മിക്സറാണ്. അത് ഇവിടെ കാണാം. ഫോസ്ഫറസിന്റെ പേര് ഇതിൽ കാണിച്ചിട്ടില്ലെങ്കിലും സോഡിയവും പൊട്ടാസ്യവും ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പൊ ചില ഇൻസ്ട്രുമെന്റ്സ് ഉപയോഗിച്ചിട്ട് സോഡിയത്തിന്റെയും പൊട്ടാസ്യത്തിന്റെയും അതിന്റെ ഒരു ഗ്ലോ നമുക്കൊരു ഫോട്ടോഗ്രാഫ് ആയിട്ടൊക്കെ കിട്ടിയിട്ടുണ്ട്. വളരെ കുറഞ്ഞ എമൗണ്ടേ ഉള്ളതെന്ന് ആലോചിക്കണം. ട്രേസ് എമൗണ്ട് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരുപാട് ടെക്നിക്സ് ഉണ്ട്. വളരെ ട്രേസ് ആയിട്ടുള്ള മെറ്റലിന്റെ എമൗണ്ട് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ടെക്നിക്കാണ് ന്യൂട്രോൺ ആക്ടിവേഷൻ അനാലിസിസ്. കേട്ടിട്ടുണ്ടോ? ന്യൂട്രോൺ ആക്ടിവേഷൻ അനാലിസിസ് എന്ന് പറഞ്ഞ ടെക്നിക്ക്.
നേരത്തെ നിങ്ങളോടൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. ഞാൻ എൻ്റെ ക്ലാസ്സിൽ ഇരുന്നവരാണെങ്കിൽ നെപ്പോളിയൻ മരിച്ചത് എങ്ങനെയാണെന്ന് നമുക്ക് അറിയില്ലായിരുന്നു. നെപ്പോളിയൻ്റെ തലമുടി പരിശോധിച്ചപ്പോഴാണ് അറിയാൻ പറ്റിയത്. ദാറ്റ് ഈസ് ഡ്യൂ ടു ആർസനിക് പോയിസൺ. അപ്പോൾ ആർസനിക് സ്ഥിരമായിട്ട് കഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾക്ക് എന്തിലുണ്ടാവും? മുടിയിലും ആർസനിക് വളരെ ട്രേസ് ആയിട്ട് ഉണ്ടാവുള്ളൂ. ട്രേസ് എലിമെന്റ്സിനെ അനലൈസ് ചെയ്യാൻ നമുക്കിന്ന് ഒരുപാട് ഇൻസ്ട്രുമെന്റ്സ് ഉണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു ടെക്നിക്കാണ് ന്യൂട്രോൺ ആക്ടിവേഷൻ അനാലിസിസ്. അപ്പോൾ അതുകൊണ്ട് ഈ പഠനങ്ങൾക്കൊന്നും ഇൻസ്ട്രുമെന്റ്സിന് പഞ്ഞമൊന്നുമില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് നല്ല ഇൻസ്ട്രുമെന്റ്സ് നമുക്കിത് പഠിക്കാൻ വേണ്ടിയിട്ട് നിലവിലുണ്ട്. ഓക്കെ, പ്രത്യേകം ശ്രദ്ധിക്കുക. ഞാൻ കുറച്ച് കെമിസ്ട്രിയിലേക്കാണ് പോകുന്നത്. പ്രത്യേകിച്ചൊന്നും അറിയേണ്ട കാര്യമില്ല. ഹൈഡ്രജനെയും ഓക്സിജനെയും പറ്റി മാത്രം അറിഞ്ഞാൽ മതി. ഹൈഡ്രജനെ നമ്മൾ H എന്നാണ് എഴുതുന്നത്, ഓക്സിജനെ O എന്നാണ് എഴുതുന്നത്. ഹൈഡ്രജന്റെ ഇലക്ട്രോണുകളുടെ എണ്ണം നിങ്ങൾക്കറിയാം അല്ലേ? ഹൈഡ്രജനിൽ എത്ര ഇലക്ട്രോൺ ഉണ്ട്? H എന്ന് പറഞ്ഞ സ്ട്രക്ചർ നിങ്ങൾ ആലോചിക്കുക. നിങ്ങൾ ലോവർ ക്ലാസ്സിലെ കുട്ടികളാണെങ്കിൽ ഇതൊക്കെ അറിയായിരിക്കും. പണ്ടൊന്നും നമ്മൾ 8ാം ക്ലാസ്സിലൊന്നും ശരിക്കും ഇതൊന്നും കെമിസ്ട്രി ഒന്നും ആയിട്ട് പഠിച്ചു തുടങ്ങുന്നേ ഉള്ളൂ അല്ലേ? അപ്പൊ ലോവർ ക്ലാസ്സിലുള്ള കുട്ടികളും ഒന്ന് ആലോചിക്കുക. ഞാൻ പറയുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. ഹൈഡ്രജൻ ആൻഡ് ഓക്സിജൻ. വാട്ടറിന്റെ കെമിക്കൽ കോമ്പോസിഷൻ H2O എന്നാണ്. H2O എന്നാണ് വാട്ടറിന്റെ കെമിക്കൽ ഫോർമുല. പ്രത്യേകം ശ്രദ്ധിക്കുക. ഒരു കെമിക്കൽ ഉണ്ടാകുന്ന സമയത്തുള്ള ഒരു മാറ്റം ശ്രദ്ധിക്കുക. ഹൈഡ്രജൻ എന്ന് പറഞ്ഞത് സ്വയം കത്തുന്ന ഒരു സാധനമാണ് അല്ലെ? ഹൈഡ്രജൻ പെട്ടെന്ന് കത്തും. ഹൈഡ്രജൻ എന്ന് സ്വയം കത്തുന്ന ഒരു സാധനമാണ്. ഓക്സിജൻ എന്ന് പറഞ്ഞാൽ കത്താൻ സഹായിക്കുന്ന ഒരു സാധനമാണ്. വെള്ളമാണെങ്കിലോ, വെള്ളത്തിന് ഈ 2 പ്രോപ്പർട്ടി ഇല്ല. വെള്ളം എന്ത് ചെയ്യും? വെള്ളം തീ കെടുത്തുകയാണ് ചെയ്യുന്നത്. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അതിന്റെ എലിമെന്റുകളുടെ ഒക്കെ ഗുണം അതിന് എന്തിനുണ്ടായിക്കോളുന്നില്ല? കോമ്പൗണ്ടിന് ഉണ്ടായിക്കോളുന്നില്ല. അത് കെമിസ്ട്രിയുടെ ഒരു വളരെ പ്രധാനപ്പെട്ട കെമിക്കൽ കോമ്പൗണ്ട്സിന്റെ കേസിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫാക്റ്റാണ് അല്ലേ? അപ്പം നമുക്ക് മൂണിന്റെ സർഫസിൽ നടക്കുന്ന ചില കെമിക്കൽ റിയാക്ഷൻസ് നോക്കാം. അതിൽ നിങ്ങൾ ആ ടൈറ്റിൽ വായിക്കുക, മൂൺ എ കെമിക്കൽ ഫാക്ടറി ഓഫ് വാട്ടർ. റീസെൻ്റ്ലി നാസ പറഞ്ഞിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കെമിക്കൽ റിയാക്ഷനാണിത്. അതിനും പേര് കൊടുത്തിരിക്കുന്നത് എങ്ങനെ തന്നെയാണ്, കെമിക്കൽ ഫാക്ടറി ഓഫ് വാട്ടർ. അമ്പിളിമാമൻ എന്നത് വാട്ടർ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കെമിക്കൽ ഫാക്ടറി ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എങ്ങനെയാണ് വാട്ടർ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നതെന്ന് നമുക്ക് നോക്കാം. നോക്കൂ, അമ്പിളിമാമനിൽ ഏറ്റവും കൂടുതൽ എപ്പോഴും ഉണ്ടാകുന്ന ഒരു കാര്യമാണ് സോളാർ വിൻഡുകൾ. സോളാർ വിൻഡ് എന്ന് പറഞ്ഞാൽ കാറ്റ് എന്നർത്ഥം. വിൻഡ് എന്ന് പറഞ്ഞാൽ കാറ്റ് എന്നാണ് അർത്ഥം. സോളാർ വിൻഡുകൾ എന്ന് പറഞ്ഞാൽ എന്താണ്? സോളാർ വിൻഡ് എന്ന് പറഞ്ഞാൽ ചൂട് കാറ്റ് എന്ന് ശരിക്കും പറഞ്ഞാൽ വിൻഡ് എന്ന് പറഞ്ഞാൽ കാറ്റ് എന്ന അർത്ഥമെങ്കിലും പറഞ്ഞോളൂ. യെസ് പേരെന്തായിരുന്നു? നിങ്ങളുടെ പേരെന്തായിരുന്നു? അർജുൻ പറഞ്ഞ വളരെ കറക്റ്റാണ്. എന്താണ് പറഞ്ഞത്? ഹൈ എനർജി പാർട്ടിക്കിൾസ് ആണ്. ഹൈ എനർജി പാർട്ടിക്കിൾസ് സോയിലിലേക്ക് ഇങ്ങനെ എപ്പോഴെപ്പോഴും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ സോളാർ വിൻഡ് നമ്മുടെ ഭൂമിയിൽ വരുന്നുണ്ടോ? വരുന്നില്ല എന്നൊന്നും പറയാൻ പറ്റില്ല, വരുന്നുണ്ടാവും. പക്ഷെ നമുക്കത് അനുഭവപ്പെടുന്നില്ല. കാരണം എന്താണ്? സോളാർ വിൻഡ് എല്ലായിടത്തേക്കും വരുന്നുണ്ട്. കണ്ടോ? ഇതാണ് നമ്മുടെ എർത്ത്. ഇതാണ് നമ്മുടെ മൂണ്. ഇവിടെ എവിടെ ഉണ്ടായിരുന്നതാ മൂണ്. ഇതാണ് മൂണ്. കണ്ടോ? ഇതാണ് നമ്മുടെ മൂണ്. ഇത് എർത്ത്. ഇവിടെ എല്ലാത്തിലേക്കും, കാരണം സൂര്യൻ അത്രയും ഇഫക്റ്റ് ഉണ്ടല്ലോ. സൂര്യൻ എല്ലായിടത്തേക്കും അതിന്റെ സോളാർ വിൻഡ്, അതിൽ ഹൈ എനർജി പാർട്ടിക്കിൾസ് അയച്ചുകൊണ്ടിരിക്കുന്നത്. മിക്കവാറും പ്രോട്ടോൺസ് ആണ്. എന്താ പറയാ? പ്രോട്ടോൺസ് ആണ്. പ്രോട്ടോൺ എന്ന് പറഞ്ഞാൽ എന്താണ്? ആര് പറയും? ചാർജ്ഡ് പാർട്ടിക്കിൾസ്. ഹൈഡ്രജൻ അല്ലെ? H+ എന്ന് എഴുതിയാൽ എന്തായി? പ്രോട്ടോണായി അല്ലെ? നോക്കൂ, പ്രത്യേകം ശ്രദ്ധിക്കുക. ഞാനിത് ഇങ്ങനെ വീണ്ടും പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ചിലപ്പോൾ ചില ലോവർ ക്ലാസ്സിലെ കുട്ടികളൊക്കെ ഉണ്ടാവും, അവർക്ക് അതിനെപ്പറ്റി കൃത്യമായിട്ട് അറിയുമെന്ന് എനിക്കറിയില്ല. ഹൈഡ്രജൻ എന്നാൽ ഹൈഡ്രജനിൽ എന്തൊക്കെയാണുള്ളത്? ഒരു ഹൈഡ്രജനിൽ എന്താ ഉള്ളത്? ഒരു പ്രോട്ടോണും ഒരു ഇലക്ട്രോണും. ഒരു പ്രോട്ടോണും ഇലക്ട്രോണുമാണ് ഹൈഡ്രജൻ Hലുള്ളത് അല്ലേ? ഒരു ഇലക്ട്രോണേ ഉള്ളൂ. ഒരു ഇലക്ട്രോൺ അങ്ങ് പോയാൽ, ഹൈഡ്രജൻ ഒരു ഇലക്ട്രോൺ അങ്ങ് പോയാൽ പിന്നെ എന്തായിട്ട് മാറി? H+ ആയിട്ട് മാറി അല്ലേ? ഹൈഡ്രജൻ ഒരു ഇലക്ട്രോൺ കിട്ടിയാലോ H-. കിട്ടുന്നതിനൊക്കെ മൈനസും, പുറത്തേക്ക് പോയാൽ പ്ലസ്സും ആണ് കൊടുക്കുക. പ്ലസ് എന്ന് പറഞ്ഞാൽ ഇല്ല എന്നർത്ഥം. നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ കൂടുതൽ കിട്ടുക എന്നുള്ള അർത്ഥം അല്ലേ? അപ്പൊ H+ ആണ് പ്രോട്ടോൺ. അപ്പൊ അർജുൻ പറഞ്ഞ മാതിരി ഹൈ എനർജി പാർട്ടിക്കിൾസ് ആണ് വരുന്നത്. ഈ ഹൈ എനർജി പാർട്ടിക്കിൾസ്
പ്രോട്ടോൺസ് ആണ്. പ്രോട്ടോൺസ് അല്ലാണ്ടുണ്ട് പ്രോട്ടോൺസിന്റെ ഒരു പ്രവാഹം. നമുക്കറിയാം സൂര്യനിൽ എന്താ ഉള്ളത് നമുക്കറിയാം അല്ലേ? സൂര്യനിൽ എന്താ ഉള്ളത് നമുക്കറിയാം. സൂര്യനിൽ നടക്കുന്ന ഫ്യൂഷനെ പറ്റിയിട്ടൊക്കെ നിങ്ങൾക്ക് അറിയാം. ഹൈഡ്രജൻ ആണല്ലോ പ്രധാനപ്പെട്ട ഇന്ധനം. ഹൈഡ്രജന്റെ H+ അല്ലേ? H+ എന്ന് പറഞ്ഞാൽ പ്രോട്ടോൺ, ചാർജ്ഡ് പാർട്ടിക്കിൾസ് അതിശക്തിയായിട്ട് നമ്മുടെ അമ്പിളിമാമന്റെ റിഗോലിത്തിലേക്ക് നടക്കുന്ന മഴ പോലെ പെയ്യുന്ന ചിത്രമാണ് നമ്മൾ ഇതിൽ കാണുന്നത്. അല്ലാതെ നമ്മൾ ഇവിടെ അടിക്കുന്ന പോലത്തെ കാറ്റല്ല ഉദ്ദേശിക്കുന്നത്. ഓക്കെ, എന്ത് നടക്കുന്നു നോക്കാം. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാർട്ടൂൺ ചിത്രമാണിത്. നിങ്ങൾ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക, കാരണം കുറച്ചൊരു സ്ട്രെയിൻ എടുക്കേണ്ടി വരും. പ്രോട്ടോൺ എന്ന് പറഞ്ഞാൽ പ്ലസ് അല്ലേ? കണ്ടോ, ഇതാണ് പ്രോട്ടോൺ. ചന്ദ്രന്റെ ഉപരിതലത്തിൽ ഒരുപാട് ഇലക്ട്രോൺസ് ഉണ്ട്. അപ്പോൾ എന്ത് ചെയ്യും? H+ അല്ലേ? H+ന്റെ കൂടെ ആര് കൂടി ചേരും? ഒരു ഇലക്ട്രോൺ ചേരും. H+ന്റെ കൂടെ ഇലക്ട്രോൺ ചേർന്നാൽ എന്താ ഉണ്ടാവുക? ഹൈഡ്രജനായി. അപ്പൊ നേരത്തെ ഹൈഡ്രജൻ അല്ലായിരുന്നു, H+ വന്നത്. അതായത് ഒരു ഇലക്ട്രോൺ ലെസ്. ചന്ദ്രന്റെ സർഫസിലെത്തിയപ്പോൾ എന്ത് കിട്ടി? ഒരു ഇലക്ട്രോൺ കിട്ടി. അപ്പൊ എന്തായി? HI, ഹൈഡ്രജനായി അല്ലെ? ഹൈഡ്രജൻ ഉണ്ടായോ? ഹൈഡ്രജൻ ഉണ്ടായി. മണ്ണിലാണ് നടക്കുന്നത്. നോക്കൂ, രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ദ സോളാർ വിൻഡ് ഓൾസോ ബ്രേക്സ് ദ ഡൗൺ ബോൺസ് ഇൻ സിലിക്ക മോളിക്യൂൾസ്. സിലിക്ക എന്ന് പറഞ്ഞാൽ എന്താ? SiO2. സോളാർ വിൻഡ് ഒരു കാര്യം കൂടി ചെയ്യും. എന്താ ചെയ്യുന്നത്? SiO2ലെ, അതായത് സിലിക്കൺ ഡയോക്സൈഡ്, SiO2 ഇതൊക്കെ ഓക്സിജൻ ആണ്. SiO ബോണ്ടിനെ ബ്രേക്ക് ചെയ്യും. അങ്ങനെ ബ്രേക്ക് ചെയ്താൽ ആരാ റിലീസ് ചെയ്യുക? ഓക്സിജൻ റിലീസ് ആവും. നമുക്ക് രണ്ട് സാധനം ഇപ്പോൾ കിട്ടി. ഒന്ന് എന്തൊക്കെയാ? സോളാർ വിൻഡ് കൊണ്ട് നമുക്ക് രണ്ട് സാധനങ്ങൾ, ഒന്ന് ഹൈഡ്രജനും ഒന്ന് ഓക്സിജനും. ഞാൻ ചോദിക്കട്ടെ, ഹൈഡ്രജനും ഓക്സിജനും നമുക്കൊരു ബീക്കറിലെടുത്തു, വെള്ളം ഉണ്ടാവുമോ? ഇല്ല. എന്തുകൊണ്ട്? അതിന് നിൽക്കൂ, ഇത് എന്ന് പറഞ്ഞാൽ ഇതിന് ചില കണ്ടീഷൻസ് ആവശ്യം. ഹൈഡ്രജനും ഓക്സിജനും വെറുതെ ബീക്കറിലെടുത്താൽ എന്തുണ്ടാവില്ല? വെള്ളം ഉണ്ടാവില്ല. ഹൈഡ്രജനും ഓക്സിജനും കമ്പൈൻ ചെയ്തിട്ട് തന്നെയാണ് ഭൂമിയിലും വെള്ളം ഉണ്ടാകുന്നത്. പക്ഷേ ഇറ്റ് വിൽ ടേക്ക് ഇയേഴ്സ് അല്ലേ? ഒരു വലിയ റിയാക്ഷന്റെ റേറ്റ് വളരെ കുറഞ്ഞൊരു പ്രോസസ്സാണിത്. പക്ഷേ ഒരു മജീഷ്യൻ ചെയ്യുന്ന പോലെ നമ്മൾ ചെയ്താൽ, അതായത് ഒരു ഹൈഡ്രജനും ഓക്സിജനും ഒരു ബീക്കറിലെടുത്ത് അല്ലേ, ഒരു മജീഷ്യനെ പോലെ പ്ലാറ്റിനം ദണ്ട് അതിലേക്ക് ഇറക്കിയാൽ ഉടനെ ഒരു എക്സ്പ്ലോഷനോട് കൂടിയിട്ട് വാട്ടർ ഫോം ചെയ്യും. കാരണം കാറ്റലിസ്റ്റിന്റെ ഇഫക്റ്റ് അത്രയും വലുതാണ്. ഹൈഡ്രജനും ഓക്സിജനും കൂടി ചേർന്ന് വെള്ളം ഉണ്ടാകുന്നതിൽ കാറ്റലിസ്റ്റ് ഏതാണ്? പ്ലാറ്റിനം കാറ്റലിസ്റ്റ് ആണ്. അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നമുക്ക് അറിയാം. ഇവിടെ നമുക്ക് ഹൈഡ്രജനും ഉണ്ട്, ഓക്സിജനും ഉണ്ട് അല്ലേ? അപ്പൊ ഹൈഡ്രജനും ഓക്സിജനും തമ്മിൽ കൂടിച്ചേർന്ന് പലതരത്തിലുള്ള കൂടിച്ചേരലുകളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കൂടിച്ചേരലുകൾ എന്താ? അവിടെ ഞാൻ വളരെ ചെറുതായിട്ട് എഴുതിയിരിക്കുന്നത് എന്താണ്? OH. എന്താണ്? OH, ഓക്സിജനും. ഇപ്പൊ നമുക്ക് ആദ്യം H+ ആയിരുന്നു. H+ പിന്നെ അമ്പിളിമാമന്റെ സർഫസിൽ വന്നിട്ട് ഇലക്ട്രോണിനെ ആക്സെപ്റ്റ് ചെയ്തിട്ട് ഹൈഡ്രജനായിട്ട് മാറി. സിലിക്കൺ ഡയോക്സൈഡിനെ പൊട്ടിച്ചിട്ട് എന്തുണ്ടാക്കി? ഓക്സിജൻ ഉണ്ടാക്കി. ഹൈഡ്രജനും ഓക്സിജനും കൂടി കമ്പൈൻ ചെയ്തിട്ട് ആദ്യമായിട്ട് OH ഉണ്ടായി. OH നോക്കൂ, OH വളരെ പ്രധാനപ്പെട്ടൊരു സിഗ്നേച്ചറാണ്. അതായത് നമുക്ക് വേണമെങ്കിൽ OH എന്താക്കി മാറ്റാം? OH ഒരു ഹൈഡ്രജൻ കൂടി കൂടിച്ചേർന്നാൽ എന്തായാലും മാറും? അത് വെള്ളമായിട്ട് മാറും. അപ്പൊ ഈ OHന്റെ പ്രസൻസ്, OH നമുക്കതിനെ ാണ് നാസ എന്ന് വിളിച്ചത്. അപ്പൊ കണ്ടെത്തി എന്ന് പറയും. എങ്ങനെയാണ് ആരും കേൾക്കാനൊന്നും? ചന്ദ്രയാൻ 1 എന്ന പ്രസൻസ് അളക്കണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഇവർ ഉപയോഗിച്ചൊരു ടെക്നിക്ക് റിഫ്ലക്റ്റൻസ് ഇൻഫ്രാറെഡ് സ്പെക്ട്രോസ്കോപ്പി എന്ന് പറയും. എന്താ പറയാ? റിഫ്ലക്റ്റൻസ് ഇൻഫ്രാറെഡ് സ്പെക്ട്രോസ്കോപ്പിക് ടെക്നിക്കാണ്. റിഫ്ലക്റ്റൻസ് IR ടെക്നിക്ക് എന്ന് എഴുതിയാൽ മതി. റിഫ്ലക്റ്റൻസ് IR. എന്താ റിഫ്ലക്റ്റൻസ് എന്ന് പറഞ്ഞാൽ, സാധാരണ ഇൻഫ്രാറെഡ് സ്പെക്ട്രോസ്കോപ്പി പഠിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യണം? സാമ്പിള് കളക്ട് ചെയ്യണം. സാമ്പിൾ കളക്ട് ചെയ്തിട്ട് എന്തിൽ വെക്കണം? സ്പെക്ട്രോമീറ്ററിൽ വെച്ചിട്ട് ഇൻഫ്രാറെഡ് റേസ് പാസ് ചെയ്യണം. എന്നാലേ നമുക്ക് എന്ത് കിട്ടുള്ളൂ? കൃത്യമായിട്ടുള്ള സ്പെക്ട്ര കിട്ടുള്ളൂ. പക്ഷെ ഇവിടെ എന്താ ചെയ്തത്? ഇവിടെ അതിനുള്ള നിർവാഹമില്ല. ഇവിടെ എന്താ ചെയ്തത്?
ഇൻഫ്രാറെഡ് റേഡിയേഷൻ അതിന്റെ സർഫസിലേക്ക് അയക്കുന്നു. സർഫസിൽ നിന്ന് അത് റിഫ്ലക്ട് ചെയ്ത് തിരിച്ചു വരുന്നു. എന്തിലേക്കെന്നെ തിരിച്ചു വരും? ഇതിലെങ്ങനെ തിരിച്ചു വരും? ആ റിഫ്ലക്ട് ചെയ്ത് തിരിച്ചു വരുന്ന റേസ് എന്നാണ് അത് നമുക്ക് അതിനെപ്പറ്റിയുള്ള ഇൻഫർമേഷൻസ് എടുത്തത്. ഓക്കെ, ഞാൻ അതിലേക്ക് വരാം. കുറച്ച് കഴിഞ്ഞാൽ 2-3 സ്ലൈഡ് കഴിയുമ്പോഴേക്ക് ഞാൻ അതിലേക്ക് വരാം. നോക്കൂ, നമുക്കിങ്ങനെ മാപ്പ് ചെയ്യാൻ പറ്റും അല്ലേ? അതായത് ഇപ്പോൾ ഇൻഫ്രാറെഡ് റിഫ്ലക്റ്റൻസ് മെത്തേഡ് വെച്ച് ചെയ്ത് കഴിഞ്ഞപ്പോൾ, അതായത് പ്രത്യേകം കണ്ടോ, വാട്ടർ അബ്സോർപ്ഷൻ സ്ട്രെങ്ത് ബ്ലൂ കളറിൽ കൊടുത്തിരിക്കുന്നത്, പിന്നീട് ആനിമേറ്റ് ചെയ്താണ്. ബ്ലൂ കളറിൽ കൊടുത്തിരിക്കുന്ന ഭാഗത്ത് വെള്ളത്തിന്റെ സാന്നിധ്യം എന്ന് പറഞ്ഞുകൊണ്ടാണ് പറഞ്ഞത്. ഇത് മൂൺ മിനറോളജി മാപ്പറാണ് ഉപയോഗിച്ചിരിക്കുന്ന ടെക്നിക്ക് ഇൻഫ്രാറെഡ് റിഫ്ലക്റ്റൻസ് ടെക്നിക്ക്. ഇൻഫ്രാറെഡ് റിഫ്ലക്റ്റൻസ് ടെക്നിക്ക് എങ്ങനെ മാപ്പ് ചെയ്യുന്നത്? ഈ മാപ്പിംഗ് എങ്ങനെയാണ് ചെയ്യുന്നത്? ഞാൻ വെറുതെ വേറൊരു എക്സാമ്പിൾ പറയാം. ഇതുമായിട്ട് ബന്ധപ്പെട്ടതല്ല, വെറുതെ മാപ്പ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പറയാൻ വേണ്ടിയിട്ടാ. ഒരു സെല്ല് ഉണ്ടെന്ന് വിചാരിച്ചോ. ഈ സെല്ലിനെ നമ്മൾ മാപ്പ് ചെയ്യുന്നത് എങ്ങനെയാണ്? സെല്ലിന്റെ മൊത്തം ഏരിയ അങ്ങ് കമ്പ്യൂട്ടറിൽ സെലക്ട് ചെയ്യും അല്ലേ? അങ്ങനെയല്ലേ നമ്മൾ സ്കാൻ ചെയ്യുന്നത്? സ്കാനിങ് ഉള്ള പ്രോസസ്സാണ്. സെല്ലിന്റെ മൊത്തം ഏരിയ നമ്മൾ കമ്പ്യൂട്ടറിൽ സെലക്ട് ചെയ്തിട്ട് അതിലൂടെ നമ്മൾ ഇൻസ്ട്രുമെന്റിന്റെ പ്രോബ് ഓടിക്കും അല്ലേ? അപ്പൊ നിങ്ങൾ നോക്കൂ, ഇതൊരു വേറൊരു എക്സാമ്പിൾ ആണ്. അതുമായിട്ട് വലിയ ബന്ധമൊന്നുമില്ല. കണ്ടോ, ചില വെളിച്ചങ്ങൾ കണ്ടോ ഇവിടെയൊക്കെ? ഈ വെളിച്ചത്തിനൊക്കെ നമുക്ക് സ്പെക്ട്രം ഉണ്ടാവുന്നുണ്ട് അല്ലേ? എന്തോ ഒരു പ്രത്യേക സാധനം അതിന്റെ മുകളിൽ നിന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ടെക്നിക്ക് ഉപയോഗിച്ചത് അല്ലേ? അപ്പൊ നിങ്ങൾക്ക് ഒരുപാട് ഇൻഫർമേഷൻസ് കിട്ടും. അത് നമുക്ക് എന്ത് ഇൻഫർമേഷൻ മാത്രമേ ഇപ്പോൾ ആവശ്യമുള്ളൂ? H2O അല്ലെങ്കിൽ OHന്റെ ഇൻഫർമേഷൻ മാത്രമേ നമുക്കിപ്പോൾ ആവശ്യമുള്ളൂ. അപ്പൊ അത് മാത്രമാണ് അതിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ബാക്കി ഒരുപാട് ഇൻഫർമേഷൻസ് ഉണ്ടാവും. കാരണം ഇൻഫ്രാറെഡ് സ്പെക്ട്രോസ്കോപ്പി ഒരുപാട് ഇൻഫർമേഷൻ നമുക്ക് തരുന്ന ടെക്നിക്കാണ്. ഇപ്പം നമ്മളത് നോക്കുന്നില്ല. നമ്മളത് വെള്ളത്തിന്റെ ഇതിന്റെ മാത്രം എടുത്ത് വരച്ചിരുന്ന സ്ട്രക്ചറാണ്. നമുക്ക് നല്ല ഭംഗിയായിട്ട് ഇങ്ങനെ മാപ്പ് ചെയ്യാൻ പറ്റും. നമുക്കിതുപോലെ ഇതൊക്കെ പിന്നീട് ചെയ്യുന്നതാണ്. നമുക്ക് അതിന്റെ പ്രസൻസ് ചില ഭാഗങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ അവിടെ അത് നമ്മൾ കളർ ചെയ്തിട്ട് കാണിക്കുന്നതാണത്. ഞാൻ പറഞ്ഞത് എന്താണ്? മാപ്പിംഗ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഏരിയ സെലക്ട് ചെയ്യുന്നു, ആ ഏരിയയിൽ മൊത്തത്തിൽ സ്കാൻ ചെയ്യുന്നു. അതിന്റെ പ്രോബ് അല്ലെങ്കിൽ അതിന്റെ ലൈറ്റ് ഇങ്ങനെ മൂവ് ചെയ്ത്, അതിനാണ് സ്കാനിങ് എന്ന് പറയുന്നത്. അപ്പൊ ഈ സ്കാനിങ്ങിലൂടെയാണ് നമ്മൾ മാപ്പിംഗ് ചെയ്യുന്നത്. ഇതാണ് ഇൻസ്ട്രുമെന്റ്. ഇൻഫ്രാറെഡ് ഒന്നും കാണാനൊന്നുമില്ല, ഒരു പെട്ടി മാത്രമേ ഉള്ളൂ. പെട്ടി പോലുള്ള ഇൻസ്ട്രുമെന്റേ ഉള്ളൂ. ഞാൻ അതിന്റെ കമ്പോണൻസ് എന്തൊക്കെയാന്ന് പറയാം. ഇതിലാകെ ശരിക്കും പറഞ്ഞാൽ 3 കമ്പോണൻസേ ഉള്ളൂ പഠിക്കാനുള്ളൂ. ഒന്ന് ലൈറ്റിന്റെ സോഴ്സ്. ലൈറ്റ് എന്ന് പറഞ്ഞാൽ ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ, ഇൻഫ്രാറെഡിന്റെ ഇൻഫ്രാറെഡ് സോഴ്സ്. ഇതൊന്നും നിങ്ങൾ അത്ര കാര്യമാക്കണ്ട. അതൊക്കെ അതിന്റെ മിററുകളും ഇന്റർഫെറോമീറ്റർ എന്നൊക്കെ പറഞ്ഞ സാധനമാണ്. അത്ര കോംപ്ലിക്കേറ്റഡ് ആണ്. തിരിച്ചു വന്നിട്ട് സാമ്പിളിലേക്ക് വരും. സാമ്പിളിലേക്ക് വന്നിട്ട് അവസാനം എന്തിലേക്ക് പോകും? ഡിറ്റക്ടറിലേക്ക് പോകും. ഡിറ്റക്ടറിന്റെ പേര് സ്പെക്ട്രോമീറ്റർ എന്നാണ്. എല്ലാ ഡിറ്റക്ടറും ഒന്ന് തന്നെയാണ്. എന്താ പറയാ? സ്പെക്ട്രോമീറ്റേഴ്സ് ആണ്. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? നമുക്ക് നമ്മുടെ സാമ്പിളിൽ ഉള്ളത് എന്താണെന്നുള്ളതിനെ പറ്റി ചില വിവരങ്ങൾ കിട്ടും അല്ലേ? ചില പർട്ടിക്കുലർ കണ്ടോ, ചില പീക്കുകൾ കണ്ടോ? ഈ പീക്കുകളൊക്കെ എന്തിനു സൂചിപ്പിക്കുന്നതാണ്? ഓരോരോ ബോണ്ടിനെ സൂചിപ്പിക്കുന്നതാണ്. അപ്പൊ ഞാൻ പറഞ്ഞ മനസ്സിലായോ OH ബോണ്ട് എങ്ങനെയാ കണ്ടെത്തിയെന്ന്? OH ബോണ്ടിനെ കാണിക്കുന്ന പീക്കായിലുണ്ടോ നോക്കിയാൽ പോരെ? OH ബോണ്ട് കാണിക്കുന്ന പീക്കായിലുണ്ടോ നോക്കിയാൽ പോരെ? ഓക്കെ, നമുക്ക് നോക്കാം. കുറച്ചുകൂടി ഡീപ്പായിട്ട് നമുക്ക് നോക്കാം. അത് പഠിക്കണമെങ്കിൽ നമ്മൾ ഒരു പ്രധാനപ്പെട്ട കാര്യം കവർ ചെയ്യേണ്ടതുണ്ട്. ഏറ്റവും ഫണ്ടമെന്റൽ ആയിട്ടുള്ള കാര്യമാണ്. ഇതിന്റെ പേര്, ഈ ടെക്നിക്കിന്റെ പേരെന്താണ്? മോളിക്കുലാർ സ്പെക്ട്രോസ്കോപ്പി എന്ന ടെക്നിക്കാണ്. മോളിക്കുലാർ സ്പെക്ട്രോസ്കോപ്പി. ഞാൻ ഇൻഫ്രാറെഡ് സ്പെക്ട്രോസ്കോപ്പിനെ പറ്റിയാണ് പറയുന്നത്. ഫണ്ടമെന്റൽ ആയിട്ടുള്ള കാര്യം പറഞ്ഞു തുടങ്ങുന്നേ ഉള്ളൂ. മോളിക്കുലാർ സ്പെക്ട്രോസ്കോപ്പി. നോക്കൂ, നമ്മുടെ മോളിക്യൂളിനെ എങ്ങനെ വിചാരിക്കുക? മോളിക്യൂൾ ഉരുണ്ടിട്ടാവണമെന്നില്ല, നമ്മൾ തൽക്കാലം ഉരുണ്ടിട്ട് കാണിക്കുക. മോളിക്യൂളിലേക്ക് ലൈറ്റ് വരുന്നു. നിങ്ങൾ ഇൻഫ്രാറെഡോ മൈക്രോവേവോ എന്ത് വേണം എടുക്കാം. ലൈറ്റ് വരുന്നു. മോളിക്യൂളിലേക്ക് ലൈറ്റ് അടിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? 2 തരത്തിലുള്ള കാര്യങ്ങൾ സംഭവിക്കുക. ഒന്ന് എന്താണ്? ലൈറ്റിനെ ആര് അബ്സോർബ് ചെയ്യും? ഈ മോളിക്യൂള് അബ്സോർബ് ചെയ്യും. മോളിക്യൂൾ ലൈറ്റിനെ അബ്സോർബ് ചെയ്താൽ അതിന്റെ എനർജി കൂടി. അതെങ്ങോട്ട് പോകും? മുകളിലേക്ക് പോകും. മുകളിലേക്ക് പോകുന്ന പറഞ്ഞാൽ ലിറ്ററലി ഇങ്ങനെ മുകളിലേക്ക് പോവുകയല്ല, അതിന്റെ എനർജി കൂടുന്നേ അർത്ഥമുള്ളൂ. 2 സ്റ്റേറ്റ് ആണത്. അതായത് നമുക്ക് വലിയ സന്തോഷം വരുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക? ചിരിക്കുക മാത്രമല്ല, ചിലപ്പോൾ തുള്ളിച്ചാടി ചെയ്യും അല്ലേ? നമുക്ക് വലിയ ഒരു ബോറടിക്കുന്ന അല്ലെങ്കിൽ നമുക്ക് വലിയ ദുഃഖമുള്ള കണ്ടീഷനാണ് നമ്മൾ എന്ത് ചെയ്യും? നമ്മളിങ്ങനെ വളരെ ആക്റ്റീവ് അല്ലാതെ ഇരിക്കും. 2 കണ്ടീഷൻ ഉണ്ട് അല്ലേ? ഇപ്പോൾ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, നിങ്ങൾക്ക് സന്തോഷം വരുന്ന സമയത്ത് നിങ്ങളല്ലാതാവുന്നുണ്ടോ? അർജുന് സന്തോഷം വരുന്ന സമയത്ത് അർജുൻ വേറൊരാളും, അർജുന് ദുഃഖം വരുന്ന സമയത്ത് അർജുൻ വേറൊരാളും അല്ലല്ലോ. 2 ആര് തന്നെയാണ്? ഒരാൾ തന്നെയാണ്. അപ്പൊ ചാടുക എന്നുള്ളത് വലിയ അർത്ഥമില്ല. വെള്ളത്തിന് എനർജി കൂടിയാലും കുറഞ്ഞാലും വെള്ളം തന്നെയാണ്
അല്ലേ? ചാടുക എന്നുള്ള എന്തിനു മാത്രമേ കാണിക്കുന്നുള്ളൂ? നമ്മൾ ഇങ്ങനെ ചിത്രങ്ങളിൽ മാത്രമേ കാണിക്കാൻ പറ്റുള്ളൂ അല്ലേ? അപ്പൊ ഇതിന്റെ എനർജി ലെവൽ കൂടുതലാണെന്നാണ് അർത്ഥം. അങ്ങനെ എനർജി ലെവൽ കൂടിക്കഴിഞ്ഞാൽ പിന്നെ എനർജി ലെവൽ റിലീസ് ചെയ്യണം. ഒരിക്കലും ഹൈ എനർജിയിൽ ആർക്കും എക്സിസ്റ്റൻസ് ഇല്ല. ഞാൻ കൈ ഇങ്ങനെ വെച്ച് ഞാൻ അങ്ങനെ പറയാ ഞാൻ അങ്ങനെ വെക്കുള്ളൂ. എത്ര കാലം വെക്കാൻ പറ്റും? എനിക്ക് അതിൻ്റെ ഒരു വാശി, ഞാൻ അങ്ങനെ വെക്കുള്ളൂ. എത്ര നേരം വെക്കാൻ പറ്റും? നമുക്ക് അങ്ങനെ വെക്കാൻ പറ്റില്ല. കാരണം ഇതൊരു ഹൈ എനർജി സ്റ്റേറ്റ് ആണ്. ഇതിന് എനർജി വേണം. അപ്പൊ ഞാൻ എപ്പോഴും പ്രിഫർ ചെയ്ത് എങ്ങനെയാ കുറച്ചുകൂടി കഴിഞ്ഞാൽ ഇരിക്കാം ഞാൻ പ്രിഫർ ചെയ്യും, കുറച്ചുകൂടി കഴിഞ്ഞാൽ കിടക്കാനും പ്രിഫർ ചെയ്യും. കാരണം എനർജീനെ പുറത്തു വിടുന്ന സാധനം അതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വന്നതെന്ന്. അത് എങ്ങനെ റെക്കോർഡ് ചെയ്യാം? നമുക്കിങ്ങനെ റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞാൽ മോളിക്യൂളിനെ പറ്റി അല്ലെങ്കിൽ ബോണ്ടിനെ പറ്റിയുള്ള ഇൻഫർമേഷൻസ് നമുക്ക് കിട്ടും. ഈ ടെക്നിക്കിനെ എന്താ പറയാ? മോളിക്കുലാർ സ്പെക്ട്രോസ്കോപ്പി എന്ന് പറയും. പ്രത്യേകം ശ്രദ്ധിക്കുക, മോളിക്കുലാർ സ്പെക്ട്രോസ്കോപ്പിയാണ്. കാരണം മോളിക്യൂൾസ് ആണ് ഈ എനർജി കൂടുതലായിട്ട് മുകളിലേക്കും താഴേക്കും വരുന്നത്. ഓക്കെ, അപ്പൊ ഈ ടെക്നിക്കിൽ ഉപയോഗിക്കുന്ന ചില റേഡിയേഷൻസ് ആണ് ഇതിൽ കാണിച്ചിരിക്കുന്നത്. ഒരുപാട് റേഡിയേഷൻസ് ഉണ്ട് അല്ലേ? റേഡിയോ വേവ്, മൈക്രോവേവ്, ഇൻഫ്രാറെഡ്, വിസിബിൾ ലൈറ്റ്, അൾട്രാ വയലറ്റ്, എക്സ്റേ ആൻഡ് ഗാമ. നിങ്ങൾക്ക് അറിയാതെ ഇതിനെ പറയുന്ന പേരെന്താണ്? ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രം എന്നാണ് പറയുന്നത്. ഇയാളെ പരിചയം ഉണ്ടാവുമല്ലോ റേഡിയോ വേവിനെ അല്ലെ? റേഡിയോ വേവ് എന്തിനാ നമ്മൾ ഉപയോഗിക്കുന്നത്? റേഡിയോ വേവിന് തരംഗദൈർഘ്യം വളരെ കൂടുതലല്ലേ? എന്തിനാ ഉപയോഗിക്കുന്നത്? കമ്മ്യൂണിക്കേഷനാണ് ഉപയോഗിക്കുന്നത്. തൊട്ടടുത്ത് മൈക്രോവേവ് ഉണ്ട്, മൈക്രോവേവ് കുക്കിംഗ് അല്ലേ? അത് കഴിഞ്ഞാൽ ഇൻഫ്രാറെഡ് ഉണ്ട്. നമുക്ക് ഇപ്പോൾ ഇൻട്രസ്റ്റ് ആയിട്ടുള്ള സാധനം എന്താണ്? ഇൻഫ്രാറെഡ് ആണ്. അപ്പൊ ഇൻഫ്രാറെഡ് ഈ റീജിയനിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇവിടെ എല്ലാം ഒക്കെ ഉണ്ട്, എല്ലായിടത്തും ഈ വേവുകളൊക്കെ എല്ലായിടത്തും ഉണ്ട്. ഓക്കെ, നമുക്കതിന് ഇൻഫ്രാറെഡിനെ സെലക്ട് ചെയ്യാം. എന്താണ് സംഭവിക്കുന്നത് നോക്കുക. ഇൻഫ്രാറെഡ് റേ ഇതാണ് വാട്ടർ മോളിക്യൂൾ, ഒരു ഓക്സിജനും 2 ഹൈഡ്രജനും. ഇൻഫ്രാറെഡ് റേസ് വാട്ടർ മോളിക്യൂളിന്റെ മുകളിൽ ഫോൾ ചെയ്യുന്നു. ഉണ്ടാകുന്ന ഇഫക്റ്റ് എന്താണ്? വാട്ടർ വിൽ വൈബ്രേറ്റ്. വാട്ടർ വിൽ ബി ആക്ച്വലി ഇൻ എ മോളിക്കുലാർ ഡാൻസ്. മോളിക്യൂൾ ഡാൻസ് ചെയ്യാൻ പോകുന്നു. ഒരു കാര്യം കൂടി ഞാൻ പറയാം. ഈ പറയുന്ന സമയത്ത് ഇൻഫ്രാറെഡ് വാട്ടർ മോളിക്യൂളിന്റെ മേലെ വീണാൽ അത് വൈബ്രേറ്റ് ചെയ്യും. മൈക്രോവേവ് ആണ് വീഴുന്നെങ്കിൽ അത് വൈബ്രേറ്റ് ചെയ്യല്ല ചെയ്യുക. എന്താ ചെയ്യുക? അത് റൊട്ടേറ്റ് ചെയ്യുക. അതുകൊണ്ടാണ് നിങ്ങളുടെ മൈക്രോവേവ് ഓവനിൽ നമ്മൾ പുറമേ നിന്ന് തീ കത്തിക്കുന്നുണ്ടോ? ഇല്ല. മൈക്രോവേവ് ഓവനിൽ നിങ്ങൾ കേക്ക് പ്രിപ്പയർ ചെയ്യാമെന്ന് വിചാരിച്ചോ? എന്താ സംഭവിക്കുന്നത്? മൈക്രോവേവ് കേക്കിൻ്റെ ഉള്ളിലേക്ക് വരുമ്പോൾ എന്താ ഉണ്ടാകുന്നത്? വാട്ടർ മോളിക്യൂൾസ് കിടന്ന് കറങ്ങാൻ തുടങ്ങും. കറങ്ങുന്ന സമയത്ത് എന്ത് സംഭവിക്കും? കറങ്ങുന്ന സമയത്ത് റൊട്ടേഷണൽ എനർജി ഉണ്ട് അല്ലേ? അത് എനർജി റിലീസ് ചെയ്യും. ആ എനർജി എന്തായിട്ടാണ് റിലീസ് ചെയ്യുന്നത്? ഹീറ്റ് ആയിട്ടാണ് റിലീസ് ചെയ്യുന്നത്. അതിന് ഇന്റേണൽ ഹീറ്റിംഗ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഒരുപാട് നേരം മൊബൈൽ ഫോണൊക്കെ പിന്നെ ചെവിയിൽ വെച്ച് നിൽക്കുന്നവർ ശ്രദ്ധിക്കുക. റേഡിയോ വേവിന്റെ കൂടെ എന്ത് വേവും കൂടി വരുന്നുണ്ട്? കുറച്ച് മൈക്രോ വേവും കൂടി വരുന്നത്. അതാണ് നമ്മൾ റേഡിയേഷൻ മൈക്രോ വേവും കൂടി വരുന്നുണ്ട്. മൈക്രോവേവ് ഇവിടെ വന്നാലുള്ള കാര്യം നിങ്ങൾക്ക് അറിയാം. ഇവിടെയൊക്കെ എന്തായിട്ട് മാറും? ഇവിടുത്തെ സെല്ലൊക്കെ കുക്കഡപ്പായി മാറും, കുക്ക് ചെയ്ത മാതിരിയായിട്ട് മാറും. കാരണം അതിൻ്റെ ഉള്ളിലുള്ള വാട്ടർ കിടന്ന് കറങ്ങും. അതുകൊണ്ടാണ്. ഓക്കെ, അത് പോട്ടെ, നമുക്കത് ഇപ്പം അത്ര ഇൻട്രസ്റ്റഡ് അല്ല. നമുക്ക് ഇൻഫ്രാറെഡ് റേസിന് നോക്കാം. നോക്കൂ, ഇൻസ്ട്രുമെന്റ് വളരെ സിമ്പിൾ ആയിട്ട് ഇത്രയേ ഉള്ളൂ. ഒരു ലൈറ്റ് ഉണ്ട്, സോഴ്സ് ഓഫ് ലൈറ്റ്, അത് ഇൻഫ്രാറെഡ് ആണ്. നിങ്ങളെ സാമ്പിള് വെള്ളം ഇവിടെ വെക്കുക. ഇത് നിങ്ങളുടെ ഡിറ്റക്ടർ. അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ വെള്ളമുണ്ടെങ്കിൽ വെള്ളത്തിന് മാത്രം 1, 2, 3 കണ്ടോ? 3 പീക്കുകൾ കണ്ടോ? 1, 2, 3 പീക്കുകൾ എന്തിനു കിട്ടും? വെള്ളത്തിന് കിട്ടും. പ്രപഞ്ചത്തിൽ എവിടെ വെള്ളമുണ്ടെങ്കിലും ഇൻഫ്രാറെഡ് സ്പെക്ട്രോസ്കോപ്പി ഉപയോഗിച്ച് സാമ്പിൾ ടെസ്റ്റ് ചെയ്താൽ വെള്ളത്തിന് എപ്പോഴും എത്ര കിട്ടും? 3 പീക്കുകൾ. പ്രത്യേകം കാണുന്നുണ്ടോ? എത്ര ഒരു വിസിബിൾ ഒന്നുകൂടി കാണിക്കാം. ഞാൻ കാണിക്കാം ഒന്നുകൂടി. 3 പീക്ക്, 1, 2, 3. ആ 3 പീക്കും ഓരോരോ റേഞ്ചിലാണ് കണ്ടോ? ഇവിടെ വേവ് നമ്പർ എന്ന് എഴുതിയിട്ടുണ്ട്. ഞാൻ അതിന്റെ അത്ര ഒരു സയൻസിലേക്കൊന്നും കടക്കുന്നില്ല. എന്നാലും ഓരോ നമ്പറുകൾ ഉണ്ട് ഇതിന് പ്രത്യേകം. ആ നമ്പറിന്റെ കൂടെ തന്നെ വരുള്ളൂ. ഓരോ ഫ്രീക്വൻസിക്ക് അതേ കറക്റ്റ്. കാരണം വൈബ്രേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? വൈബ്രേഷൻ എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഇഫക്റ്റ് എങ്ങനെയാ പഠിക്കുക? ഫ്രീക്വൻസിയാണ് അല്ലെ? നമ്മൾ ഗിറ്റാർ പ്ലേ ചെയ്യുമ്പോഴും വൈബ്രേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഗിറ്റാർ പ്ലേ ചെയ്യിക്കുമ്പോൾ അതിനൊരു ഫ്രീക്വൻസി ഇല്ലേ? അതിനൊരു ഫ്രീക്വൻസി ഉണ്ട്. ഇതേ സെയിം സാധനം തന്നെയാണ്. സിമ്പിൾ പെൻഡുലം നിങ്ങൾ പഠിച്ചിട്ടുള്ള
സിമ്പിൾ പെൻഡുലം വൈബ്രേഷന് എക്സാമ്പിളാണ്. വൈബ്രേഷൻ എക്സാമ്പിളാണ്. നമുക്ക് നോക്കാം എങ്ങനെയാണ് ഈ 3 പീക്ക് നമുക്ക് കിട്ടുന്നതെന്ന് നമുക്ക് കുറച്ച് തിയറിറ്റിക്കലായിട്ട് നമുക്ക് നോക്കാം. പ്രത്യേകം ശ്രദ്ധിക്കണം. രാവിലെ ആയതുകൊണ്ട് അല്ലേ, ബോറടിക്കുന്നില്ലല്ലോ, ഉണ്ടോ? പ്രത്യേകം ശ്രദ്ധിക്കുക. ആദ്യം മുതൽ തുടങ്ങാം. ഫിസിക്സ് ആദ്യം മുതൽ തുടങ്ങാം. ഞാൻ ഇവിടെയാണ് നിൽക്കുന്നത് എന്നെനിക്ക് പറയണമെങ്കിൽ എന്തിന്റെ സഹായം വേണം? ഞാൻ ഇവിടെയാണ് നിൽക്കുന്നത്. ഇവിടെ എന്ന് പറഞ്ഞാൽ ഇപ്പൊ സ്റ്റേജിന്റെ മുകളിലാണ് നിങ്ങൾ പറയുക, അങ്ങനെയല്ല. ഞാൻ ഈ പൊസിഷനിലാണ് നിൽക്കുന്നതെന്ന് പറയണമെങ്കിൽ, എനിക്ക് കൃത്യമായി പറയണമെങ്കിൽ എന്ത് വേണം? ഏതാ? ഡയമെൻഷൻസ്. ഡയമെൻഷൻസിന്റെ ഫണ്ടമെന്റൽ ആയിട്ട് നമുക്ക് എന്ത് വേണം? XYZ പറയണം അല്ലേ? XYZ പറയണം അല്ലേ? അപ്പൊ പൊസിഷൻ കോർഡിനേറ്റ് അതിന് പറയാം. എന്താ പറയാ? പൊസിഷൻ കോർഡിനേറ്റ് XYZ. ഓക്കെ. അപ്പൊ എന്റെ മോഷൻ എന്തിനനുസരിച്ചിരിക്കുന്നു? ഇതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു എന്റെ മോഷൻ അല്ലേ? എന്റെ ടോട്ടൽ മോഷൻ എന്ന് പറഞ്ഞാൽ എന്തൊക്കെ ടൈപ്പ് മോഷൻസ് എനിക്കുള്ളത്? എന്റെ ടോട്ടൽ മോഷൻ എന്തോ ആയിക്കോട്ടെ, അതിനെ വേണമെങ്കിൽ എനിക്ക് ഒരു കാര്യം കൂടി വിളിക്കാം, ഡിഗ്രി ഓഫ് ഫ്രീഡം. എന്താ പറയാ? ഡിഗ്രി ഓഫ് ഫ്രീഡം. എനിക്ക് എങ്ങോട്ട് പോവാം, അങ്ങോട്ട് പോവാം, കൈ ഇങ്ങനെ ആക്കാം, ഇതൊക്കെ എന്റെ ഡിഗ്രി ഓഫ് ഫ്രീഡം ആണ്. അതുപോലെ മോളിക്യൂളിന് എന്തുണ്ട്? ഡിഗ്രി ഓഫ് ഫ്രീഡം ഉണ്ട്. കിടന്ന് കറങ്ങാം അല്ലേ, എനിക്ക് വൈബ്രേറ്റ് ചെയ്യാം, എനിക്ക് അങ്ങോട്ട് ഇങ്ങനെ നടക്കാം, ഇങ്ങോട്ട് നടക്കാം, വീണു. ഇതൊക്കെ എൻ്റെ എന്താണ്? ഒക്കെ ഡിഗ്രി ഓഫ് ഫ്രീഡം ആണ്. എൻ്റെ ഡിഗ്രി ഓഫ് ഫ്രീഡം കണ്ടുപിടിക്കണമെങ്കിൽ അത് 3 എണ്ണത്തിന്റെ സമ്മാണ്. ഒന്ന് എന്താണ്? ട്രാൻസ്ലേഷണൽ മോഷൻ, റൊട്ടേഷണൽ മോഷൻ ആൻഡ് വൈബ്രേഷണൽ മോഷൻ. 3 തരത്തിലുള്ള മോഷനാണ് നമുക്ക് ഉള്ളത്. ഞാൻ കാണിക്കാം 3 തരത്തിലുള്ള മോഷൻ എങ്ങനെയാണ് കാണുന്നത്. അപ്പൊ എൻ്റെ ടോട്ടൽ ഡിഗ്രി ഓഫ് ഫ്രീഡം ഞാൻ എഴുതുന്നത് എങ്ങനെയാ? 3 × n എന്നാണ്. 3 × n എന്നാണ്. 3 എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. 3 എന്ന് പറഞ്ഞാൽ എന്താണ്? XYZ, കാർട്ടീഷ്യൻ കോർഡിനേറ്റ് XYZ. n എന്ന് പറഞ്ഞാൽ എന്താണ്? എൻ്റെ കൈകളുടെ ഫ്രീഡം ആണ് എനിക്ക് പറയേണ്ടതെങ്കിൽ ആ n എത്രയായിരിക്കും? n is 2. എനിക്ക് 2 കൈയുണ്ട്, 2. ഒരു മോളിക്യൂളിന്റെ ഡിഗ്രി ഓഫ് ഫ്രീഡം ആണ് എനിക്ക് പറയേണ്ടതെങ്കിൽ ഞാൻ n എന്ന് പറഞ്ഞാൽ എന്തെടുക്കും? എത്ര ആറ്റം ഉണ്ട്, വളരെ കറക്റ്റ് അല്ലേ? എത്ര ആറ്റം ഉണ്ട്? H2O എത്ര ആറ്റം ഉണ്ട്? 3 ആറ്റം ഉണ്ട്. അപ്പൊ 3n എന്ന് പറഞ്ഞാല് വാട്ടറിന്റെ ടോട്ടൽ ഡിഗ്രി ഓഫ് ഫ്രീഡം എത്രയാ? 3 × 3 9 ആണ്. വാട്ടറിന് 9 തരത്തില് ഡിഗ്രി ഓഫ് ഫ്രീഡം ഉണ്ട്. 3 × 3 മനസ്സിലാക്കുക. ഓക്കെ, നമുക്ക് കുറച്ചുകൂടി എളുപ്പമാണ്. 3n എന്നുള്ള കാര്യം മനസ്സിലെപ്പോഴും ആലോചിക്കുക. ഞാൻ പറയാൻ പോകുന്ന നെക്സ്റ്റ് കാര്യം. ഓക്കെ, നമുക്ക് 3 തരത്തിലുള്ള മോഷൻ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. റൊട്ടേഷണൽ, ട്രാൻസ്ലേഷണൽ മോഷൻ, റൊട്ടേഷണൽ മോഷൻ ആൻഡ് വൈബ്രേഷണൽ മോഷൻ. ഞാൻ കുറച്ചുകൂടി അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഇതാണ് നമ്മുടെ വൈബ്രേഷണൽ മോഷൻ എന്ന് പറഞ്ഞാൽ. കണ്ടോ, വൈബ്രേഷണൽ മോഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഗിറ്റാർ കമ്പനം ചെയ്യിക്കുക ചെയ്യുന്നത് അല്ലേ? അതിന്റെ ഫ്രീക്വൻസി ഉണ്ട്, അത് വൈബ്രേഷൻ ആണ്. അതേപോലെ തന്നെ ഇങ്ങനെ ഒരു ഡംബൽ ഷേപ്പിലുള്ള ഒരു സാധനം നമ്മൾ എടുത്തു എന്ന് വിചാരിച്ചോ. ഈ 2 മാസിനെ നമ്മളൊരു സ്പ്രിങ്ങുമായിട്ട് ബന്ധിപ്പിച്ചു. നിങ്ങൾക്ക് ഇപ്പൊ തന്നെ മനസ്സിലാക്കാം, OH എന്ന് മനസ്സിലാക്കാം. ഒരറ്റത്ത് ഓക്സിജനും ഒരറ്റത്ത് ഹൈഡ്രജനും. അതിനെ ഞാനൊരു സ്പ്രിങ് കൊണ്ട് ബന്ധിപ്പിക്കാന്ന് വിചാരിച്ചോ. എങ്ങനെയാ അത് വൈബ്രേറ്റ് ചെയ്യുക? അതെങ്ങനെ വൈബ്രേറ്റ് ചെയ്യുക? യെസ്, കറക്റ്റ്. ഇങ്ങനെയാണ് വൈബ്രേറ്റ് ചെയ്യുക അല്ലേ? ഇങ്ങനെയാണ് വൈബ്രേറ്റ്. വേറെ രീതിയിൽ വൈബ്രേറ്റ് ചെയ്യാൻ ഇങ്ങനെയാണ് വൈബ്രേറ്റ് ചെയ്യുക. ഒറ്റ വൈബ്രേഷൻ മാത്രമേ അതിനുള്ളൂ. ഒറ്റ അങ്ങനെയാണ് സ്പ്രിങ് വൈബ്രേറ്റ് ചെയ്യുന്നത്, എങ്ങനെയാണല്ലോ അല്ലേ? അപ്പോൾ ഇതൊക്കെ പലതരത്തിലുള്ള വൈബ്രേഷൻസ് ആണ്. ഇതും ഒരു തരത്തിലുള്ള വൈബ്രേഷൻ ആണ്. പയ്യൻ ചെയ്യുന്നത് കണ്ടോ? അങ്ങനെ രാവിലെ നിങ്ങൾ എക്സസൈസ് ചെയ്യുന്നത് ഇങ്ങോട്ട് അല്ലേ? ഇതൊക്കെ എന്താണ്? ഇതും ഒരു തരത്തിലുള്ള വൈബ്രേഷൻ ആണ്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഡാൻസ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ഡാൻസ് ഈസ് എ ടൈപ്പ് ഓഫ് വൈബ്രേഷൻ. ഡാൻസ് ടൈപ്പ് വൈബ്രേഷൻ അതിരി കൂടിയ പ്രശ്നമാണ്. മറ്റേ കണ്ടില്ല നിങ്ങൾ ചില പോപ്പ് മ്യൂസിക്കിലൊക്കെ ഹരം കയറിയിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യം. അപ്പൊ അങ്ങനെ കൂടിക്കഴിഞ്ഞാൽ വൈബ്രേഷൻ കൂടുതലാണ്. എന്തായാലും എല്ലാ ഡാൻസുകളും വൈബ്രേഷൻ എന്ന് പറഞ്ഞ കാറ്റഗറിയിൽ പെടുന്നതാണ്. ഞാൻ ട്രാൻസ്ലേഷൻ മോഷൻ എന്താണെന്ന് പറയാം. വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് ട്രാൻസ്ലേഷണൽ മോഷൻ എന്താണെന്ന് പറയാം. 3 ടൈപ്പ് ട്രാൻസ്ലേഷണൽ, 3 എണ്ണം ഉണ്ട് അല്ലേ? 3 ടൈപ്പ് മോഷൻ ഉണ്ട്. നമ്മളൊരു 3 ഡയമെൻഷണൽ വേൾഡിലാണ് ജീവിക്കുന്നത്. 3 ഡയമെൻഷണൽ വേൾഡ്. ഡയമെൻഷൻ മനസ്സിലാക്കാനാണ് ഞാൻ പറയുന്നത്. മുതിർന്ന കുട്ടികൾക്ക് ഇത് അറിയായിരിക്കും, എന്നാലും ചില കുട്ടികൾ അതിലുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി ഉണ്ടാക്കിയ സ്ലൈഡാണ്. ട്രാൻസ്ലേഷണൽ മോഷൻ 3 എണ്ണം ഉണ്ട് ഒരു മോളിക്യൂളിന്. ഏതൊക്കെയാ അത്? ഒന്ന് 1 ഡയമെൻഷണൽ മോഷൻ. 1 ഡയമെൻഷണൽ മോഷന്റെ എക്സാമ്പിൾ ആണ് അവിടെ കാണിച്ചിരിക്കുന്നത്. ഒരു ഉറുമ്പ്
കണ്ടില്ലേ? ഉറുമ്പ് അയലിന്റെ മുകളിൽ കൂടി പോകുന്ന കണ്ടില്ലേ? ഉറുമ്പിന് അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും മൂവ് ചെയ്യാൻ പറ്റില്ല. ഉറുമ്പിന് എങ്ങനെ മാത്രമേ മൂവ് ചെയ്യാൻ പറ്റുള്ളൂ? ഒന്നുകിൽ ഉറുമ്പിന് ഇങ്ങനെ പോവാം, അല്ലെങ്കിൽ ഉറുമ്പിന് ബാക്കോട്ട്. ഇത്രയേ ഉള്ളൂ. കാരണം അങ്ങോട്ടോ അങ്ങോട്ടോ പോകാൻ പറ്റില്ല. ഒരു നല്ല നൂല് കെട്ടിയിട്ട് അതിലൂടെ ഉറുമ്പിനെ നടത്തിച്ച് നോക്കുക. അങ്ങോട്ട് ഒന്നുകൂടി ഇങ്ങോട്ടും ഇങ്ങോട്ട് നടക്കും. അതാണ് എന്ത്? വൺ ഡയമെൻഷണൽ മോഷൻ എന്ന് പറഞ്ഞാൽ. വൺ ഡയമെൻഷണൽ മോഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഉറുമ്പിനെ പിടിച്ച് നിങ്ങൾ പിന്നെ ഒരു A4 പേപ്പറിൽ വെക്കുക. A4 പേപ്പറിൽ വെക്കുക. ഉറുമ്പിന് 2 ഡയറക്ഷനിലേക്ക് മൂവ് ചെയ്യാൻ പറ്റുള്ളൂ. എങ്ങനെ? ഒന്നിങ്ങനെ ഒന്നിങ്ങനെ അല്ലേ? ഉറുമ്പിന് 2 ഡയറക്ഷനിൽ മൂവ് ചെയ്യാൻ, ഒന്ന് ഉറുമ്പിന് വേണം ഇങ്ങനെ പോവാം, അല്ലെങ്കിൽ ഇങ്ങനെ പോവാം. അങ്ങനെ പോവാം. അതും ഇത് തന്നെയാണ്, ശരിയാണ്. പക്ഷെ ഒരിക്കലും ഇങ്ങനെ പോകാൻ പറ്റില്ല. പേപ്പറിന് ഔട്ടിലേക്ക് പോകാൻ പറ്റില്ല. നിങ്ങൾ അങ്ങനെ പോയാലും XY ആക്സിസ് തന്നെയാണ് അതിനെ ഗൈഡ് ചെയ്യുന്നത്. നിങ്ങൾ ഇങ്ങനെ പോയാലും എങ്ങനെ പോയാലും പേപ്പറിൽ ഇങ്ങനെയല്ലേ പോകുള്ളൂ. X ആൻഡ് Y ഡയറക്ഷനിൽ മാത്രമേ അതിന്, Xഉം Yയും മാത്രമേ അതിന് ആക്സസ് ഉള്ളൂ. ഈ സെറ്റ് വേണമെങ്കിൽ എങ്ങനെ വേണം? അത് പേപ്പറിന്റെ ഔട്ടിലേക്ക് ഇറങ്ങി വരണം. അങ്ങനെ പറ്റില്ല. അതിന് ഔട്ടിലേക്ക് പറഞ്ഞാൽ പേപ്പറിന്റെ അറ്റത്തൂടി പുറത്തേക്കല്ല, പേപ്പറിൽ നിന്ന് ഇങ്ങനെ പോകണം. അങ്ങനെ പോകാൻ പറ്റില്ല. ഈ മോഷനാണെന്ന് പറയുന്നത് 2 ഡയമെൻഷനൽ. നിങ്ങളെ സിനിമയൊക്കെ 2 ഡയമെൻഷനൽ സിനിമകളുണ്ട് അല്ലേ? 2 ഡയമെൻഷനൽ. നിങ്ങളുടെ സ്ലൈഡ്, പ്രൊജക്ടർ സ്ലൈഡ് കാണിക്കുന്നത് 2 ഡയമെൻഷനിലാണ്. 2 ഡയമെൻഷൻ, 2 ആക്സിസ് മാത്രമേ അതിനുള്ളൂ. അതിന് ഇങ്ങനെ ഒരു കമ്പോണന്റ് ഇല്ല. അങ്ങനെ കമ്പോണന്റ് ഉണ്ടെങ്കിൽ പിന്നെ നേരത്തെ കാണിച്ച സാധനങ്ങളൊക്കെ നിങ്ങൾ നേരെ ഇങ്ങനെ വന്നേനെ, 3D ഫിലിം മാതിരി അല്ലേ? 3D ഫിലിം മാതിരി. അതുകൊണ്ട് അതാണ് രണ്ടാമത്തെ ഡയമെൻഷൻ, 2 ഡയമെൻഷൻ. നോക്ക്, മൂന്നാമത്തെ എന്താണ്? 3 ഡയമെൻഷനൽ മോഷനാണ്. ഈ ഉറുമ്പ് തന്നെ ഒരു നാരങ്ങയുടെ മുകളിൽ കൂടി പോകാന്ന് വിചാരിച്ചു. നാരങ്ങ ചുറ്റുകയാണെങ്കിൽ അതിന് എല്ലാ ഡയറക്ഷനിലേക്കും പോവാം. അതിനെന്ന് പറയുന്നത് 3D. ഇതൊക്കെ വളരെ ഫിസിക്കൽ എക്സാമ്പിൾസ് ആണ്. കൃത്യമായി നോക്കിയാൽ ശരിയാണോ തെറ്റാണോ എന്നൊക്കെ പറയേണ്ടി വരും. എന്നാലും സാധാരണ ഒരു ആൾക്കൊരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ട് പറയുന്നതാണ്. ഞാൻ ഇത്രേ പറയുന്നുള്ളൂ. ടോട്ടൽ മോഷൻ എന്ന് പറഞ്ഞാൽ എന്തൊക്കെ കൂടിയതാണ്? ട്രാൻസ്ലേഷണൽ, റൊട്ടേഷണൽ ആൻഡ് വൈബ്രേഷൻ. അതിൽ ട്രാൻസ്ലേഷനിൽ 3 എണ്ണം ഉണ്ട്. പ്രത്യേകം മനസ്സിലായില്ലേ? ട്രാൻസ്ലേഷണൽ 3 എണ്ണം. റൊട്ടേഷണൽ ആണെങ്കിലോ? റൊട്ടേഷണൽ 3 എണ്ണം ഉണ്ട് അല്ലേ? റൊട്ടേഷനാണ്. ഞാൻ ഇങ്ങനെ ഒരു സാധനം എടുക്കുകയാണ്, ഇങ്ങനെ ഒരു സിലിണ്ടർ എന്തെങ്കിലും ഒരു സാധനം എടുക്കുകയാണ്. അതിന് ഇങ്ങനെ ഒരു ആക്സിസ് ഉണ്ട് അല്ലേ? ഇങ്ങനെ കറങ്ങാം അല്ലേ? ഞാൻ ഇങ്ങനെ ഒരു സാധനം എടുക്കുകയാണ്. ഇതെങ്ങനെ അത് റൊട്ടേറ്റ് ചെയ്യുക? ഏതൊക്കെ ടൈപ്പ് റൊട്ടേഷൻ ഉണ്ട്? ഇങ്ങനെ ഒരു ആക്സിസിൽ റൊട്ടേറ്റ് ചെയ്യുക. ഇങ്ങനെ ആക്സിസ് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഇങ്ങനെ കറങ്ങുന്നത് അല്ലേ? ഇങ്ങനെ കറങ്ങും. രണ്ടാമത് ഒരു ആക്സിസ് കാണിച്ചിരിക്കുന്നുണ്ടോ? ഇങ്ങനെയാണ്. മനസ്സിലാകുന്നുണ്ടോ? ചിത്രം കൂടി നോക്കണം. ഇങ്ങനെയാണ്. അപ്പൊ എങ്ങനെ കറങ്ങും? അല്ലേ? ഇങ്ങനെ കറങ്ങും. മൂന്നാമതൊരു ആക്സിസ് കൂടി ഉണ്ടോ? അതിന് ഉണ്ട്. അതെങ്ങനെയാ? ഇങ്ങനെ കറങ്ങും. 3 ടൈപ്പ് കറക്കങ്ങളുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ഒരു ലീനിയർ ടൈപ്പ് സ്ട്രക്ചറിന് ശരിക്കും 2 ടൈപ്പ് കറക്കേ ഉള്ളൂ എന്നാ പറയാ. അതാണ് ഇതും സർ. ഓക്കെ, 3 ടൈപ്പ് കറക്കമുണ്ടല്ലോ അല്ലെ? 3 ആക്സിസില്. നമ്മൾ വെള്ളത്തിനെ നോക്കാം, നമ്മുടെ വാട്ടറിനെ നോക്കാം. കണ്ടോ? വാട്ടർ റൊട്ടേറ്റ് ചെയ്യുന്നത് കണ്ടോ? വാട്ടർ ഏതൊക്കെ ആക്സിസിൽ റൊട്ടേറ്റ് ചെയ്യും? H2 ആണ്. ഇത് ഓക്സിജൻ, 2 ഹൈഡ്രജൻ. ഇങ്ങനെ ആക്സിസിൽ റൊട്ടേറ്റ് ചെയ്യാം. കണ്ടോ റൊട്ടേഷൻ കാണിച്ചിരിക്കുന്നത്? എങ്ങനെ റൊട്ടേറ്റ് ചെയ്യാം? ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യാം. പിന്നെ ഇങ്ങനെ ഒരു ആക്സിസ് ഉണ്ടായി ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യാം. ഇപ്പൊ എത്ര റൊട്ടേഷൻ ഉണ്ട്? 3 റൊട്ടേഷൻ. ഇപ്പൊ പറഞ്ഞ കാര്യം ഒന്നുകൂടി പറയണം. ട്രാൻസ്ലേഷണൽ, വാട്ടറിന്റെ കേസ് തന്നെ എടുത്തോ. ട്രാൻസ്ലേഷണൽ മോഷൻ എത്ര ഉണ്ട്? 3 എണ്ണം. റൊട്ടേഷണൽ മോഷൻ 3 എണ്ണം. ഇനി ഒരാളും കൂടി ബാക്കിയുണ്ട്. അതാരാ? വൈബ്രേഷൻ ആണ്. അതിനെപ്പറ്റി പറയാൻ ഇപ്പം ബുദ്ധിമുട്ടുണ്ട്. അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. വാട്ടറിന് എത്ര വൈബ്രേഷൻ ഉണ്ടെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്ക് 2 ഇൻഫർമേഷൻ മാത്രമേ ഉള്ളൂ. ട്രാൻസ്ലേഷണൽ 3, റൊട്ടേഷണൽ 3. 3 + 3 6. ഇനി ഒരാളും കൂടി കിട്ടാനുണ്ട്. അതാരാണ്? വൈബ്രേഷൻ. നോക്കാം നമുക്ക് എങ്ങനെ കിട്ടും. നമുക്ക് ടോട്ടൽ എത്രയാണ്? ടോട്ടൽ ഡിഗ്രി ഓഫ് ഫ്രീഡം 9 ആണ്. അതായത് 3 × n 3n അല്ലേ? അപ്പൊ ടോട്ടൽ എത്രയാണ് നോക്കുക. നമ്പർ ഓഫ് വൈബ്രേഷൻസ് കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? ടോട്ടല് 3n ആണ്. അതായത് 3 എന്ന് പറഞ്ഞാൽ കാർട്ടീഷ്യൻ കോർഡിനേറ്റ്സ്, n എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ആറ്റംസ്. എത്രയാ വാട്ടറിൽ? 3 എണ്ണം. 3 × 3 എത്രയാ? 9. അതാണ് ടോട്ടല്. നമുക്ക് എന്തൊക്കെ അറിയാം? റൊട്ടേഷൻ, അതായത് 3 ട്രാൻസ്ലേഷൻ ഉണ്ടെന്ന് അറിയാം, 3 റൊട്ടേഷൻ ഉണ്ടെന്ന് അറിയാം. നമുക്ക് എന്ത് അറിയാനുള്ളത് എന്താണ്?
വൈബ്രേഷൻ. എങ്ങനെ കണ്ടാ പോരെ അല്ലേ? വൈബ്രേഷൻ കാണണമെങ്കിൽ എന്ത് ചെയ്യണം? ടോട്ടലിന് എന്ത് കുറയ്ക്കണം? ടോട്ടൽ എന്ന് പറയാൻ 3 ട്രാൻസ്ലേഷൻ + 3 റൊട്ടേഷൻ, അത് എത്രയാണ്? 6. അപ്പം വെള്ളത്തിന് എത്ര ടൈപ്പ് വൈബ്രേഷൻ ഉണ്ടാവും? 9 - 6 = 3. നോക്കൂ, സ്ട്രക്ചർ വെച്ചിട്ടാണ് നമ്മൾ പറയുന്നത്. നേരത്തെ നമ്മൾ പറഞ്ഞ എന്ത് വെച്ചിട്ടാ? ഇൻഫ്രാറെഡ് സ്പെക്ട്രോമീറ്റർ വെച്ചിട്ട്. അപ്പൊ ഇൻഫ്രാറെഡ് സ്പെക്ട്രോമീറ്ററിൽ എന്താണോ കാണുന്നത് അതേപോലെ തന്നെ. ഇനി നമുക്ക് നോക്കാം വാട്ടർ 3 രീതിയിൽ എങ്ങനെയാണ് വൈബ്രേറ്റ് ചെയ്യുന്നതെന്ന് അല്ലേ? അതിന് എനിക്കൊരാളെ വേണം. ആരെങ്കിലും ഒരാൾ സ്റ്റേജിലേക്ക് വരിക. ആര് വരും? ആരായാലും വന്നോളൂ. വാട്ടർ 3 രീതിയിൽ എങ്ങനെയാ വൈബ്രേറ്റ് ചെയ്യുന്നത് ഇൻഫ്രാറെഡ് അടിക്കുമ്പോൾ? ഇങ്ങനെ തിരിഞ്ഞ് ശ്രദ്ധിക്കുക. ഇത് ഓക്സിജനാണ്, ഇത് ഹൈഡ്രജൻ, ഇത് ഹൈഡ്രജൻ. വി ഷേപ്പാണ്. വാട്ടറാണ് കേട്ടോ, വാട്ടറാണ്. ഓക്കെ, വാട്ടറിന് ഞാൻ പറഞ്ഞു 3 ടൈപ്പ് വൈബ്രേഷൻ ഉണ്ടെന്ന് നമ്മൾ കണ്ടുപിടിച്ചു. അത് ഏതൊക്കെയാണെന്നാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞുതരാം. ഇത് 2 ഹൈഡ്രജൻ, രണ്ടും ഒരേ രീതിയിൽ വൈബ്രേറ്റ് ചെയ്യണം. എങ്ങനെയാ? ഇത് ഉള്ളോട്ടാക്കുക, അങ്ങനെ ചെയ്തോണ്ടിരുന്നോ? ഇതാണ് വാട്ടറിന്റെ ഒരു ടൈപ്പ് വൈബ്രേഷൻ. ഇതിനെ പറയുന്ന പേരെന്താണ്? സിമെട്രിക്. സ്ക്രീനിൽ നോക്കുക, സിമെട്രിക് സ്ട്രെച്ചിങ് എന്നാണ്, സിമെട്രിക് സ്ട്രെച്ചിങ് എന്നാണ് പറയുന്നത്. രണ്ടാമത്തെ നമുക്ക് നോക്കാം. ശരി, റെഡി അല്ലേ? രണ്ടാമത്തേത് അസിമെട്രിക് സ്ട്രെച്ചിങ് ആണ്. നോക്കൂ, ഒരു ബോണ്ട് ചെറുതും ഒരു ബോണ്ട് വലുതും, ഒരു ബോണ്ട് ചെറുതും ഒരു ബോണ്ട് വലുത്, ഒരു ബോണ്ട് വലുത്, അങ്ങനെ കാണിക്കാം. മറ്റേ കണ്ടോ, ഇതെന്താണ്? അസിമെട്രിക് സ്ട്രെച്ചാണ്, അസിമെട്രിക് സ്ട്രെച്ചാണ്. ഇനി വേറെ വൈബ്രേഷൻ എടുത്ത് കാണിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ് കേട്ടോ, കുറച്ച് ബുദ്ധിമുട്ടാണ്. തല താഴണം, 2 ഹൈഡ്രജനും പൊന്തണം. ബെൻഡിങ് ആണ്. തല താഴുക, ഇങ്ങനെ ഒരു വൈബ്രേഷൻ ഉണ്ട്. ഇതിന് പറയുന്ന പേരാണെന്ത്? ബെൻഡിങ് വൈബ്രേഷൻ. ഇങ്ങനെ 3 ടൈപ്പ് വൈബ്രേഷൻ ആണ് ആർക്കുള്ളത്? വെള്ളത്തിനുള്ളത്. ശരി, താങ്ക് യു. അതിദേവ് അല്ലേ? അതിദേവിനെ താങ്ക് യു. ഓക്കെ, അപ്പൊ 3 ടൈപ്പ് വൈബ്രേഷൻ ആണ് വെള്ളത്തിന്റെ. ഇയാൾ കാണിക്കുന്നുണ്ടോ? ഇയാൾ കാണിച്ചതാ സിമെട്രിക് സ്ട്രെച്ചിങ് കേട്ടോ, സിമെട്രിക് സ്ട്രെച്ചിങ്. 2 ആ നീല കാണിച്ചിരിക്കുന്ന ഹൈഡ്രജൻ ആണ്, മറ്റത് ഓക്സിജൻ ആണ് കേട്ടോ. അസിമെട്രിക് സ്ട്രെച്ചിങ്, അസിമെട്രിക് സ്ട്രെച്ചിങ്. മൂന്നാമത്തത് ബെൻഡിങ്, ഇയാൾ കാണിച്ചിരിക്കുന്ന ബെൻഡിങ്. അതിൽ കുറച്ചൊരു വ്യത്യാസമുണ്ട്, മുകളിലേക്ക് പോകുന്നില്ല. എന്തായാലും അതാണ് ബെൻഡിങ് എന്ന് പറയുന്നത്. 3 വൈബ്രേഷൻ. ആ 3 വൈബ്രേഷൻ 3 പീക്ക് നമുക്ക് തരുന്നുണ്ട് ഇൻഫ്രാറെഡ് സ്പെക്ട്രോമീറ്റർ. നമ്മൾ എന്താണോ കടലാസിൽ എഴുതി ചെയ്തത് ആ 3 പീക്ക് ആരും തരുന്നുണ്ട്? ഇൻഫ്രാറെഡ്. കാരണം തന്നെ 3 പീക്ക് ഉണ്ട് കാണാം, സിമെട്രിക് സ്ട്രെച്ച്, അസിമെട്രിക് സ്ട്രെച്ച് ആൻഡ് ബെൻഡ്, സിസേഴ്സ് ബെൻഡ്. ഇപ്പൊ നമ്മൾ കാണിച്ച സിസേഴ്സ് ബെൻഡ്. ഈ 3 പീക്ക് കണ്ട, 3 പീക്കും ചില പ്രത്യേക ലൈനുകളാണ് വരുന്നത്. 3500 അടുത്ത് 2 3500 അടുത്ത് 2 1500 അടുത്ത് 1. ഇങ്ങനെ കിട്ടിയാൽ പ്രപഞ്ചത്തിൽ എവിടെയും ഒരു സാമ്പിൾ എടുത്ത് നിങ്ങൾ പരിശോധിച്ചോ, ഇങ്ങനെ ഒരു പീക്ക് കിട്ടിയാൽ അത് എന്തിന്റെ ആയിരിക്കും? വെള്ളത്തിന്റെ ആയിരിക്കും. ഇനി പ്രത്യേകം ശ്രദ്ധിക്കുക, ഞാൻ പ്രത്യേകം പറഞ്ഞ എപ്പോഴും വെള്ളം തന്നെ വെള്ളമായിരിക്കണമെന്നില്ല. എന്ത് രൂപത്തിലും കാണാം, OH രൂപത്തിൽ, അതായത് ഹൈഡ്രോക്സിൽ രൂപത്തിൽ കാണാം. അത് വെള്ളം ഉണ്ടാകാനുള്ള ചാൻസ് കൂടുതലാണ് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. OH മാത്രവും നമുക്ക് ടെസ്റ്റ് ചെയ്യാം. നമുക്ക് കിട്ടുന്നത് എങ്ങനെയായിരിക്കും? നോക്കൂ, ഇതൊക്കെ ഓരോ കെമിക്കൽ ബോണ്ടുകളുടെ ഫ്രീക്വൻസിയാണ്. ഏതൊക്കെ അളവിൽ അത് വൈബ്രേറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. OH വൈബ്രേറ്റ് ചെയ്യുന്ന ഏതാണ്ട് ഇവിടെയാണ്. ഏതാണ്? 3000 കഴിഞ്ഞിട്ട് ഏതാണ്ട് ഒരു 3500 അടുത്ത്. അതായത് 3500 അടുത്ത് നിങ്ങൾക്ക് ഒരു പീക്ക് കിട്ടിയാൽ അതിന്റെ അർത്ഥം എന്താണ്? അവിടെ OH ഉണ്ട് എന്നുള്ളതാണ്. OH ഉണ്ട് കണ്ടോ, OHന്റെ പീക്ക് കണ്ടോ. OH സ്ട്രെച്ച് എന്ന് പറഞ്ഞ ഈ ഭാഗം വരുന്നത് ഏതാണ്ട് 3500 അടുത്താണ്. 3500 3600 ചെറിയ വ്യത്യാസം ഉണ്ടാവും. ഈ ഭാഗത്ത് ഇങ്ങനെ കിട്ടിയാൽ അവിടെ OH ഉണ്ടെന്നാണ് അർത്ഥം. നോക്കൂ, ഇങ്ങനെയാണ് നമ്മൾ വാട്ടറിനെ അനലൈസ് ചെയ്യുന്നത്. വാട്ടർ ഉണ്ടോ എന്ന് ഡിറ്റക്ട് ചെയ്യുന്നത് ഇങ്ങനെയാണ് അല്ലേ? എന്തൊക്കെ നോക്കിയിട്ടാണ്? വാട്ടറിന്റെ 3 വൈബ്രേഷൻസ്, അതുപോലെ തന്നെ OHന്റെ വൈബ്രേഷൻസ്. സോ ഇതാണ് എനിക്ക് നിങ്ങളോട് ശരിക്കും സത്യം പറഞ്ഞാൽ പറയാനുള്ളത്. ഓക്കെ, ഇപ്പൊ ഞാൻ പറഞ്ഞ റിപ്പീറ്റ് ചെയ്യണല്ലോ, ഒന്നുകൂടി നിങ്ങൾക്ക് മനസ്സിലായല്ലോ അല്ലേ? 3n-6 മനസ്സിലായല്ലോ അല്ലേ? 3n-6 നിങ്ങൾക്ക് ഇതുപോലെ എല്ലാ മോളിക്യൂളിനും അപ്ലൈ ചെയ്യാതെ. പക്ഷേ ഇതിന് ചെറിയ കണ്ടീഷൻ ഉണ്ട്. വാട്ടർ ഒരു നോൺ ലീനിയർ മോളിക്യൂൾ. നോൺ ലീനിയർ എന്ന് പറഞ്ഞാൽ എന്താ? ഇങ്ങനെ വി ഷേപ്പാണ് അല്ലേ? ഇങ്ങനെയുള്ള മോളിക്യൂൾ ഉണ്ട്, നേരെയുള്ള. അതൊക്കെയാ കാർബൺ, 2 ഓക്സിജൻ. അതാരാണ്?
കാർബൺ ഡയോക്സൈഡ് ലീനിയർ അല്ലേ? ലീനിയറിന് ചെറിയൊരു വ്യത്യാസമുണ്ട്. 3n-6 അല്ല, 3n-5 ആണ്. എന്താണ് 3-5 ആണ്. എന്തുകൊണ്ടാണ് 5 വരാൻ കാരണം? 5 വരാൻ കാരണം ഞാൻ നേരത്തെ കാണിച്ച ചിത്രമാണ്. കണ്ടോ? ഇതിന് ഈ റൊട്ടേഷൻ ചേഞ്ച് ഉണ്ടാക്കും, ഈ റൊട്ടേഷൻ ചേഞ്ച് ഉണ്ടാക്കും, പക്ഷേ ഈ റൊട്ടേഷൻ ഒരു ചേഞ്ചും ഉണ്ടാക്കില്ല. അപ്പൊ അതിന് ടോട്ടൽ എത്ര റൊട്ടേഷനേ ഉള്ളൂ? ലീനിയർ ആയിട്ടുള്ള ആൾക്കാർക്ക് എത്രയേ ഉള്ളൂ? 2 റൊട്ടേഷനേ ഉള്ളൂ. ട്രാൻസ്ലേഷൻ എത്ര ഉണ്ട്? 3 3 + 2 5. അപ്പൊ 3n-5. പക്ഷേ വാട്ടറിന്റെ കേസിൽ അങ്ങനെയല്ല, 3n-6. അത് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിൽ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയാൽ കൃത്യമായിട്ട് കാണാൻ പറ്റും. ഓക്കെ, നമുക്കിനി മറ്റുള്ള കാര്യങ്ങളിലേക്ക് പോകാം. പെട്ടെന്ന് അവസാനിപ്പിക്കാം. സർ സമയം കുറച്ച് ഓക്കെ അല്ല, ഒരു 10 to 15 minutes സർ. ഓക്കെ, ഈ കാര്യം സത്യം പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, ഒരു കെമിസ്റ്റ് എന്ന നിലയിലുള്ള നമ്മൾ ഇൻട്രസ്റ്റ് ആണ് ഇതിൻ്റെ അറ്റ്മോസ്ഫിയറിലും അതിൻ്റെ ഇതിലൊക്കെ നമ്മളെ എത്തിക്കുന്നത്. ഓക്കെ, ഇതിൻ്റെ ഒരു അറ്റ്മോസ്ഫിയറിക് കെമിസ്ട്രി, മൂണിൻ്റെ അറ്റ്മോസ്ഫിയർ നമുക്കറിയാം, നമ്മൾ നോ അറ്റ്മോസ്ഫിയർ എന്നാണ് പറയാറുള്ളത്. അതായത് ഇതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് നിങ്ങൾക്കറിയാം, ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് കുറവായതുകൊണ്ട് അതിൻ്റെ സർഫസിൽ ഈ ഗ്യാസിനൊന്നും ഹോൾഡ് ചെയ്ത് നിർത്താൻ അതിനാവുന്നില്ല. അതിൽ ഗ്യാസ് ഫോം ചെയ്യുന്നുണ്ട്, ആ ഗ്യാസൊക്കെ എപ്പോൾ പെട്ടെന്ന് തന്നെ എസ്കേപ്പ് ചെയ്തു പോകും, പുറത്തേക്ക് പെട്ടെന്ന് എസ്കേപ്പ് ചെയ്തു പോകും. അറിയാലോ, ഇപ്പം ഗ്യാസ് ഫോം ചെയ്യുന്നത്, ഇപ്പം പല പുസ്തകങ്ങൾ നമ്മൾ വായിക്കും, ഗ്യാസ് ഫോം ചെയ്യുന്നത് എല്ലാം ഈ മൂണിൻ്റെ ക്രസ്റ്റ് നിന്നാണ്, അല്ലെങ്കിൽ മൂണിൻ്റെ സർഫസിൽ നിന്ന്, അല്ലെങ്കിൽ മൂണിൻ്റെ മണ്ണിൽ നിന്നാണ് ഈ ഇത്തരത്തിലുള്ള ഗ്യാസുകളെല്ലാം ഫോം ചെയ്യുന്നത്. പക്ഷെ അത് ഫോം ചെയ്ത ഉടനെ തന്നെ എന്തായിട്ട് പോകും? അധികവും അത് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഇല്ലാത്തതുകൊണ്ട് അതെല്ലാം പുറത്തേക്ക് പോയി പോകും. അതിൽ പ്രധാനമായിട്ടുള്ള സാധനങ്ങളുള്ളത് നിങ്ങൾ കണ്ടോ? ആർഗൺ, ഹീലിയം, നിയോൺ, സോഡിയം, പൊട്ടാസ്യം, ഹൈഡ്രജൻ. കണ്ടോ? പ്രത്യേകം ശ്രദ്ധിക്കുക, ആർഗൺ, ഹീലിയം, നിയോൺ അല്ലേ? ഹീലിയം, ആർഗൺ അല്ലേ? പണ്ട് ഞങ്ങളെ സ്കൂളിൽ പിന്നെ സയൻസിന്റെ മാഷ് പഠിപ്പിച്ച ഒരു പാട്ടുണ്ട്. അതിങ്ങനെയാണ് പറയുന്നത്: ഹീലിയം, ആർഗോൺ, ക്രിപ്റ്റോൺ, പിന്നെ നിയോണും അപൂർവ വാതകമാണല്ലോ, അധികമെടുക്കാനില്ലല്ലോ. കേട്ടിട്ടുണ്ടാവില്ല, ആ മാഷ് ഉണ്ടാക്കിയ കവിതയാണത്. ഹീലിയം, ആർഗോൺ, ക്രിപ്റ്റോൺ, പിന്നെ നിയോണും അപൂർവ വാതകമാണല്ലോ. അപൂർവവാതകമാണ് അതിന്റെ അർത്ഥം എന്താ? അധികമെടുക്കാനില്ലല്ലോ. അതായത് നമ്മുടെ ഭൂമിയിലെ അവസ്ഥയാണ് പറയുന്നത്. ഹീലിയം, ആർഗോണും, ക്രിപ്റ്റോൺ, നിയോണൊക്കെ എന്താണ്? അപൂർവവാതകങ്ങളാണ്, കുറച്ചേ എടുക്കാനുള്ളൂ. പക്ഷെ അങ്ങനല്ല. അവിടെ നമ്മൾ ഒരു ക്യൂബിക് മീറ്റർ നോക്കിക്കഴിഞ്ഞാൽ ഇത്രയും ആറ്റംസ് ആർഗണിലും ഹീലിയത്തിലും നിയോണിന്റെ ഒക്കെ ഏതാണ്ട് ഇത്രയും ആറ്റംസ് അവിടെ ഉണ്ട്. ഓക്കെ, അവിടെ ഉണ്ട്, അപൂർവവാതകങ്ങളാണ്. അതുപോലെ തന്നെ സോഡിയത്തിന്റെയും പൊട്ടാസ്യത്തിന്റെയും, ഞാൻ പറഞ്ഞ പൊട്ടാസ്യത്തിന്റെയും സോഡിയത്തിന്റെ ഗ്ലോ പലപ്പോഴും നമുക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അമ്പിളിമാമന്റെ ടെമ്പറേച്ചർ ഡേ ടൈമിലും അതുപോലെ നൈറ്റിലും ഉള്ള ടെമ്പറേച്ചർ, ഈ ടെമ്പറേച്ചറിന് വരെ പ്രശ്നമാണ്. കാരണം ആലോചിച്ച് നോക്കൂ, അവിടെ ഇൻസുലേഷൻ ഇല്ല എന്നുള്ളതാണ്. കാരണം തണുപ്പ് എന്തുകൊണ്ട് അത്രയധികം തണുപ്പ് അനുഭവപ്പെടുന്നത്? നമുക്ക് തണുപ്പ് കുറയുന്നത് എന്തുകൊണ്ടാ? അതെ, നമ്മൾ ഇപ്പോൾ പിന്നെ ഒരു അടച്ചിട്ട മുറിയിൽ ഇരിക്കുകയാണെങ്കിൽ നമുക്ക് പുറത്ത് തണുപ്പാണെങ്കിലും ഉള്ളിൽ ചൂടായിരിക്കും അല്ലേ? ഉള്ളിൽ ചൂടായിരിക്കും. അങ്ങനെയുള്ളൊരു അറ്റ്മോസ്ഫിയർ അവിടെ ഇല്ല അല്ലേ? അപ്പൊ ചൂടിന് വരെ അവിടെ പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല എന്നുള്ളൊരു കണ്ടീഷനാണുള്ളത്. ഓക്കെ, നിങ്ങൾക്ക് ഇന്നലെ ചോദിച്ച കുറെ ക്വസ്റ്റ്യൻസിനൊക്കെ പറയുന്നുണ്ടാവും അല്ലേ? ഇതിൽ പ്രധാനപ്പെട്ട ഇതൊക്കെ പോട്ടെ, ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ബേസിക് ആയിട്ടുള്ള ഐസോടോപ്സ് ആണ്, നിങ്ങൾക്ക് അറിയാം അല്ലേ? ഇതിൽ പ്രധാനമായിട്ടുള്ള സാധനങ്ങളാണ് ഹീലിയം 3 ഹീലിയം 4 എന്നുള്ളത് അല്ലേ? അപ്പൊ നേരത്തെ നമ്മൾ അന്വേഷിച്ചു കൊണ്ടിരിക്കുന്ന, ശരിക്കും പറഞ്ഞാൽ ഇതൊന്നും മൊത്തത്തിൽ ശരിക്കും പറഞ്ഞാൽ നന്നായിട്ട് എക്സ്പ്ലോർഡ് ആയിട്ടില്ല. ചിലപ്പോൾ നമുക്ക് ഈ മിഷനോട് കൂടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ പുറത്തേക്ക് വരുമെന്ന് വിശ്വസിക്കപ്പെടുന്നു. ഒരുപാട് ഇൻഫർമേഷൻ ഞാൻ ഇന്നലെ സാറുമായി ഡിസ്കസ് ചെയ്യായിരുന്നു. ഒരുപാട് ഇൻഫർമേഷൻസ് ഇന്റർനെറ്റിൽ അവിടെ എവിടെയൊക്കെ ആയിട്ടുണ്ട്. സാറിനോട് പറയായിരുന്നു, അവിടെ എവിടെയുള്ള ഇൻഫർമേഷൻസ് കൃത്യമായിട്ട് കൂട്ടി യോജിപ്പിച്ച് മാറ്റുമ്പോൾ ശരിക്കുള്ള ഇൻഫർമേഷൻ ആവുന്നുള്ളൂ. ഓക്കെ, അപ്പൊ അതിന്റെ ഒരു പ്രശ്നം ഇതിലുണ്ട്. ഇപ്പൊ ഹീലിയം 3 അന്വേഷിച്ചിട്ടാണ് നമ്മൾ പോകുന്നതെന്നാണ് പറയുന്നത്. ഹീലിയം 3. അപ്പം ബേസിക്കലി അതിന്റെ കെമിക്കൽ പാർട്ടാണ് ഞാൻ പറയുന്നത്. കാരണം ഹീലിയം 3 എത്രത്തോളം അവിടെ ഉണ്ടെന്നോ അത് എവിടെ കാണപ്പെടുമെന്നോ എന്ന് എനിക്കറിയില്ല. എന്നാലും ഹീലിയം 3 എന്ന് പറഞ്ഞാൽ എന്താണ്? ഹീലിയം എന്ന് പറഞ്ഞാൽ ഹീലിയത്തിൽ എത്ര ഉണ്ട് ശരിക്കും? ആരൊക്കെയാ ഉള്ളത് ഹീലിയത്തിൽ? അതെ, സാധാരണ ഉള്ള, അതായത് HE എന്ന് പറഞ്ഞാൽ അല്ലേ, He2 ഒക്കെ പോസിബിൾ അല്ല എന്നൊക്കെ നിങ്ങൾ മറ്റേ ഡയഗ്രം ഒക്കെ വരച്ചിട്ട് ഹയർ സെക്കൻഡറിക്കാരൊക്കെ പഠിക്കുന്നുണ്ടാവും. എന്തേ പോട്ടെ, ഹീലിയം എന്ന് പറഞ്ഞാൽ 2 പ്രോട്ടോണും ഇതെന്താണ്? ന്യൂട്രോൺ ആണ് അല്ലെ? ന്യൂട്രോൺ ചാർജ് ഇല്ല. 2 പ്രോട്ടോണും 1 ന്യൂട്രോണും
പിന്നെ 2 ഇലക്ട്രോണും സ്റ്റേബിൾ ആണോ? സ്റ്റേബിൾ ആണോ? ആണോ? സ്റ്റേബിൾ ആണ്. എന്തുകൊണ്ട് സ്റ്റേബിളാ? 2 പോസിറ്റീവ് ചാർജ് ഉണ്ട്, 2 നെഗറ്റീവ് ചാർജ് ഉണ്ട്, സ്റ്റേബിൾ ആണ്. He2 സ്റ്റേബിൾ ആണോ? അല്ല. He3 സ്റ്റേബിൾ ആണ്. ഇതിന് പ്രധാനപ്പെട്ട പ്രത്യേകത ഉണ്ട്. He2 സ്റ്റേബിൾ ആയതുകൊണ്ട് ഇതിന് എന്തില്ല? ഇതിന് റേഡിയോ ആക്ടിവിറ്റി ഇല്ല. റേഡിയോ ആക്ടിവിറ്റി ഇല്ല. പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മുടെ പ്രധാനപ്പെട്ട നമ്മൾ ഉപയോഗിക്കുന്ന ഫ്യൂവൽസ് യുറാനിയം, അല്ലേ? യുറാനിയം, തോറിയം, ഇതൊക്കെ നമ്മൾ പിന്നെ ആണവ റിയാക്ടറിൽ ഉപയോഗിക്കുമ്പോൾ ഇതൊക്കെ റേഡിയോ ആക്ടിവിറ്റി ഉള്ളതാണ്. അതിനൊക്കെ എന്ത് പുറത്തേക്ക് വരും? വികിരണങ്ങൾ പുറത്തേക്ക് വരും. ആൽഫ, ബീറ്റ, ഗാമ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. വികിരണങ്ങൾ പുറത്തേക്ക് വരും. ഇവിടെ അങ്ങനെ ഉണ്ടാവില്ല. ഒന്ന്. രണ്ടാമത്തത്, ഇതിന് വേസ്റ്റ് ഇല്ല. എന്താണ് ഇവിടെ നടക്കുന്നത്? ഇവിടെ നടക്കാൻ പോകുന്ന പ്രോസസ്സ്, അല്ലെങ്കിൽ ഇവിടെ നടക്കുമെന്ന് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന പ്രോസസ്സ് എന്താണ്? 2 ഹീലിയം-3 തന്മാത്രകൾ കൂടി ചേർന്നിട്ട് എന്തുണ്ടാവും? ഒരു ഹീലിയം-4 ഉണ്ടാവുക എന്നുള്ളതാണ്. ഒരു ഹീലിയം-4. 2 ഹീലിയം തന്മാത്രകൾ എന്ന് പറഞ്ഞാൽ 2 പ്രോട്ടോണും ഒരു ന്യൂട്രോണും, 2 പ്രോട്ടോണും ഒരു ന്യൂട്രോണും കൂടി, ന്യൂക്ലിയസ് ആണ്, ന്യൂക്ലിയർ ഫ്യൂഷൻ ആണ്, കൂടി ചേർന്ന് കഴിഞ്ഞാൽ 2 ഇങ്ങനെയുള്ളൊരു സ്ട്രക്ചർ, അല്ലേ? 2 എന്താ പറയുക, ന്യൂട്രോണും 2 പ്രോട്ടോണും. അത് ഹീലിയം-4കൾ ഉണ്ടാവുന്ന പ്രോസസ്സാണ്. ഫ്യൂഷൻ എന്നാണ് പറയുന്നത്. എന്താ പറയുക? ഫ്യൂഷൻ എന്ന് പറഞ്ഞ പ്രോസസ്. ഇതിലൊരു പ്രശ്നം എന്താണ്? ഫ്യൂഷനിലൂടെ ഉണ്ടാകുന്ന വേസ്റ്റ് എന്ന് പറയുന്നത് ആരാണ്? പുറത്തേക്ക് വരുന്ന ആരാണ്? പ്രോട്ടോൺസേ ഉള്ളൂ. പ്രോട്ടോൺസേ വേസ്റ്റ് ആയിട്ട് പുറത്തേക്ക് വരുന്നുള്ളൂ. പ്രോട്ടോൺസ് അത്രത്തോളം സ്റ്റേബിൾ അല്ല നമുക്കറിയാം, അല്ലേ? പ്രോട്ടോൺസേ വേസ്റ്റ്. ഇപ്പൊ ന്യൂക്ലിയർ വേസ്റ്റുകളില്ല. അപ്പൊ ഇത്തരത്തില് ഫ്യൂവലിന്റെ അഡ്വാൻറ്റേജ് അതാണ്. എന്താണ് അഡ്വാൻറ്റേജ്? ഒന്നാമത്തെ, ഇതിന് റേഡിയോ ആക്ടിവിറ്റി ഇല്ല, സേഫ് ആയിട്ടുള്ള ഫ്യൂവലാണ്. രണ്ടാമത്തത്, ഇതിന് ഫ്യൂഷൻ നടക്കുന്ന സമയത്ത് വേസ്റ്റ് പ്രോഡക്ട്സ് അധികം ഉണ്ടാകുന്നില്ല. കാരണം വേസ്റ്റ് ഉണ്ടായാൽ വലിയ ബുദ്ധിമുട്ടാണ്, നമുക്ക് അതിനെ ഡിസ്പോസ് ചെയ്യണം, അല്ലേ? ഇപ്പൊ ന്യൂക്ലിയർ വേസ്റ്റുകൾ ഡിസ്പോസ് ചെയ്യാന്ന് പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാണ്. നമ്മളെന്താ സാധാരണ ഇപ്പൊ ചെയ്യുന്നത്? ഒരു, അല്ലേ, ബോക്സിൽ അങ്ങോട്ടൊക്കെ അടച്ചു വെക്കുകയാണ് കംപ്ലീറ്റ് ആയിട്ട്. അത് എന്തെങ്കിലും അതിന്റെ ടെക്നോളജി കണ്ടുപിടിക്കുന്ന സമയത്ത് അത് നശിപ്പിക്കപ്പെടും. പക്ഷെ എന്തായാലും ഇതൊക്കെ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. പക്ഷെ ഈ ഒരു കോണ്ടെക്സ്റ്റിലാണ് ഹീലിയം-3 വളരെ ഇമ്പോർട്ടൻ്റ് ആവുന്നത്. ഹീലിയം-3 വളരെ, അതായത് ക്ലീൻ എനർജി എന്നുള്ള കൺസെപ്റ്റിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് നമ്മളത് സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, നമുക്കത് കണ്ടെത്തുമെന്ന് പ്രതീക്ഷിക്കാം. ഓക്കെ, സോ അറ്റ്മോസ്ഫിയറിലാണെങ്കിലും നമുക്കറിയാം നമ്മുടെ എർത്തിന്റെ അറ്റ്മോസ്ഫിയർ എത്ര മനോഹരമാണ്, അല്ലേ? എർത്തിന്റെ അറ്റ്മോസ്ഫിയറിനെ എത്ര മനോഹരമാക്കുന്നത് എന്തൊക്കെയാണ്? അതിന്റെ നീല നിറം, അല്ലേ? രണ്ടാമത്തത് ക്ലൗഡിന്റെ വെള്ള നിറം, അല്ലേ? ആകാശത്തിന് പല കളറുകളുണ്ട് നമുക്കറിയാം, അല്ലേ? ആകാശത്തിന് രാവിലെയുള്ള കളറല്ല വൈകുന്നേരം ഉള്ളത്, അല്ലേ? എത്ര മനോഹരമാണ് നമ്മുടെ ഭൂമി എന്ന് നോക്കൂ. എന്തുകൊണ്ടാണ് ഈ കളർ ഉണ്ടാവുന്നത്? സ്കാറ്ററിങ്, എന്താ പറയാ, സ്കാറ്ററിങ് ഓഫ് ലൈറ്റിനെ പറ്റി 2 പേര് പഠിച്ചിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനമായിട്ട് ഫസ്റ്റ് പഠിച്ചത് റെലെ എന്ന ഫിസിസിസ്റ്റ് ആണ്. റെലെ എന്താ പറഞ്ഞത്? സൂര്യപ്രകാശം കണികകളിൽ തട്ടുമ്പോൾ ഇലാസ്റ്റിക് കൊളീഷൻ നടക്കുന്നു. ഇലാസ്റ്റിക് കൊളീഷൻ എന്ന് പറഞ്ഞാൽ എന്താ? എനർജി ബിഫോർ കൊളീഷൻ ഈസ് ഈക്വൽ ടു എനർജി ആഫ്റ്റർ കൊളീഷൻ. കൂട്ടിമുട്ടുന്നതിന് മുമ്പുള്ള എനർജിയും കൂട്ടിമുട്ടി കഴിഞ്ഞാലുള്ള എനർജിയും ഈക്വൽ ആവുന്ന കണ്ടീഷൻ, അതാണ് പ്രോമിനന്റ് ആയി നടക്കുന്നത്. ആ സ്കാറ്ററിംഗ് ആണ് നമ്മൾ നീല നിറത്തിൽ എവിടെ കാണുന്നത്? ആകാശത്ത് കാണുന്നത്. വൈകുന്നേരം ആകുമ്പം ചുവപ്പിലേക്ക് പോകും, അതെനിക്ക് അറിയാം, അല്ലേ? വൈകുന്നേരം ആകുമ്പോൾ ചുവപ്പിലേക്ക് പോകാൻ, ചുവപ്പ് നിറത്തിന് തരംഗദൈർഘ്യം കൂടുതലാണ്. കാരണം നീല നിറമൊക്കെ അപ്പോഴേക്കും സ്കാറ്റർ ചെയ്ത് പോയിട്ടുണ്ടാവും. ഇല്ല, അവസാനം എന്ത് നിറം മാത്രമേ ഉണ്ടാവുള്ളൂ? ചുവപ്പ് നിറം മാത്രമേ. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട്. പക്ഷേ ഈ ഒരു പ്രോസസ്സ് നടക്കാനൊന്നും ഇല്ലല്ലോ അവിടെ, അല്ലേ? ഈ ഒരു പ്രോസസ്സ് നടക്കാനുള്ള അറ്റ്മോസ്ഫിയർ അവിടെ ഇല്ല, അവിടെ പാർട്ടിക്കിൾസ് ഇല്ല. കാരണം അപ്പൊ സൺലൈറ്റ് ഉണ്ടോയെന്ന് ചോദിച്ചാൽ സണ്ണിന്റെ ഇഫക്റ്റ് ഉണ്ട്, സൺലൈറ്റ് ഉണ്ട്. നിങ്ങൾക്ക് സോളാർ പാനൽ വെച്ചാൽ വർക്ക് ചെയ്യും. പക്ഷെ മൊത്തം ശൂന്യതയല്ലോ, അല്ലേ? ഓക്കെ, നോക്കൂ, ചന്ദ്രനിൽ നിന്നുള്ള മണ്ണിൽ കൃഷി ചെയ്യാൻ പറ്റുമോ? ഒരുപാട് ആൾക്കാർ നടത്തിയ പരീക്ഷണമുണ്ട്. അതായത് മൂണിന്ന് കൊണ്ടുവന്ന് വന്ന മണ്ണിൽ കൃഷി ചെയ്യാൻ പറ്റും. പ്രത്യേകം ശ്രദ്ധിക്കുക, ഇന്നലെ സാറ് പറഞ്ഞു മൂന്നിന്ന് വളരെ കുറച്ച് മണ്ണേ കൊണ്ടുവന്നിട്ടുള്ളൂ, നിങ്ങൾ റിസർച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് പോയി ചോദിച്ചു കഴിഞ്ഞാൽ ആരും തരില്ല. അപ്പൊ എന്താ ചെയ്തത്? ശരിക്കും പറഞ്ഞാൽ അതിനെ നമ്മൾ മിമിക്ക് ചെയ്യുക ചെയ്തത്. അതായത് ഒരു പ്രത്യേക സ്ഥലങ്ങളിലുള്ള മണ്ണെടുത്തിട്ട് പിന്നെ മാർസിന്റെയും അതുപോലെ തന്നെ മൂണിന്റെ ഒക്കെ സോയിലിനെ നമ്മൾ ഇമിറ്റേറ്റ് ചെയ്യുക ചെയ്യുന്നത്. അതുപോലുള്ള കോമ്പോസിഷൻ, അതല്ലേ പറ്റുള്ളൂ നമുക്ക്. ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള കോമ്പോസിഷൻസ് ആണ് നമ്മൾ ഇതിനു വേണ്ടി പരീക്ഷിക്കുന്നത്.
ഇപ്പോൾ പല പഠനങ്ങളുണ്ട്, ഒരുപാട് പഠനങ്ങൾ. ഒരു പഠനത്തിൽ പറയുന്നത് ഏതാണ്ട് ഒരു 50 ദിവസം വരെ ചെടി വളർന്നെന്നും പിന്നെ അത് പോയിന്ന്. കാരണം ഇതിന് ന്യൂട്രിയൻസ് ഇല്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? ഇതിനെ സ്റ്റിമുലേറ്റ് ചെയ്യേണ്ടി വരും. നമ്മൾ മണ്ണ് വെറുതെ എടുത്ത് ഇത്തരം മണ്ണിൽ കൃഷി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പ്രോഡക്റ്റ് ഒന്നും കിട്ടില്ല. എന്ത് ചെയ്യേണ്ടി വരും? നമ്മളതിനെ സ്റ്റിമുലേറ്റ് ചെയ്യേണ്ടി വരും. സ്റ്റിമുലേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മളതിൽ ന്യൂട്രിയൻസ് ആഡ് ചെയ്യേണ്ടി വരും. അങ്ങനെ ന്യൂട്രിയൻസ് ആഡ് ചെയ്തിട്ട് ഒരുപാട് പ്ലാന്റ്സ് ഒക്കെ വളർത്തിയതായിട്ടുള്ള സ്റ്റഡീസ് ഒക്കെ ഉണ്ട്. പക്ഷെ നമുക്കൊരു കൺട്രോൾഡ് അറ്റ്മോസ്ഫിയറിൽ കൃഷി ചെയ്യാൻ പറ്റുമോ എന്നാണ്. സ്പേസിലായാലും മൂണിലായാലും ഒരു കൺട്രോൾഡ് അറ്റ്മോസ്ഫിയറിൽ നമുക്ക് കൃഷി ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ്. വളരെ ചെലവ് പിടിച്ച കാര്യങ്ങളാണ്. കാരണം ഈയിടെ ഒരുപാട് സ്റ്റഡീസ് വന്നിട്ടുണ്ട് LED ലൈറ്റിൽ കൃഷി ചെയ്യാമെന്നുള്ളത്. LED ലൈറ്റ് കൃഷി ചെയ്യാം. പക്ഷെ അതിനുള്ള അറ്റ്മോസ്ഫിയർ നമ്മൾ വളരെ പ്രധാനമാണ്, വളരെ എക്സ്പെൻസീവാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒതുക്കുന്നതിൽ സ്പേസിൽ കൃഷി ചെയ്യാനുള്ള ഒരുപാട് സ്റ്റഡീസ് ഇപ്പോൾ നടന്നു വരുന്നുണ്ട്. ഇതൊക്കെ ഒരു സ്വപ്നങ്ങളാണ് ഇതൊക്കെ. അപ്പം ഇങ്ങനെയുള്ള പിന്നെ ചില ചേംബറുകളിലൊക്കെ കൃഷി ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ഉരുളക്കിഴങ്ങ് പ്രൊഡ്യൂസ് ചെയ്യാം എന്നൊക്കെയുള്ള സ്റ്റഡീസൊക്കെ ഒരുപാട് നടക്കുന്നുണ്ട്. പിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം, നമ്മൾ സയൻസിൻ്റെ ബേസിലെടുത്താൽ നമുക്ക് ഒരുപാട് എക്സ്പെരിമെന്റ് നടത്താൻ പറ്റും. കാരണം മൈക്രോ ഗ്രാവിറ്റി എക്സ്പെരിമെന്റ്സ് എന്താണ്? ഗ്രാവിറ്റി കുറഞ്ഞ സ്ഥലത്ത് ചെടി വളരുമോ? ഗ്രാവിറ്റി കുറഞ്ഞ സ്ഥലത്ത് നമ്മളുടെ ഫിസിക്കൽ ചേഞ്ചുകൾ എന്തൊക്കെയായിരിക്കും? നമ്മളുടെ മറ്റ് മൃഗങ്ങളുടെ ഫിസിക്കൽ ചേഞ്ചസ് എന്തൊക്കെയായിരിക്കും? ബാക്ടീരിയക്ക് എന്ത് ചേഞ്ച് സംഭവിക്കും? വൈറസിന് എന്ത് ചേഞ്ച് സംഭവിക്കും? ഒക്കെ എവിടെ നമുക്ക് നടത്താമാണെങ്കിൽ സ്പേസിലും അല്ലെങ്കിൽ മൂണിലും ഒക്കെ ഈ പരീക്ഷണങ്ങൾ നമുക്ക് നടത്താം. കാരണം അവിടെ മൈക്രോ ഗ്രാവിറ്റി ഒറിജിനലായിട്ട് ഫീൽ ചെയ്യുന്ന സ്ഥലമാണ്. ഞാൻ പറഞ്ഞ കുറച്ച് അഡ്വാൻറ്റേജുകളാണ് ഞാൻ പറയുന്നത്. ഡിസ്അഡ്വാൻറ്റേജ് ഒരുപാടുണ്ട്. പിന്നെ വാക്വം എക്സ്പെരിമെന്റ്സ്. വാക്വം എന്ന് പറയുന്നതാണ് എയർ ഇല്ലാത്ത അവസ്ഥ. നമ്മൾ ഇവിടെ ആണെങ്കിൽ ഉണ്ടാക്കണം അല്ലെ? ഉണ്ടാക്കിയിട്ട് അതിൻ്റെ ഉള്ളിൽ ചെയ്യാൻ പറ്റുള്ളൂ. സ്പേസിലോ അല്ലെങ്കിൽ നമ്മൾ പിന്നെ പ്രത്യേകിച്ച് മൂണിലൊക്കെ പോയി കഴിഞ്ഞാൽ അവിടെ നടത്തുന്ന എക്സ്പെരിമെന്റ്സ് എല്ലാം വാക്വത്തിലാണ് നടത്തുന്നത്. അപ്പോൾ വാക്വം ടൈപ്പ് എക്സ്പെരിമെന്റ്സ് നമുക്ക് നടത്താൻ പറ്റും. അതുപോലെ ഏറ്റവും കൂടുതൽ ഇത് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന പാർട്ടിക്കിൾ ഫിസിക്സിന്റെ സ്റ്റഡീസിലേക്കാണ്. പാർട്ടിക്കിൾ ഫിസിക്സിൽ നമുക്കറിയാം 2 ബെമ്പാർഡ്മെന്റ് അല്ലേ? നമ്മുടെ പിന്നെ കണികകളെ കൂട്ടിമുട്ടിച്ചുകൊണ്ടുള്ള പരീക്ഷണം, സേണിലൊക്കെ പരീക്ഷണം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലേ? അപ്പൊ അതൊക്കെ എല്ലാവരും പറയുന്നുണ്ട് ഇവിടെ നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാക്കും അല്ലെ? പൊല്യൂഷൻ പ്രശ്നങ്ങൾ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കും എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ ആംബ്ലിമാനിൽ വെച്ച് നടത്തിയാൽ ഒരു കുഴപ്പവും ഇല്ല. അവിടുത്തെ കണ്ടീഷൻസ് ഒക്കെ ഓക്കെയാണ്. പാർട്ടിക്കിൾ ആക്സിലറേറ്റേഴ്സ് പോലുള്ള സ്റ്റഡീസ് ഒക്കെ അത്തരം സിസ്റ്റത്തിലൊക്കെ വെച്ച് നടത്താൻ വളരെ യൂസ്ഫുൾ ആണ്. അതുപോലെ തന്നെ സ്റ്റെറൈൽ എൻവയോൺമെന്റ്, അവിടെ ബാക്ടീരിയ ഒന്നുമില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ബയോളജിക്കൽ എക്സ്പെരിമെന്റ് ഒരു കൺട്രോൾഡ് അറ്റ്മോസ്ഫിയറിൽ അവിടെ നടത്തിയാൽ നിങ്ങൾ ഗ്ലൗസ് ഇടണ്ട, അതേപോലെ തന്നെ നിങ്ങളുടെ കയ്യിൽ എഥനോൾ പുരട്ടണ്ട അല്ലേ? നമ്മളിവിടെയൊക്കെ അതൊക്കെ പുരട്ടിയിട്ടാണ് ചെയ്യുന്നത്. നമ്മൾ വളരെ കണ്ടീഷൻഡ് ആയിട്ടുള്ള ഇതിലാണ് ചെയ്യുന്നത്. പക്ഷെ അവിടെ അങ്ങനെയുള്ള സ്റ്റെറൈൽ എൻവയോൺമെന്റ് ഉള്ളത് കൊണ്ട് നമുക്ക് അത്തരം എക്സ്പെരിമെന്റുകൾ നടത്താൻ പറ്റും. ഇതൊക്കെ ചില സ്വപ്നങ്ങളാണ്. ഞാൻ നിങ്ങളോട് ഇപ്പോൾ ഞാൻ എൻ്റെ ടോക്ക് നിർത്താൻ പോവാണ്. ചില സ്വപ്നങ്ങൾ കൂടി പങ്കുവെച്ചിട്ടാണ് നിർത്തുന്നത്. സ്വപ്നങ്ങൾ നിങ്ങൾക്ക് പലതരത്തിലും കാണാം അല്ലേ? സ്വപ്നങ്ങൾ വേണമെങ്കിൽ കളറിൽ കാണാം, ബ്ലാക്ക് ആൻഡ് വൈറ്റിലും കാണാം. തൽക്കാലം ബ്ലാക്ക് ആൻഡ് വൈറ്റിലാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. കുറച്ച് സ്വപ്നങ്ങൾ ഷെയർ ചെയ്യാൻ വേണ്ടി, നാളത്തേക്കുള്ള കുറേ സ്വപ്നങ്ങൾ ഷെയർ ചെയ്യുന്നത് അല്ലേ? ഇതിലുള്ള ചിത്രം ശ്രദ്ധിക്കുക. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഇപ്പം നടക്കുമെന്ന് ഒരിക്കലും വിചാരിക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ്. എന്നാലും ഈ ടെക്സ്റ്റ് ബുക്ക് ഇതൊക്കെ ഷെയർ ചെയ്യുകയാണ് ഇനി ഭാവിയിലേക്ക്. മൂണിൽ നമുക്ക് പവർ ഉണ്ടാക്കുകയാണെങ്കിൽ സൺലൈറ്റ് വെച്ച് പവർ ഉണ്ടാക്കാം, ഇലക്ട്രിസിറ്റി ജനറേറ്റ് ചെയ്യാം. ആ ഇലക്ട്രിസിറ്റിയെ നിങ്ങൾക്ക് മൈക്രോവേവ് തരംഗങ്ങളാക്കി മാറ്റാൻ പറ്റിയാൽ ആ മൈക്രോവേവ് തരംഗങ്ങളെ ഞങ്ങൾക്ക് എങ്ങോട്ട് അയക്കാൻ പറ്റും? ഭൂമിയിലേക്ക് അയക്കാൻ പറ്റും. ഭൂമിയിൽ എത്തുന്ന മൈക്രോവേവ് തരംഗങ്ങളെ തിരിച്ച് നിങ്ങൾക്ക് ഇലക്ട്രിക്കൽ എനർജിയാക്കി മാറ്റാൻ പറ്റിയാൽ കുറച്ചുകൂടി കാര്യങ്ങളായിരിക്കും. കുറച്ചുകൂടി അതിരുകടന്ന, ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു, അതിരുകടന്ന ഭാവനകൾ പലപ്പോഴും നല്ലതാണ്. കാരണം നാളത്തേക്ക് നമുക്ക് ചിലപ്പോൾ അതൊരു മുതൽക്കൂട്ടാവും. ഞാൻ പറഞ്ഞല്ലോ, ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ തൽക്കാലം നമുക്ക് സ്വപ്നങ്ങൾ ഷെയർ ചെയ്യാം. നമുക്കിതുപോലെ മൂണിൽ ഓഫീസുകൾ അല്ലേ? അതുപോലെ ചാർജിങ്, ബാറ്ററി ചാർജ് ചെയ്യാനുള്ള ഡിവൈസുകൾ, അതുപോലെ തന്നെ നിങ്ങൾക്ക് റെയിൽ സംവിധാനങ്ങൾ നല്ല അല്ലേ? കണ്ടോ ഇത്രയും. പിന്നെ നമുക്ക് വളരെ ഇങ്ങനത്തെ സ്പേസിൽ, ഇതൊക്കെ ചിത്രകാരൻ്റെ ഭാവനകളാണ്, വെറുതെ നിങ്ങളോട് ഷെയർ ചെയ്യാൻ തമാശ മാത്രമാണ്. ഇപ്പോൾ നമുക്കിതുപോലുള്ള നല്ല ഗാർഡൻസ് അല്ലേ? കണ്ടോ, ഇതൊക്കെ വെറുതെ തമാശകളാണ്. പക്ഷെ എപ്പോഴും നമ്മൾ ആലോചിക്കുക, ജീവന്റെ കയ്യൊപ്പ് എന്ന് വിളിക്കുന്ന, ജീവന്റെ കയ്യൊപ്പ് എന്നാണ്. ഭൂമിയിൽ ജനിക്കാൻ സിദ്ധിച്ച നമ്മളെല്ലാവരും ഭാഗ്യവാന്മാരാണ് അല്ലേ?
ഈ വർണ്ണസുരഭിയം ഭൂമിയിലല്ലാതെ. കേട്ടില്ലേ പാട്ട്? ഭൂമിയിലല്ലാതെ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ള, ഭൂമിയിലല്ലാതെ. കാരണം അത്ര മനോഹരമാണ് നമ്മുടെ ഭൂമി അല്ലേ. നമ്മുടെ ജീവന്റെ സിഗ്നേച്ചറായ DNA ഇത് കണ്ടെത്താനുള്ള ശ്രമം നമ്മൾ എപ്പോഴും ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇത് കണ്ടെത്താനുള്ള ശ്രമം വേറെ എവിടെയെങ്കിലും ഉണ്ടോ എന്നുള്ളത് അല്ലേ. ഒരുപാട് നമ്മൾ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഒരുപാട് അറ്റംപ്റ്റ് അതുമായിട്ട് ബന്ധപ്പെട്ട് നടത്തുന്നുണ്ട്. റേഡിയോ ഫ്രീക്വൻസി പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് സെൻസറുകൾ വെച്ചിട്ടുണ്ട്. നമ്മൾ റേഡിയോ ഫ്രീക്വൻസി അയക്കുന്നുണ്ട്. എപ്പോഴും നമ്മളുടെ മറ്റൊരു സുഹൃത്തിനെ അല്ലേ, ഈ പ്ലാനറ്റ് സമൂഹത്തിൽ മറ്റൊരു സുഹൃത്തിനെ തേടാനുള്ള ഒരു സ്വപ്നങ്ങൾ അല്ലേ. ഇപ്പം സ്വപ്നങ്ങളാണ്. എപ്പോഴും നമ്മളെ ജന്മത്തിൽ തന്നെ നടക്കണമെന്നില്ല. ഏതെങ്കിലും ജന്മത്തിൽ എപ്പോഴെങ്കിലും അങ്ങനെ നടന്നു കഴിഞ്ഞാൽ നമ്മൾ അറിയാനും പോകുന്നില്ല. പക്ഷെ നമുക്കറിയാമല്ലോ, സയൻസ് എയിം ചെയ്യുന്നത് തലമുറകൾക്ക് വേണ്ടിയാണ്. നമ്മുടെ കാലത്ത് തന്നെ അതിൻ്റെ ബെനിഫിറ്റ് കിട്ടണമെന്നില്ല, തലമുറകൾക്ക് വേണ്ടിയാണ്. അല്ലെങ്കിൽ എത്രയോ കാലം കഴിഞ്ഞ്, അതാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ, ഒരു 500, 600 അല്ലെങ്കിൽ 1000 കൊല്ലോ കഴിഞ്ഞ് നമ്മളെ നേരെ വരുന്ന ഒരു ഉൽക്കയെ പൊട്ടിക്കാൻ വേണ്ടി നമ്മൾ ഇന്ന് തന്നെ മിസൈൽ അയക്കുന്നു. പക്ഷേ പ്രത്യേകം ശ്രദ്ധിക്കുക, 1000, 500, 1000 കൊല്ലം കഴിഞ്ഞാൽ നമ്മുടെ മക്കളോ ജീവിച്ചിരിക്കില്ല. പക്ഷെ നമുക്കൊരു കർത്തവ്യമുണ്ട്, നമ്മൾ ഇന്നത്തെ തലമുറ ചെയ്യേണ്ട കർത്തവ്യം. അതിനുവേണ്ടി നമ്മൾ എപ്പോഴും നിരന്തരം ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു. നമ്മുടെ അന്വേഷണങ്ങൾ നമ്മൾ തുടർന്നുകൊണ്ടേയിരിക്കുന്നു അല്ലേ. എന്തൊക്കെ കവി പാടിയാലും നമ്മൾ ഇനിയും അത്തരം അന്വേഷണങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കും. പിന്നെ അടുത്ത സ്റ്റാൻസയിൽ കവി പാടുന്നത് എങ്ങനെയാണ്? കർപ്പൂരശിലയില്ല, കദളീവനമില്ല, കൽപ്പക തളിർമര തണലില്ല, ഏതോ പ്രണയത്തിനിരുൾ വന്നു മൂടുമൊരേകാന്ത മൂകതയല്ലോ, അവിടെയൊരേകാന്ത മൂകതയല്ലോ. മൂകതയും ശൂന്യതയൊക്കെ ആണെങ്കിലും നമ്മളെപ്പോഴും അവിടെ റിയലി മൂകതയും ശൂന്യതയാണ് നമ്മളെപ്പോഴും അന്വേഷിച്ചുകൊണ്ടിരിക്കും. താങ്ക് യു വെരി മച്ച്. ഈ സാറ് ഇവിടെ പറഞ്ഞ കാര്യവുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് സംശയങ്ങൾ ചോദിക്കാം. പെട്ടെന്ന് സംശയങ്ങൾ ചോദിക്കണം. സാർ, അന്ന് ഭൂമിയുമായിട്ട് കൂട്ടിയിടിച്ചിട്ട് കുറെ ക്ഷുദ്രഗ്രഹങ്ങൾ ഉണ്ടായി, അത് പിന്നെ ചന്ദ്രനായി മാറിയാന്ന് സാർ പറഞ്ഞില്ലേ? അതെല്ലാം കൂടി ഒരുമിച്ച് എങ്ങനെയാ ചന്ദ്രൻ എന്ന് പറഞ്ഞ ഒരു ഗോളായിട്ട് മാറിയെന്ന് സാറെന്ന് പറഞ്ഞിടൂ. അതിൽ കുറച്ചധികം ഫിസിക്സ് ഇൻവോൾവ് ആണെന്ന് തോന്നുന്നു സാർ. കൃത്യമായിട്ട് എനിക്ക് അതിന് ആൻസർ പറയാൻ പറ്റുമോന്ന് അറിയില്ല. മറ്റുള്ള ഗ്രഹങ്ങളെല്ലാം പൊടിപടലത്തിൽ നിന്ന് ഉണ്ടായതാണോ? ഉണ്ടല്ലേ. അത് സത്യം പറയാൻ എനിക്ക് പറയാനില്ല. സാറിന് അത് പറയാൻ പറ്റിയേക്കും. സാറൊന്ന് വേണമെങ്കിൽ. ഇത് ഇപ്പോഴും 100% നമുക്ക് വിശ്വസനീയമായ ഒരു സിദ്ധാന്തമായി മാറിയിട്ടില്ല. ഏറ്റവും പുതിയതും മറ്റുള്ളതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴും വിശ്വസിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്, ഭൂമി മോൾട്ടൻ്റെ കണ്ടീഷനിലായിരിക്കുന്ന അവസരത്തിൽ ചൊവ്വയോളം വരുന്ന ഒരു പ്ലാനറ്റ് അത് വന്ന് ഭൂമിയിൽ ഇങ്ങനെ തട്ടിത്തെറിപ്പിച്ച്, നമ്മൾ ചളിയൊക്കെ ഉള്ള സാധനത്തിൽ നമ്മളിങ്ങനെ കാലുകൊണ്ട് അടിച്ച് തെറിപ്പിക്കുന്നില്ലേ, അങ്ങനെ തെറിച്ചുണ്ടായ ഒരു വസ്തുവാണ് ചന്ദ്രൻ എന്നുള്ള ഒരു സിദ്ധാന്തം ഉണ്ട്. അതാണ് സാറുടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ വന്നത്. അതായത് പ്ലാനറ്റിസിമൽസിൽ നിന്ന് ഉണ്ടായ ആ ഒരു പ്ലാനറ്റ് ആണ് എന്നുള്ള സങ്കല്പം അല്ലത്. ഭൂമിയിൽ നിന്ന് ഉണ്ടായ അതിൻ്റെ മേജർ ഏരിയ, അല്ലാതെ പ്ലാനറ്റിസിമൽസിൽ നിന്ന് ഉണ്ടായ പ്ലാനറ്റിൻ്റെ ആ ഒരു സിദ്ധാന്തം ഇത് തമ്മിൽ ചെറിയൊരു വ്യത്യാസമുണ്ട്. ഓക്കെ, താങ്ക് യു സാർ. സാർ പറഞ്ഞില്ലേ പ്ലാറ്റിനം കാറ്റലിസ്റ്റ് ഉപയോഗിച്ച് ഹൈഡ്രജൻ ഓക്സിജൻ ഒക്കെ ചേർത്ത് ജലം ഉണ്ടാക്കാം, എന്താ ചന്ദ്രനിൽ നടക്കാത്ത? അത് നടത്താൻ പറ്റും. അത് ഈ പറഞ്ഞ പ്രോസസ്സ് ചന്ദ്രനിലല്ല എവിടെ വെച്ച് നടക്കും. കാരണം പിന്നെ നമുക്കറിയാം ഇതിൽ 2 കാര്യങ്ങളേ ഉള്ളൂ. ഹൈഡ്രജനും ഓക്സിജനും ചേർന്നിട്ട് തന്നെയാണ് വെള്ളം ഉണ്ടാകുന്നത്, അതിൽ തർക്കമില്ല. നമുക്കറിയാം H2O എന്ന് പറഞ്ഞ സാധനം ഉണ്ടാകുന്നത്. പക്ഷേ നമുക്ക് ഇവിടെ ആ ഭൂമിയിൽ ആ പ്രോസസ്സ് നടക്കുന്നുണ്ട്. പക്ഷെ അതിന് ഒരുപാട് സമയമെടുക്കും. അതായത് നമ്മൾ ചില റിയാക്ഷൻസ് പെട്ടെന്ന് നടക്കും അല്ലേ.
അതായത് പിന്നെ കത്തുന്ന പ്രോസസ്സ്, ഓക്സിഡേഷൻ പെട്ടെന്ന് നടക്കും, പല ഓക്സിഡേഷനുകളും. പക്ഷെ ഇരുമ്പ് തുരുമ്പ് പിടിക്കുന്നത് വളരെ സ്ലോ പ്രോസസ്സാണ്. അതുപോലെ എക്സ്ട്രീംലി സ്ലോ പ്രോസസ്സാണ് ഹൈഡ്രജനും ഓക്സിജനും കൂടി ചേർന്നിട്ട് വെള്ളം ഉണ്ടാവുക എന്നുള്ളത്. പക്ഷേ നമുക്കറിയാം, നമുക്ക് നല്ല കാറ്റലിസ്റ്റുകൾ ഉണ്ട്. അപ്പോൾ പ്ലാറ്റിനം പോലുള്ള കാറ്റലിസ്റ്റുകൾ, ഈ എക്സ്പെരിമെൻ്റ് പ്രൂവ്ഡ് ആണ്, പ്ലാറ്റിനം പോലുള്ള കാറ്റലിസ്റ്റ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഒരു എക്സ്പ്ലോഷനോട് കൂടിയിട്ട് വെള്ളം ഫോം ചെയ്യും. അത് പ്രപഞ്ചത്തിൽ എവിടെ വെച്ചായാലും ചെയ്യാവുന്ന എക്സ്പെരിമെൻ്റ് തന്നെയാണ്, അതിൽ തർക്കമൊന്നുമില്ല. പക്ഷേ നമുക്കറിയാം, അങ്ങനെ വെള്ളം ഉണ്ടാക്കി കഴിഞ്ഞാൽ പ്ലാറ്റിനം എന്ന് പറഞ്ഞാൽ വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ള മെറ്റലാണ്. അപ്പോൾ കാറ്റലിസ്റ്റ് എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾക്കറിയാം, അത് വലിയ അതൊന്നും ജനറേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതിൻ്റെ ഒരു എക്സ്പെൻസും കൂടി നമ്മൾ നോക്കണമല്ലോ. പരീക്ഷണങ്ങൾ നമുക്ക് നടത്താം, പരീക്ഷണം നടത്തി കിട്ടുകയും ചെയ്യും. ഓക്കെ സാർ, ചോദ്യം ചോദിക്കുന്നതിന് മുമ്പേ സാറെ ക്ലാസ് ഫാന്റാസ്റ്റിക് ആയിരുന്നു. സാറ്, ഞാൻ സ്പെക്ട്രോസ്കോപ്പിനെ കുറിച്ചാണ് ചോദിക്കുന്നത്. ഇപ്പോൾ OHന്റെ പ്രസൻസ് സ്പെക്ട്രോസ്കോപ്പിക് അനാലിസിസ് വഴിയാണല്ലോ കാണുന്നത്. അപ്പോൾ സാർ, OH ഉണ്ടെന്ന് നമുക്കറിയാം, പക്ഷേ സിഗ്നിഫിക്കൻ്റ് എമൗണ്ട് ഉണ്ടെന്ന് ഇതിനകത്ത് നിന്ന് മനസ്സിലാക്കാൻ പറ്റൂ. ഏതുണ്ടെന്ന്? OH ഉണ്ടെന്ന് നമുക്കറിയാം, പക്ഷേ സിഗ്നിഫിക്കൻ്റ് എമൗണ്ടും കൂടെ ഉണ്ടാവണമല്ലോ. അത് മനസ്സിലാവുമോ സ്പെക്ട്രോസ്കോപ്പിക്കകത്തുനിന്ന്? അത് ഉണ്ട്. കാരണം സ്പെക്ട്രോസ്കോപ്പി ഇറ്റ് ഡിപ്പെൻസ് ഓൺ സാമ്പിൾ. നമ്മൾ പിന്നെ സ്പെക്ട്രോസ്കോപ്പിയിൽ സാമ്പിളിനെ ബേസ് ചെയ്തിട്ട്, സാമ്പിളിൻ്റെ കോൺസെൻട്രേഷൻ കൂടിയാൽ അത് നമുക്ക് കൃത്യമായിട്ട് പീക്കിൽ അറിയാം. പീക്കിൻ്റെ കോൺസെൻട്രേഷനും കൂടും. പീക്കിൻ്റെ കോൺസെൻട്രേഷൻ എന്ന് പറഞ്ഞാൽ പീക്കിൻ്റെ പിന്നെ ഹൈറ്റ് കൂടി വരുന്നതായിട്ടുള്ള ഒബ്സർവേഷൻസ് ഉണ്ട്. പക്ഷെ ഇവിടെ എന്താണെന്ന് വെച്ചാൽ, ഇവിടെ സാമ്പിൾ എടുത്തിട്ടല്ല പരിശോധിച്ചത്. കാരണം സാമ്പിൾ എടുത്ത് പരിശോധിച്ചാൽ അത്രയും ട്രേസ് എമൗണ്ടേ ഉള്ളൂ. സാമ്പിൾ എടുത്ത് പരിശോധിച്ചാൽ ചിലപ്പോൾ അത് അത്ര ട്രേസ് ഇതിൽ ഡിറ്റക്ട് ചെയ്യണമെന്നില്ല. അതുകൊണ്ട് ഇവർ പിന്നെ റിഫ്ലക്റ്റൻസ് സ്പെക്ട്രോസ്കോപ്പി ടെക്നിക്ക് എടുത്തത്, ലൈറ്റ് സർഫസിലേക്ക് അടിച്ചിട്ട് ആ ലൈറ്റ് റിഫ്ലക്ട് ചെയ്ത് വരുമല്ലോ, അതിൽ നിന്നാണ് ഇൻഫർമേഷൻ കിട്ടുന്നത്. അതും ഒരു വേഗ് ഇൻഫർമേഷൻ തന്നെയാണ്. അതും അത്ര കറക്റ്റ് ആയിട്ടുള്ള ഒബ്സർവേഷൻ അല്ല. ഒരു വലിയ ഏരിയ മാപ്പ് ചെയ്തിട്ടായിരിക്കും ചെറിയ ചില റീജിയൻസ് നമുക്ക് കിട്ടുന്നത്. അപ്പം ഈ മെത്തേഡ് ഇനിയും നല്ലോണം ആണെങ്കിൽ പുതിയ എന്തെങ്കിലും ഒരു ഇത് വരേണ്ടിയിരിക്കുന്നു. എന്നാലും നമ്മളെ പ്രസൻസ് ഡിറ്റക്ട് ചെയ്യുന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. സാർ, ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ. സാറ് പറഞ്ഞില്ലേ, ഈ ട്രേസ് മെറ്റൽ എമൗണ്ട്സ് ഒക്കെ ഡിറ്റക്ട് ചെയ്യണമെങ്കിൽ നമ്മൾ ന്യൂട്രോൺ ആക്ടിവേഷൻ അനാലിസിസ് അല്ലേ ചെയ്യുന്നത്? അതേസമയം സാറ് രാമൻ സ്പെക്ട്രോസ്കോപ്പിയിൽ ഒരു പേപ്പർ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ സാർ, ഞാനൊരു ക്യാമ്പിനൊപ്പം അവിടെ കേട്ടായിരുന്നു, ഈ രാമൻ സ്പെക്ട്രോസ്കോപ്പി വെച്ചിട്ട് ഒത്തിരി അനാലിസിസ് വളരെ ഡീപ്പായിട്ടും ചെയ്യാൻ പറ്റുമെന്ന് കേട്ടു. അപ്പം രാമൻ സ്പെക്ട്രോസ്കോപ്പി നമുക്ക് അപ്ലൈ ചെയ്തുകൂടെ? രാമൻ സ്പെക്ട്രോസ്കോപ്പി വളരെ പ്രധാനപ്പെട്ട ടെക്നിക്കാണ്. കാരണം ഇതിൽ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, രാമൻ സ്പെക്ട്രോസ്കോപ്പിയും തരുന്ന ഇൻഫർമേഷൻ ഇൻഫ്രാറെഡ് തരുന്ന പോലത്തെ ഇൻഫർമേഷനാണ്. അതായത് രാമൻ സ്പെക്ട്രോസ്കോപ്പിയിലും OHന് 3500 അടുത്ത് പീക്ക് കിട്ടും, അതേപോലെ തന്നെ ഇൻഫ്രാറെഡിലും കിട്ടും. ഇതിൻ്റെ പ്രശ്നം എന്താ വെച്ചാൽ, രാമൻ സ്പെക്ട്രോസ്കോപ്പി കൂടുതൽ അപ്ലിക്കബിൾ ബയോളജിക്കൽ സിസ്റ്റത്തിനാണ്. നമ്മുടെ ഇനോർഗാനിക് മെറ്റാലിക് സിസ്റ്റത്തിന് അത്രത്തോളം അത് അപ്ലിക്കബിൾ അല്ല. കാരണം പ്രത്യേകിച്ച് ട്രേസ് കണ്ടുപിടിക്കാൻ അത്ര ഒരു കഴിവ് രാമൻ സ്പെക്ട്രോസ്കോപ്പിക്ക് ഇല്ല. അതിന് സാമ്പിൾ കുറച്ച് വേണം. ട്രേസ് സാമ്പിൾസിൽ ബുദ്ധിമുട്ടാണ്. പക്ഷെ ഇപ്പോൾ പുതിയ ടെക്നിക്സ് വരുന്നുണ്ട്. അതിൻ്റെ പറയുന്ന പേര് നിങ്ങൾക്ക് വേണമെങ്കിൽ നോട്ട് ചെയ്യാം. സർഫസ് എൻഹാൻസ്ഡ് രാമൻ സ്പെക്ട്രോസ്കോപ്പി എന്ന് പറഞ്ഞിട്ടൊരു ടെക്നിക്ക് ഉണ്ട്. സർഫസ് എൻഹാൻസ്ഡ് SERS അടിച്ചാൽ മതി. SERS, സർഫസ് എൻഹാൻസ്ഡ് രാമൻ സ്പെക്ട്രോസ്കോപ്പി. നാനോ പാർട്ടിക്കിൾ ഉപയോഗിച്ച് വളരെ ട്രേസ് ആയിട്ടുള്ള സാധനത്തിനെ കണ്ടെത്താനുള്ള ടെക്നിക്കാണ്. ഇപ്പോൾ അത് ഡെവലപ്പ് ചെയ്ത് വരുന്നൊരു ഫീൽഡാണ് SERS. ഈ സോളാർ വിൻഡിലെ ഹൈ എനർജി പാർട്ടിക്കിൾസ് ഏതൊക്കെയാണ് വരുന്നത്? കൃത്യമായിട്ട് അത് എനിക്കും ഉത്തരം പറയാൻ അറിയില്ല. പ്രോട്ടോൺസ് ഉണ്ടെന്ന് ഡിറ്റക്ട് ചെയ്തിട്ടുണ്ട്. ബാക്കി കൃത്യമായിട്ട് എനിക്ക് പറയാൻ, ഞാനത് റെഫർ ചെയ്തിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. അത് ഞാൻ വേണമെങ്കിൽ നമുക്കൊന്ന് തന്നെ നോക്കാം. സാറ് പറഞ്ഞ് ഈ ഒരു മാസന്ന് കൊണ്ടുവന്ന മണ്ണ് പോലത്തെ സിമിലർ ആയിട്ടുള്ള സാധനങ്ങളിൽ വേറെ കെമിക്കൽസ് ആഡ് ചെയ്ത് ചെടികൾ വളർത്തുക. അപ്പോൾ അത് ഭൂമിയിലെ മണ്ണിൽ യൂസ് ചെയ്യുന്ന അതേപോലത്തെ സിമിലർ കെമിക്കൽസ് ആണോ യൂസ് ചെയ്യേണ്ടി വരിക, അതോ അതിൽ ലിമ്പിൾ വേറെ എന്തേ മാറ്റങ്ങൾ വരുത്തേണ്ടത്? അത് ഭൂമിയിലെ കണ്ടീഷൻ തന്നെയാണ്. കാരണം നമുക്കറിയാം, ഭൂമിയിൽ അഗ്രികൾച്ചറിന് വേണ്ടിയുള്ള കണ്ടീഷൻ ഒന്ന് pH നമ്മൾ നോക്കാറുണ്ട്. pH ആണ് പ്രധാനപ്പെട്ട ഒരു കണ്ടീഷൻ. പിന്നെയുള്ള കണ്ടീഷൻസ് ന്യൂട്രിയൻസ് വേണം, അല്ലേ? നൈട്രജൻ വേണം. കാരണം നൈട്രജൻ ഇല്ല എന്ന് പറയാൻ പറ്റില്ല അവിടെ. പക്ഷേ നൈട്രജൻ സൈക്കിൾ നടക്കില്ല. ഇവിടെ നൈട്രജൻ സൈക്കിൾ നടക്കുന്നതുകൊണ്ടാണ് അഗ്രികൾച്ചറിന് ബൂസ്റ്റ് ചെയ്ത്. പക്ഷേ നമുക്ക് രാസവളങ്ങളുണ്ട്, NPK പോലുള്ള രാസവളങ്ങളുണ്ട്. ന്യൂട്രിയൻസ് ആഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ വളം ആഡ് ചെയ്യുക എന്നുള്ള തന്നെ അർത്ഥം. ന്യൂട്രിയൻസ് വേണ്ടത് കൊടുക്കുക. അതിപ്പം വെള്ളത്തിലായാലും കൃഷി നടക്കുമല്ലോ. വെള്ളത്തിൽ നിങ്ങൾ യൂറിയ ആഡ് ചെയ്താലും കൃഷി നടക്കും. അപ്പോൾ നമ്മൾ ഇപ്പോൾ ആഡ് ചെയ്ത്, അപ്പോൾ അത് മാക്സിമം ഒരു എത്ര ദിവസത്തേക്ക് അത് എക്സ്റ്റെൻഡ് ചെയ്യാൻ ചാൻസ് ഉണ്ട്? ഞാൻ ഒരുപാട് സ്റ്റഡീസ് നോക്കിയില്ല. ഒരു സ്റ്റഡി ഇപ്പോൾ ഡച്ചിൻ്റെ ഒരു ലാബ് എന്നുള്ളൊരു സ്റ്റഡി ഉണ്ടായിരുന്നു. അതിൽ പറയുന്നത് ന്യൂട്രിയൻസ് ഒന്നും ഇല്ലാതെ
കുറച്ച് ദിവസം വളരുന്നുണ്ട് എന്നാണ് പറയുന്നത്. ചില ചെടികൾ ഏതൊരു ചെടി 50 ദിവസം വളർന്നു എന്നൊക്കെ പറയുന്നുണ്ട്. വളർന്നില്ല, അത് നിലനിന്നു എന്ന് പറയുന്നുണ്ട്. പക്ഷെ അതിൽ കൂടുതലായി ഒരിക്കലും നിൽക്കാൻ പറ്റില്ല. ന്യൂട്രിയൻസ് എന്തായാലും വേണം, അല്ലെങ്കിൽ പറ്റില്ല. സാറ് പറഞ്ഞിപ്പോ ഒരു ക്ഷുദ്രഗ്രഹം ഭൂമിയിൽ വന്ന് ഇടിച്ചിട്ട് അത് ചെതറി കാലക്രമേണ ഒന്നായിട്ടാണ് ചന്ദ്രൻ ഉണ്ടായത്. പക്ഷേ വേറൊരു ക്ലാസ്സിൽ ഞാൻ കേട്ടിട്ടുണ്ട് ഭൂമിയിൽ നിന്നും അടർന്നു മാറിയ ഒരു പാർട്ടാണ് ചന്ദ്രൻ, അത് കാലക്രമേണ ഭൂമിയുടെ ഉപഗ്രഹമായി മാറിയതാണ്. ഓക്കെ, ഇതിന് ഇത്ര നേരത്തെ പുന്നശ്ശേരി സാറ് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. എന്നാലും ഞാൻ ഒന്നുകൂടി പറയാം. നമ്മൾ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ചില ഹൈപ്പോത്തസിസുകളാണ്. നമുക്കത് പ്രൂവ് ചെയ്യാൻ മാർഗങ്ങൾ വളരെ കുറവാണ്. കാരണം ഒരു കാര്യത്തിൽ മാത്രമേ ഉറപ്പുള്ളൂ, ഭൂമിയിൽ കാണുന്ന, അതായത് ഭൂമിയുടെ കോറും അതിൻ്റെ പിന്നെ സ്ട്രക്ചറും എടുത്തു കഴിഞ്ഞാൽ അതേ സ്ട്രക്ചർ തന്നെയാണ് മൂണിനുള്ളത്. അപ്പം അതുകൊണ്ട് അസംഷൻ എന്താണെന്ന് വെച്ചാൽ ഭൂമിയുടെ ഒരു പാർട്ട് തന്നെയാണ് മൂൺ എന്നുള്ളത്. അത് എങ്ങനെയാണെന്നുള്ളത് മോസ്റ്റ് ആക്സെപ്റ്റബിൾ ആയിട്ടുള്ളതാണ് ഇപ്പം പറയുന്നത്. ഈ ഹൈഡ്രോജൻ ഓക്സിജൻ കെമിക്കലി സ്റ്റെബിലിറ്റിയില്ലല്ലോ, അത് ശരി. പിന്നെ ആര്യ അല്ലേ? ആര്യ പറഞ്ഞത് പിന്നെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. OH മാത്രമായിട്ട് സ്റ്റെബിലിറ്റി ഉണ്ടോ എന്നാണ് ചോദിച്ചത്. ശരിയാണ്, OH മാത്രമായിട്ട് സ്റ്റെബിലിറ്റി ഒന്നുമില്ല. കാരണം OH മാത്രമായിട്ട് നിൽക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. അത് സ്റ്റേബിൾ ആണെങ്കിലും വളരെ കുറച്ച് സമയം മാത്രമേ അത് നിലനിൽക്കുള്ളൂ. അത് മറ്റുള്ള കോമ്പൗണ്ടുമായിട്ട് എന്തെങ്കിലും ഒരു അഡീഷൻ പെട്ടെന്ന് തന്നെ നടക്കും. അപ്പം അതുകൊണ്ട് പിന്നെ ഈ ടെക്നിക്ക് എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് അറിയാമല്ലോ, അത് റിഫ്ലക്റ്റൻസ് ടെക്നിക്കാണ്. നമ്മൾ സാമ്പിൾ എടുത്തു കൊണ്ടുപോയി ടെസ്റ്റ് ചെയ്യല്ല. സാമ്പിൾ എടുത്തു കൊണ്ടുപോയി ടെസ്റ്റ് ചെയ്താൽ ചിലപ്പോൾ OH പ്രസൻസ് കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പം സ്റ്റെബിലിറ്റി കുറവാണ്. സ്റ്റെബിലിറ്റി കുറഞ്ഞ കണ്ടീഷൻ തന്നെയാണ് മെഷർമെന്റ് നടത്തിയത്. കൂടുതൽ ക്വസ്റ്റ്യന് സമയമുണ്ടോ? മോഡറേറ്റ് ചെയറിന് പറയാം. സർ ഈ സോളാർ വിൻഡ് കാരണം ഹൈഡ്രജൻ H+ അയോൺസ് മൂണിൻ്റെ സർഫസിനായിട്ട് ഇലക്ട്രോണിൻ്റെ ജോയിൻ ചെയ്ത് ഹൈഡ്രജൻ ആറ്റം ഫോം ചെയ്യുന്നു. പക്ഷേ ഹൈഡ്രജൻ ആറ്റം സ്റ്റേബിൾ അല്ലല്ലോ. അപ്പോൾ ഈ പ്രോസസ്സ് കണ്ടിന്യൂസ് ആയി നടക്കല്ല. അപ്പോൾ വീണ്ടും ഹൈഡ്രജൻ ആറ്റം ഫോം ചെയ്യും. അപ്പോൾ 2 ഹൈഡ്രജൻ ആറ്റം ചേർന്നിട്ട് ഡൈഹൈഡ്രജൻ ഫോം ചെയ്തിട്ട് പിന്നെ മൂണിൽ ഗ്രാവിറ്റേഷൻ അറ്റ്മോസ്ഫിയർ ഒന്നും ഇല്ലാതുകൊണ്ട് അത് ഫ്ലോട്ട് ചെയ്ത് പോകില്ലേ? ചാൻസ് ഉണ്ട്. കാരണം ഇത്തരത്തിലുള്ള അപ്പോൾ OH ഫോർമേഷൻ നടക്കാൻ ചാൻസ് ഇല്ലല്ലോ. അല്ലല്ല, ഇത്തരത്തിലുള്ള റിയാക്ഷൻസ് എല്ലാം നിങ്ങളറിയാം. കെമിക്കൽ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ പല റിയാക്ഷൻസും നമ്മളിപ്പോൾ ഭൂമിയിൽ തന്നെ പല റിയാക്ഷൻ ചെയ്യണം. ഇൻസിറ്റു കെമിക്കൽ റിയാക്ഷൻസ് എന്നൊക്കെ പറയും. അതായത് വളരെ സ്റ്റേബിൾ അല്ലാത്ത സാധനങ്ങൾ, റാഡിക്കൽ എന്നൊക്കെ പഠിച്ചിട്ടില്ലേ, ഫ്രീ റാഡിക്കൽ പോലുള്ള സാധനങ്ങൾ, ഇതൊക്കെ വെച്ച് നമ്മൾ പിന്നെ കെമിക്കൽ എക്സ്പെരിമെന്റ്സ് നടത്തിയിട്ടുണ്ട്. കാരണം റാഡിക്കലൊക്കെ വളരെ ഈ ഹൈഡ്രജനേക്കാളൊക്കെ വളരെ കുറഞ്ഞ പിന്നെ ഇതിൽ മാത്രമേ എക്സിസ്റ്റൻസ് ഉള്ളൂ. എന്നോടുകൂടി ഫാസ്റ്റ് ആയിട്ടുള്ള റിയാക്ഷൻസ് അത് നടത്തുന്നുണ്ട്. അപ്പം ഇതൊരു ഫാസ്റ്റ് റിയാക്ഷൻ ആയിരിക്കാം. കാരണം ഫോം ചെയ്ത സമയത്ത് തന്നെ ഉണ്ടാവാം. നിങ്ങൾ പറഞ്ഞ മാതിരത്തെ പോസിബിലിറ്റി ഉണ്ട്. ഹൈഡ്രജൻ ഫോം ചെയ്യാം, പുറത്തേക്ക് പോകാം. കാരണം ഹൈഡ്രജൻ ഉണ്ടല്ലോ. രണ്ടും ചാൻസ് ഉണ്ട്. പിന്നെ പറഞ്ഞ ഇപ്പോൾ ഫെർട്ടൈൽ സോയിൽ അതുപോലെ ഈ നൈട്രജൻ ഓക്സിജൻ അതൊക്കെ കിട്ടി പിന്നെ പ്ലാന്റ്സ് ഗ്രോ ചെയ്യാൻ ചാൻസ് ഉണ്ട്. പക്ഷെ പ്ലാന്റ്സ് ഗ്രോ ചെയ്യാന്ന് പറഞ്ഞാൽ ഈ പ്ലാന്റ്സ് നെഗറ്റീവ് ജിയോട്രോപ്പിക്സ് അല്ല ഷോ ചെയ്യണേ, ഗ്രാവിറ്റിനെ എഗെയിൻസ്റ്റ് മേലേക്ക് ഗ്രോ ചെയ്യാം. അപ്പൊ ഗ്രാവിറ്റി ഇല്ലാത്തടത്ത് എങ്ങനെ ഇപ്പൊ പ്ലാന്റ്സ് വളരാം? ശരിയാണ് പറഞ്ഞത്. പക്ഷെ ഇതൊക്കെ നമ്മൾ പരീക്ഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നതെന്ന് ഞാൻ പറഞ്ഞുള്ളൂ. അതിനുള്ള പിന്നെ അതിന്റെ അർത്ഥം നാളെ പോയി നമുക്ക് അവിടെ കൃഷി ചെയ്യാൻ പറ്റും എന്നുള്ളതല്ല. അഗ്രികൾച്ചറിന് ഇന്ന കണ്ടീഷൻസ് ഒക്കെ വേണം. അപ്പൊ ഈ കണ്ടീഷൻസ് അവിടെ ഇപ്പൊ തൽക്കാലം ഇല്ല. പക്ഷേ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം, പരീക്ഷണാടിസ്ഥാനത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം അവിടുത്തെ മണ്ണിന് റിസംബിൾ ചെയ്തിട്ട് നമുക്ക് ചില പരീക്ഷണങ്ങൾ നടത്താന്നുള്ളതാണ്. അപ്പൊ അത്തരം പരീക്ഷണങ്ങൾ ഇനിയും നടന്നുകൊണ്ടിരിക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. എനിക്ക് തോന്നുന്നു സ്പേസിലൊക്കെ ഒരുപാട് നിങ്ങൾ വായിച്ചിട്ടുണ്ടാവുമല്ലോ, മറ്റേ പൊട്ടറ്റോ ഒക്കെ വളർത്തിയതും ഒക്കെ വായിച്ചിട്ടുണ്ടാവും. മാർസ് എന്ന് പറഞ്ഞ സിനിമയിലുണ്ടായിരുന്നു മറ്റേ ഒരാള് പൊട്ടറ്റോ വളർത്തിയൊക്കെ. പക്ഷെ അതൊക്കെ എന്ന് പറഞ്ഞാൽ അതിര് കടന്ന ഭാവനകളാണ്. പക്ഷെ അതിര് കടക്കാം നമുക്ക്, കാരണം ഭാവിയിൽ എന്താ സംഭവിക്കാന്ന് പറയാൻ പറ്റില്ല. ഈ മൂൺ തിളങ്ങുന്നത് സൂര്യന്റെ ലൈറ്റ് റിഫ്ലക്ട് ചെയ്തിട്ടല്ലേ? അപ്പൊ സിലിക്കൺ ആണെന്ന് സാർ പറഞ്ഞത്, അത് മാത്രമേ ഉള്ളൂ? അല്ല, അങ്ങനെയല്ല. തിളങ്ങുന്നത് അങ്ങനെയാണെന്നല്ല ഞാൻ പറഞ്ഞത്. അതിന്റെ റിഗോലിത്തില്, അതായത് ആ സോയിലില് ഒരുപാട് ചെറിയ തിളക്കങ്ങളുണ്ട്. ആ തിളക്കങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ, അതായത് ഗ്ലാസ് ഉണ്ട് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. അല്ലാതെ അത് ഒരുപാടൊന്നും അങ്ങനെ ഇല്ല. അതിന്റെ തിളക്കം കൊണ്ട് അതുകൊണ്ടൊന്നുമല്ല. സർ, ഞാൻ കേട്ടിട്ടുള്ളതെന്ന് വെച്ചാൽ നമുക്ക് മൂണിൽ തന്നെ കുറെ ടൈപ്പ് അലോയ്സ്, നമുക്ക് മനുഷ്യർ ഉണ്ടാക്കാത്ത ടൈപ്പ് അലോയ്സ് ഉണ്ടെന്നാണ്. അതിനെക്കുറിച്ച് സാറൊന്ന് പറയൂ. എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. അലോയ്സ് നിങ്ങൾ പറയുന്നത് ശരിയായിരിക്കും. കാരണം എന്താ വെച്ചാൽ നമുക്ക് ഇപ്പം എലിമെന്റ്സ് ഒന്നും അങ്ങനെ പ്യൂറസ്റ്റ് കണ്ടീഷനിൽ ഉണ്ടാവില്ലല്ലോ. എന്തായാലും റോക്ക് ആണെങ്കിൽ എന്താണെന്ന് നമുക്കറിയാം. അലുമിനിയം സിലിക്കേറ്റിന്റെ അല്ലെ, അലുമിനിയം മഗ്നീഷ്യം സിലിക്കേറ്റുകളൊക്കെയാണ് റോക്ക് എന്ന് പറഞ്ഞാൽ. അതൊക്കെ തന്നെയും അലോയ്സ് ആണ്. പക്ഷെ അലോയ്സ് എന്ന് നമ്മൾ പറയണമെങ്കിൽ, അലോയ്സ് എന്ന് പറഞ്ഞാൽ 2 മെറ്റൽ കൂടി ചേർന്നിട്ട് ഉള്ളതല്ലേ. അത്തരത്തിനെ പറ്റിയിട്ട് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല.
നോക്കിയിട്ടില്ല. സാറ് നേരത്തെ ഒരു ക്രേറ്റർ കാണിച്ചില്ലേ? സാർ അതിന്റെ അടിയിൽ ആരിസോണ എന്ന് എഴുതി വെച്ചിരുന്നു. അത് എർത്തുള്ളതാണോ അതോ ചന്ദ്രനിലാണോ? അത് പിന്നെ ചന്ദ്രനിലുള്ള ഞാനൊരു ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് എടുത്താണ്. അത് കുറെ ക്രേറ്റേഴ്സിന്റെ ചിത്രത്തിൽ നിന്ന് ഒന്ന് എടുത്തേ ഉള്ളൂ. സാർ അതുപോലെ തന്നെ ഈ വൈബ്രേഷൻ ഇല്ലേ ഈ മോളിക്യൂൾസിന്റെ, അപ്പൊ അത് പല മോളിക്യൂൾസിന്റെ കിട്ടുന്നത് 3n - 5 ചെയ്ത് നോക്കിയാണ്. 3 × 3 9 -5 4 അങ്ങനെ ഓരോ മോളിക്യൂളും കണ്ടുപിടിക്കാം. സാർ ഈ മൂണിന്റെ സർഫസില് ഫ്രോസൺ വാട്ടർ കണ്ടുപിടിച്ചെന്ന് പറഞ്ഞു, അതിനെ കുറിച്ച് ഒന്ന് പറഞ്ഞു. അത് പറയുന്നത് ഈ ബേസിലാണ്. നമ്മളിപ്പം പലപ്പോഴും വെള്ളം കണ്ടുപിടിച്ചു എന്ന് പറയുമ്പോൾ ഉള്ളൊരു പ്രശ്നം അതാണ്. നമ്മളതിൻ്റെ പ്രസൻസ്, അതായത് OH ഉണ്ടെങ്കിൽ ഇപ്പോൾ പുതിയ കൺസെപ്റ്റ് പറഞ്ഞത് ഇറ്റ്സ് എ കെമിക്കൽ ഫാക്ടറി ഓഫ് വാട്ടർ എന്നാണ്. അതായത് വെള്ളമുണ്ട് എന്ന് ഡയറക്റ്റ് ആയിട്ട് പറയാൻ പറ്റുമോ എന്നറിയില്ല. ഹൈഡ്രോക്സിൽ ഗ്രൂപ്പിന്റെ പ്രസൻസ് കണ്ടുപിടിച്ചു. ഹൈഡ്രോക്സിൽ ഗ്രൂപ്പിനെ വേണമെങ്കിൽ ഹൈഡ്രോക്സിൽ ഗ്രൂപ്പിന് ഏറ്റവും അധികം ചാൻസ് ഉണ്ട് വെള്ളമായിട്ട് മാറാൻ. അത്രേ പറയാൻ പറ്റും. സാറ് പറഞ്ഞില്ലേ ഈ ചന്ദ്രന്റെ മുകൾ ഭാഗത്ത് ഇലക്ട്രോണാ കൂടുതൽ ഉണ്ടെന്ന, അപ്പൊ ചന്ദ്രന്റെ പ്രോട്ടോൺ ഉണ്ടാവില്ല? വളരെ നല്ല രസമുള്ള ക്വസ്റ്റ്യനാണ്. ചന്ദ്രന്റെ നമ്മളിപ്പോൾ പറഞ്ഞല്ലോ, ഇതിപ്പം ഇതെല്ലാം മെറ്റീരിയൽസ് ആണ്. നമ്മളിപ്പോൾ ഭൂമിയിലായാലും അമ്പിളിമാമനിലായാലും ബേസിക്കലി എല്ലാം മെറ്റീരിയൽസ് ആണ്. ഈ മെറ്റീരിയൽസിലെല്ലാം ഇലക്ട്രോണും പ്രോട്ടോണും ഒക്കെ ഉണ്ട്. ഇലക്ട്രോണും പ്രോട്ടോണും ഒക്കെ ഉണ്ട്, എല്ലാത്തിലും ഉണ്ട്. ഇപ്പോൾ എർത്തിൽ തന്നെ ഉണ്ടല്ലോ ഇലക്ട്രോൺ. നമ്മൾ വല്ല എർത്ത് എന്ന് പറഞ്ഞാൽ നല്ലൊരു ഇലക്ട്രോൺ ആക്സെപ്റ്റർ ആണ്. അതേപോലെ തന്നെ ഉള്ളൂ, അതിൽ ഇലക്ട്രോണും പ്രോട്ടോണും ഒക്കെ ഉണ്ട്. ഇലക്ട്രോൺ ആക്സെപ്റ്റ് ചെയ്തിട്ട് ഈ റിയാക്ഷൻ നടക്കുന്നേ പറയുന്നുള്ളൂ. ചോദിച്ചോ ചോദിച്ചോ. സാർ എനിക്ക് അതിനെപ്പറ്റി അറിയില്ല. മൂണിന്റെ ഡാർക്ക് സൈഡിലാണോ ഏറ്റവും കൂടുതൽ മെറ്റീരിയൽസ് വീഴുന്നതെന്ന് ചോദിക്കുന്നു. അല്ല, അങ്ങനെ ഒരു പ്രത്യേകതയൊന്നും ഇതുവരെ കേട്ടിട്ടില്ല. ഇനി പുതിയന്തോ സിദ്ധം ഉണ്ടോന്ന് അറിയില്ല. ഈ ഡാർക്ക് സൈഡ് നമ്മൾ ഉദ്ദേശിച്ചുകൊണ്ട് കാണാത്ത സൈഡായിരിക്കും അല്ലേ? പക്ഷെ ഒറ്റ കാര്യം ഓർക്കുക, ആ സൈഡാണ് ഫ്രണ്ട് സൈഡിനേക്കാൾ ബ്രൈറ്റ് ആയത്. അവിടെ സൺലൈറ്റ് കിട്ടുന്നില്ല എന്നുള്ളത്, ഇവിടുന്ന് നോക്കുമ്പോൾ നമുക്ക് കാണുന്നില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അങ്ങനെ ഒരു തിയറി അറിഞ്ഞൂടാ. ആ സൈഡിലാണോ ഇത് കൂടുതൽ മെറ്റീരിയൽസ് വരുന്നതെന്ന് നമുക്കറിയില്ല. ഓക്കെ സാർ, സാർ കെമിസ്ട്രി ഓൺ മൂൺ എന്നൊരു വിഷയത്തിനെ സംസാരിച്ചുകൊണ്ട് അതുമായി ഉള്ളൊരു എനിക്ക് കുറേ കാലമായിട്ടുള്ളൊരു സംശയം ചോദിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. സോ ഒരു ക്വിസ് ക്വസ്റ്റ്യൻ ആണ്, പല ക്വിസുകളിലും കേട്ടൊരു ക്വസ്റ്റ്യൻ ആണ്. അതായത് ചന്ദ്രനിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്ന മൂലകം ഏതാണ്? ചില ക്വസ്റ്റ്യനിൽ ഉണ്ടാവുക ചന്ദ്രനിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്ന ലോഹം ഏതാണ്? രണ്ടിൻ്റെ ഉത്തരം പല സ്ഥലങ്ങളിൽ വന്ന ഉത്തരം ടൈറ്റാനിയം എന്നാണ്. പക്ഷേ സാറ് കോമ്പോസിഷനിൽ കാണിച്ചത് ഫസ്റ്റ് ഓക്സിജൻ ആണ്. ഞാൻ നെറ്റിൽ നോക്കിയപ്പോഴും കണ്ടത് ഓക്സിജൻ തന്നെയാണ്. മെറ്റലിൻ്റെ കോമ്പോസിഷനിൽ സാറ് കാണിച്ചത് ഏറ്റവും കൂടുതൽ അയൺ എന്നാണ്. സോ ഈ ക്വസ്റ്റ്യൻ എന്തെങ്കിലും സയന്റിഫിക് ബേസിസ് ഉണ്ടോ അതിൽ? ഇത് പിന്നെ മണ്ണ് അനലൈസ് ചെയ്തെന്ന് കിട്ടിയിട്ടുള്ള റിസൾട്ടുകളാണ്. ടൈറ്റാനിയത്തിന്റെ പ്രസൻസ് പല പേപ്പറുകളിൽ പറയുന്നുണ്ട്. പക്ഷേ ടൈറ്റാനിയം കൂടുതലുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് ടൈറ്റാനിയം കൂടുതലുണ്ടെന്ന് തോന്നുന്നില്ല. ടൈറ്റാനിയത്തിന്റെ പ്രസൻസ് പറയുന്നുണ്ട്. ടൈറ്റാനിയം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോമ്പൗണ്ടുമാണ്. കാരണം നമുക്കറിയാം, നമ്മൾ മിനറലിനൊക്കെ വേണ്ടി ടൈറ്റാനിയം, തിരുവനന്തപുരത്തിന് ടൈറ്റാനിയത്തിന്റെ റിസർച്ച് നടക്കുന്ന ഇൻഡസ്ട്രി തന്നെ ഉണ്ടല്ലോ, ടൈറ്റാനിയത്തിന്റെ ഇൻഡസ്ട്രി തന്നെ ഉണ്ടല്ലോ. ടൈറ്റാനിയം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മൂലകമാണ്. പക്ഷെ എനിക്ക് തോന്നുന്നില്ല അതാണ് കൂടുതലുള്ളതെന്ന് എനിക്ക് തോന്നുന്നില്ല. കേട്ടില്ല. ക്വസ്റ്റ്യൻ അവസാനിപ്പിക്കുകയാണ്. നമ്മൾ ഈ ക്ലാസ്സിനെ സംബന്ധിച്ചൊരു അഭിപ്രായം ആരെങ്കിലും ഒന്ന് വന്ന് പറയാം. ഒരാൾക്കല്ല, വേറെ ആൾക്കും അഭിപ്രായം പറയാം, താങ്ക്സും പറയണം. ഒരു മിനിറ്റ്. ഇത് കവിതയും കഥയും സംഗീതവും ഒക്കെ ഒത്തൊരുമിച്ച ഒരു പ്രത്യേക അപൂർവതരം അവതരണമായിരുന്നു ക്ലാസ് എന്നുള്ള പറയുന്നതിനേക്കാൾ. അതുകൊണ്ട് അതേ രീതിയിലുള്ള ഒരു ചെറിയ പ്രതികരണം ഞാൻ ഒരു ചെറിയ റെസ്പോൺസ് എനിക്ക് ചന്ദ്രനുമായി ബന്ധപ്പെട്ടെ. മധുചന്ദ്രികയുടെ ഛായത്തളികയിൽ മഴവിൽ പൂമ്പൊടി ചാലിച്ചു മനസ്വിനി നിന്മായാരൂപം മനസ്സിൽ ഞാൻ വരിച്ചു. ഇതാണ് ചന്ദ്രികയിൽ ചാലിച്ചു മഴവില്ല് കൊണ്ടുള്ളൊരു ക്ലാസ്സാണ്. ഇങ്ങനെ ആയിരിക്കണം ക്ലാസ്.
ആസ്വാദ്യ മധുരമായ ഈ ക്ലാസ്സിന് അഭിനന്ദനങ്ങൾ. ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യം ഞാൻ പറയട്ടെ. ഏറെക്കാലം നമ്മുടെ ആര്യ ചോദിച്ചു കൊണ്ടിരുന്ന ചോദ്യത്തിൻ്റെ അവൾക്ക് ആവശ്യമുള്ള കാര്യം അവൾ ചോദിച്ചു എന്ന് നിങ്ങൾക്കറിയോ? ഹൈഡ്രോക്സിൽ ഗ്രൂപ്പിന്റെ ചന്ദ്രനിലെ പ്രസൻസിനെ പറ്റി അവൾ ചോദിച്ചു. അവൾ ഗേദർ ചെയ്യാണ് അവളുടെ അസ്ട്രോബയോളജിക്കുള്ള കാര്യങ്ങൾ. അത് ഈ കെമിസ്ട്രി തുടങ്ങുന്നു. നിങ്ങൾ അസ്ട്രോബയോളജിസ്റ്റിനെ തേടി വേറെ എവിടെയും പോകുന്നു വേണ്ട. കെമിസ്ട്രിയിൽ അങ്ങ് തുടങ്ങിയാൽ മതി, ഫിസിക്സിൽ അങ്ങ് തുടങ്ങിയാൽ മതി, മാത്തമെറ്റിക്സിൽ അങ്ങ് തുടങ്ങിയാൽ മതി. ഹിയർസ് ദ ടീച്ചർ. ഡോണ്ട് വറി. നമുക്ക് എമിനന്റ് പ്രൊഫസർ, നമ്മുടെ എല്ലാമായ ഭട്ട് സാർ ഇവിടെ ഉണ്ട്. ഹിസ് പ്രസൻസ് ഇറ്റ്സെൽഫ് ഈസ് എ പോസിറ്റീവ് എനർജി ടു us. എ ക്ലാപ്പ് പ്ലീസ്. ഓക്കെ, വെൽക്കം. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ആദിദേവ്. ഇന്നത്തെ ക്ലാസ് വളരെ ഡിഫറെൻ്റ് ആയിട്ടും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ക്ലാസ്സുകളിലൊന്നായിരുന്നു. സുജിത് മാഷ ക്ലാസ് എനിക്ക് വളരെയധികം കിട്ടിയിട്ടുണ്ട്. NIT തന്നെ 3 പ്രാവശ്യം സാറിൻ്റെ ക്ലാസ് ഞാൻ ഗിഫ്റ്റഡ് ചൈൽഡിൻ്റെ ആഭിമുഖ്യത്തിൽ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. സാറിൻ്റെ ക്ലാസ്സിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ക്ലാസ് എടുക്കുന്നതോടു കൂടെ തന്നെ ബോറടിക്കാത്ത രീതിയിൽ സാറ് നല്ല നല്ല പാട്ടുകളും കവിതകളും നമുക്ക് പാടിത്തരും. അത് തന്നെ നമുക്ക് ഇപ്പോൾ സാധാരണ ഒരു ബുക്ക് വായിച്ച് നമ്മുടെ ഓർമ്മയിൽ നിൽക്കുന്നത് ഒരു പാട്ടായിട്ട് പാടി നമ്മൾ പഠിക്കുകയാണെങ്കിൽ അത് വളരെയധികം ഓർമ്മയിൽ നിൽക്കും. ആ ഒരു ഐഡിയ അല്ലെങ്കിൽ ടിപ്പ് ബേസ് ചെയ്ത് വളരെ എഫിഷ്യൻറ്റ് യൂസ്ഫുൾ ആയ രീതിയിലാണ് സാർ നമുക്ക് ക്ലാസ് എടുത്ത് തന്നത്. അതിന് സാറിനോട് ഞാൻ വളരെയധികം നന്ദി പറയുന്നു. പിന്നെ നമുക്കൊരിക്കലും ബോറടിക്കാത്ത രീതിയിലുള്ള ഒരു ക്ലാസ് ആയിരുന്നു. സാധാരണ കെമിസ്ട്രിയുടെ ക്ലാസ് എന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ ഒരു ക്ലാസ്സിൻ്റെ പകുതി ആകുമ്പോഴേക്ക് ഞങ്ങളുടെ ക്ലാസ്സിലൊക്കെ അധിക സ്കൂളുകളിലും കുട്ടികൾ കിടന്നുറങ്ങും. പക്ഷേ ഇവിടെ മറ്റേ മൂവ്മെൻറ്റ്സ് ഡയമെൻഷൻസും ഒക്കെ സാറ് വളരെ രസകരമായി പറഞ്ഞു തന്നത് നമുക്ക് അത് മനസ്സിലാകുകയും ചെയ്യും. അതോടൊപ്പം തന്നെ നമ്മുടെ മനസ്സിൽ നിന്ന് ഒരിക്കലും പോകാല്ല, ലൈഫ് ലോങ് നമ്മുടെ കൂടെ ഉണ്ടാകും. അതുകൊണ്ട് തന്നെ സാറിന് ഈ ക്ലാസ് എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. സാറിന് ഈ ക്ലാസ് എടുത്ത് തന്ന സാറിനും അത് കോർഡിനേറ്റ് ചെയ്ത എല്ലാവർക്കും ഞാൻ നന്ദി പറഞ്ഞു. ഇനി ആർക്കും പറയാനുണ്ടോ? ഞാൻ ഇന്നലെ തന്നെ സാറിനെ വിശേഷിപ്പിച്ചത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. അനുഗ്രഹീതനാണ്, ആ സ്ഥാപനത്തിൻ്റെ മുത്താണ്. ഇതിപ്പോൾ നമ്മുടെ കയ്യിൽ കിട്ടിയ ഒരു തങ്കക്കുടമാണ്. ഞാനെന്താ പറയാ, പുതിയൊരു നന്നായി Okay, once again, good morning. All of us are in an excited mood because the chemistry master excited our mind just like the atom in a molecule. And with that energy, we are going to the next session. And in this session, we have a platinum. That means I take these words from these lectures of the previous lecture, Sujit sir. Then he told us that for combining this hydrogen and oxygen, we require a catalyst. And the process of this, the aim and objective of this space camp is to provide or to guide this genius group of India, not of Kerala, to the high realm of the high achievement. And we want some catalyst to transform, to make this transformation in an effective level. We have a precious platinum of India. I invite PJ Badsar to this dais, our proud man. And this session is chaired by former Deputy Director of ISRO, Jairam sir. I invite him also. Then I take this opportunity the proud opportunity to introduce this gem of India, the gem of ISRO. And tomorrow we are expecting another history from this prestigious institution, ISRO. By the noon of tomorrow, Monday, we will be in another history. And when we are proud of this institution, we have to think how did this institution become an excellent one. We know several people have toiled there
full energy and life to this institution. And we proudly say that one among them are now with us. As of now, the ISRO is the world's fourth institution of space, and the people are with us. They are E.K. Kutty sir is already with us. And when I go through the biodata of P.J. Bhatt sir, we feel proud that we are blessed with that presence. He has been with the ISR for 40 years. And let me introduce this giant of before you. And he is a product of IIT Mumbai. He started his educational aspiration through the Masters in Maths. Next, he joined in 1973 in ISRO Satellite Center, Isaac, Bangalore. Then he has been with the projects of ISRO's prestigious projects, Aryabhatta to Mars mission that we already, yesterday also we have made a show on that Mangalyaan show. We are proud about that. He was part of that. And his main center is he was part of the orbit control system of ISRO. Whatever the thing, the duty of a rocket to launch a special vehicle in its trajectory or orbit, then the control is with the ISRO to how to move it. That is done by these people. And whatever the success we made, the hand behind that is our proud P.J. Bhatt sir. And he is honored by the nation in the ISRO Merit Award during 2007, and again ISRO Performance Excellence Award in 2015. And we are also so happy and share that happiness with you, sir. And we proudly invite you to the Calicut University again. He is with us for the past few years with Calicut, and the mind is there. And more than that, he is maintaining a special group, Bahyagacha. And he is guiding lot of people in India to the high orbit of the high altitude and their capacity. And we think that all of the Bhatt sir is blessing you, and he wish to raise you to the high realm of your achievement again. And we proudly invite you again to this institution and to our camp in Kerala, sir. Thank you. Then I invite Jairam sir to chair this session. Thank you, sir. I invite Honorable Jairam sir. Thank you. Shijil sir, USB load ചെയ്യണം. Would you like to be interrupted in between? No. End. Yeah. My computer is this one. Arrows are for up and down. If you want to point you see not here. You can stand here. Just check it out. Yeah. Okay. On? You kept it on? Is it on? Okay.
morning to all of you. Good morning to all of you. It's a pleasure to be here again. I am here for the third time to Calicut. It is always, I look forward to this kind of an opportunity to meet students of Calicut. Because every session of mine, when I have come here, I have enjoyed interacting with you. And that has made me to gain a lot of friends, young friends from Calicut. They referred to Bhayakasha group, which I may talk about in the evening, later. Believe it or not, a large percentage of students in this group are from areas near Calicut. Thanks to Kutty sir and thanks to the team which conducts the space camp. I wish I could speak in Malayalam. I feel very bad because in Karnataka, wherever I go, I speak in Kannada. But Malayalam is a language, beautiful language. I enjoy listening to it. But sorry, I am not able to speak that language. So what I will do, I will speak in English. Okay. Let us reserve the question answer session as Dr. Sujit sir did it in the end. You can ask your questions in English, Malayalam or anything, and somebody like Kutty sir or Jairam would help me to translate that so that I will answer it and he may translate it back to Malayalam to you. We will do like that. First of all, let me thank Professor Sujit. It was an excellent talk. Even though I say I cannot speak Malayalam, I have a lot of Malayalam friends. So, I am able to interpolate and understand things. And it was such a nice talk, sir. And you have given a very good beginning for my talk. So, I will draw upon some of your things which you told the talk. And I liked the style of your talk, sir. Really great. Thank you so much. I had a discussion with Kutty sir. What is that I can talk in this Moon Day camp? I was thinking that there would be some people coming from, I have retired from ISRO 5 years back. And some ISRO people would definitely come. So they would talk about Chandrayaan 2 and so many things and all that. So I should not be talking about that because they are the better people. Okay. But then after a lot of discussion, it came back to the same topic which I gave last time. Space orbits and trajectories was the topic last time. This time the topic is slightly different. It is satellite orbits and trajectories with special focus on lunar trajectory because this is a moon camp. So I will talk less on Mars trajectory. Mars mission trajectory I will be touching in one slide itself. But I will be talking more on lunar trajectory, lunar missions trajectory. Okay. So that is the scope of my talk. You see my mail ID below. I would request those of you who are interested to note down my mail ID because I really enjoy answering questions from students like you. Every day when I get up, I see my mail. I have at least 8 to 10 questions from various students all over India. So, and your questions help me to learn. Many of your questions which you send, I would not know the answer. So, some of them will make me to study, learn things and then answer and thank you for that. So, it is in my interest that I am asking you to please send questions. Okay. So, you are most welcome to send questions on the mail ID. I generally don't share my mobile number for this. Mail ID is the one. You will get your answer maybe next day or after 2 days. Okay. This mail ID also may help you if you want to join Bhayakasha group. That I will tell later. Okay. Now, what is special about orbits and trajectories? You know, rockets launch the satellites. Initially, rocket launches a satellite in a particular orbit. But what happens now? There are different kinds of satellites. Depending on what satellite is supposed to do, whether it is supposed to do communication, it is supposed to do remote sensing, it is supposed to do science, it is supposed to do navigation. Depending on that, the satellite has to be finally taken to a particular orbit. Until unless you take it to that orbit, you can't make that satellite work for the purpose it is meant for. So different satellites are in different orbits. You will see some orbits here. You will see some orbits. We will touch upon these orbits later. For example, this is the trajectory of Apollo mission, Apollo 11 mission. I will touch upon this in detail later.
This is the trajectory of our Chandrayaan-2 mission. So there are different trajectories. In the end, I will show a slide where there is a trajectory of an international sun explorer. One satellite which was launched in a particular orbit. Finally, the way in which that satellite has been taken, it looks like a most complicated, like you play some games, find out the route, like that. You will find such trajectories also. They are also useful. So that is why orbit, the second thing. Orbit decides everything about the satellite. I will proudly say about this. For the satellite to do a job, you need a particular orbit. Once you decide that orbit, comes the issue of, to remain in that orbit, what are the various subsystems of the satellites required? The orbit decides the structure of the satellite. Orbit decides the thermal control system of the satellite. Orbit decides the orientation control systems of the satellite. Orbit decides the sensors to be mounted on the satellite. So everything is dependent on orbit. So work on orbit starts off when? Even before, when the satellite project is defined. Satellite is yet to be made, and after 2 years it may be made. So when the satellite project is defined, at that time itself what is called as a mission definition. We start off with many things. One of them, prime thing, is orbit. So orbit plays a very major role. What is involved in this orbit? Physics and mathematics. Primarily physics and mathematics. That is what is involved in this orbits. So whenever we talk of orbits, very first thing, ABC, in orbit, satellite orbits, is Kepler's laws. Johannes Kepler, a great astronomer, mathematician. He laid out the 3 laws. These are the 3 laws based on which every object in space, you take it, planet, you take a star, stars are also moving. Stars are moving around the black hole which is in the center of the galaxy. You take a satellite to the planet, you take an artificial satellite, you take comets, you take asteroids, anything, all of them move under the influence basis of 3 laws. First law says that every object in space, if you take it, it will be moving in the form of an ellipse, if you are talking of certain objects. Now, it may look like some objects are not moving in an ellipse, but it all depends on reference from where you are seeing it. Okay. If you look at satellite, planets going around sun, from sun it looks like ellipse. But if you look from a different angle, it may look like a hyperbolic orbit to you. So it is like that. But basically, every object moves around a central object, and that is in the form of an ellipse. Second one is very important. You should understand this. Motion of a planet sweeps equal areas. What does it mean? You know this area, you take this sector, and you take this sector. When satellite comes here, time taken to traverse this distance is same as the time taken to traverse this distance, because this area is equal to this area. It sweeps equal areas. What does it mean? It has to move faster here, it has to move slower here. So when it is satellite is very far from the central object, from sun, when the planet is far away from the sun, it moves slower. When the planet is nearer to sun, it moves faster. Similarly, our satellites also. When satellites move around Earth, if you put in elliptical orbit, then when it is nearer, it moves faster. When it is farther, it moves slower. I will come to that. Farthest point is called apogee, nearest point is called perigee for Earth orbits. I will come to that later. Third one, let us not worry much about that. It says the time taken to go once round the orbit is proportional to the radial distance from the central point. That's all it says. We will not bother about the complication of that. My whole presentation will have very few mathematical equations. I promise that. Okay. So, interesting thing here is, you take these 3 orbits. You know, all these 3 orbits have same semi-major axis. You know, an ellipse has got semi-major axis. Same semi-major axis. But the 3 of them have different eccentricities. If eccentricity becomes 0, it becomes a circle. An ellipse, you know, if eccentricity becomes 0, it is a circle. Eccentricity is 0 here. Eccentricity is near 1 or near higher and higher for these 2.
All these three have same semi-major axis. You know one thing, interesting thing, Kepler's third law says all three of them have the same orbital period. They take same time to go once around the orbit. That is the crux of Kepler's third law. Okay? So that is what it is. Just these are the laws. We should know about it. Orbit means we should start off with Kepler's laws. Now let us come back to simple thing. If you want to launch a satellite around the orbit, what is that you have to do? You know there are two things you have to do. One is you have to take it to the altitude and then impart a velocity. That is what the rockets do. Rockets, every rocket, the top, between the heat shield, the satellite will be there. It takes it to an altitude and imparts a velocity. What is the velocity? Imagine a case here that you imagine a mountain, a tall mountain. On the mountain top you are there and you throw a stone. When you throw a stone, what happens? It goes and then comes back and falls. If you throw it with higher force, it will fall at a different distance. Earth is spherical. Imagine the earth is spherical. Now, earth is not a perfect sphere, but let us take it as earth is sphere. Okay. When you throw this stone with a very high velocity, extremely high velocity, suppose you have the power of Hanuman, very high velocity, then it is falling. It is falling continuously. But since the earth is round, it will not touch the earth. So it is told satellite is a ever falling body. Satellite is ever falling. So here what is the thing? Depending on the height at which you have to launch, you have to impart a particular velocity. At different altitudes, the velocities will be different. There are two aspects here, taking it to the height and then imparting the velocity. Both are not done separately, simultaneously they are done. Their velocity is increased as it goes on the height. Rocket, velocity keeps on increasing, at the same time altitude increases. So that is what is done. At a proper time, exact time, the satellite is injected. Once it is injected, there is a momentum already. There is a momentum. So there is a velocity with which it gets injected that makes it to remain in the orbit. If velocity is less than what is to be imparted, it will come back to Earth. If velocity is more than what is to be impacted, it will either get into a different orbit or it may escape Earth gravity. Okay? That is what it is. Now around 500 kilometers, if you want to launch a satellite, roughly you have to give 7.6 kilometers per second. Now come to, I told every orbit is an ellipse. When you talk of ellipse, I told something that ellipse, a satellite going around the Earth, ellipse will be such that Earth will be at one of the focus, ellipse at the focus, one of the focus. Nearest point to focus is called perigee, G stands for Earth. Farthest point is called apogee. Suppose this Earth is moon, suppose the orbit around moon, this is called periselene and this is called aposelene. Suppose it is Mars, we call it the peri-Mars, apo-Mars. A planet going around a sun is called perihelion and apohelion. Helios means sun. Okay? Nearest point and farthest point. Now, some interesting thing is there. I told you have to impart a velocity. You have to impart a velocity. Now, velocity itself is a vector, no? Velocity is a vector. Velocity has a magnitude and direction. Suppose you change the same magnitude, change the direction. Then it will get into different orbits. Look at this. Three vectors, these two vectors. If you put it in this direction, the velocity, it will get into this orbit. If you put it into this, it will get into this orbit. Now, different orbits can be achieved by same magnitude of velocity, but changing the directions. Okay? With this, you can achieve plenty of different kinds of orbits. Now here this slide gives almost all kinds of orbits which are used for space missions. Generally, orbits in 1000 kilometers, 20,000 kilometers are used for these kind of applications. We are going into the details, so I will not talk about much here. This constellation is what your GPS is, American GPS. The GPS navigation system uses 24 satellites, they are in this configuration. Above 20,000 and above is used for these kind of applications. And then I want to come to this hyperbolic orbit. Hyperbola is what? Hyperbola is a shape like this, isn't it? It has got two segments. Okay? Hyperbola. Imagine one segment of hyperbola, a part of it. If
such an orbit is achieved if you want to send an object out of Earth, outside, escape the Earth gravity. Then it gets into hyperbolic. With respect to Earth, it looks like hyperbolic. But if you look from Sun, it will look ellipse. Because it will be going around Sun. It will become heliocentric orbit. So that's why I told you, shape of an orbit depends on where from you look. The reference, okay? That's what it is. I talked about some complicated orbits. I will talk about this later at the end. Very complicated. This is also an orbit of a particular satellite. Okay? Now first, let us talk of communication satellites. All of you know today, you get communication is established all over the globe. Let us take a simple example of TV. TV channels you get through what are called as a dish, DTH. In your house, there is a dish which is looking in one direction. You know the signal is coming from a distance of around 36,000 kilometers. Okay? Your Earth is moving. Earth is moving like this, isn't it? So your dish antenna which you are putting in the house also is moving. It's moving, no? But 24 hours, 365 days, you get your TV channels from the same satellite. How does it happen? It happens because of its orbit. These communication satellites are put in an orbit such a way that your Earth takes how much time to go once around the Earth, one around itself? 24 hours, 23 hours, 56 minutes, like that. It takes. Now, if you keep a satellite here such that the satellite also takes 24 hours to go around itself, around the Earth. Suppose satellite also takes 24 hours, Earth also takes 24 hours, then what happens? Suppose this is India. Suppose satellite is here. Suppose India, it moves and comes back in 24 hours. Suppose satellite also takes the same amount of time. Then it will look like as if the satellite is on India itself. This is called geostationary orbit. It has got two properties. Number one, if you want to make it go around Earth in 24 hours, it has to be at an altitude of, let us say, 36,000 kilometers. It is in fact 35,700 odd kilometers, but let us take it at 36,000 kilometers. 36,000 kilometers, if you keep it, it will take 24 hours. Then second thing, I can keep a 36,000 kilometer orbit like this. This is equator, like this, 24 hours. But it will not become geostationary. You have to have that orbit on the equator. On the equator, you should keep 36,000 kilometer orbit. Then only it is geostationary. If you don't keep it on the equator, it is called geosynchronous. Synchronous means Earth takes 24 hours. It is synchronous because satellite also takes 24 hours, but not necessarily on equator. But if you make it on equator, inclination, you make it to 0, go it on the equator, it is geostationary orbit. All the communication satellites, your TV channels, communication, your networking, what all happens is through the satellites which are on the equator at 36,000 kilometers. There is something which you see on the right side there, here. Suppose I keep a 36,000 kilometer orbit, but not on the equator. This is equator. Suppose it makes an angle of I. Say I is 10 degrees. Suppose it makes an angle of 10 degrees. Then what happens now to you on Earth? It looks like moving like this in 24 hours. It will take one pull from here to like this. It will take 24 hours. So if the satellite is like that, your TV signal satellite, your antenna, you will have to move like this in 24 hours. In our, some 30 years back, 40 years back, when first time TV signals came to India, some of our channels were running like that. We didn't have satellites, foreign satellites were used. I know one Kannada channel called Udaya TV. That Udaya TV, at 2 times in the day, signals used to become weak. We ISRO people used to understand. But public were not able to understand because the cable operator had to move that big antenna. Those days there was no DTH. Big antenna he had to move like this. He forgets to do it. So imagine, antenna is pointing to center. So after 6 hours, satellite will go here. So 6 hours later, signal will be weak. After 12 hours, again signal will be okay. Then 6 hours, signal will be weak. Again it will be okay.
Imagine this. This is inclination. So it has to be on the equator. How is this satellite taken to 36,000 kilometer orbit? How do we take satellite? Rockets, generally, most of the rockets don't launch the satellite to 36,000 kilometer orbit directly. It depends on where your launching center is. If your launching center is not on the equator, Kourou, French Guiana, you might have heard of it. That is almost on the equator. But there are other launching ports. Our Sriharikota is not on the equator. It is 17 degrees latitude. From Sriharikota, satellite in the equatorial orbit, it is almost impossible, I will tell you. So, we will in a satellite orbit in an inclination with equator. Now, I will come to a first case of Ariane launch. Ariane launch is from. But what we do, from here we achieve this orbit through what is called as an engine called LAM, liquid apogee motor. You might have heard of it so much during Mars mission. Liquid apogee motor, 440 Newton engine with that we have propellant inside satellite. So we circularize the orbit. I will not go into the details because of want of time. We do two things here. One is increase the perigee to 36,000 kilometer. Second thing is even Ariane launch also gives an inclination of 1 degree, 2 degree like that. So we have to bring it to 0 degree. Okay. So we do this. In what happens in PSLV? Typical PSLV launch. I am not talking of GSLV, I am talking of PSLV. You know, PSLV has launched so many communication satellites. PSLV cannot deliver a satellite of after 2 tons or something like that, or 1.4 tons directly into a 36,000 apogee orbit. So what we do is first it will deliver into this orbit. You see here it will put it into this orbit. This angle, this is the equator. This angle will be roughly 17 to 19 degrees because Sriharikota is at that latitude. So it will get into this kind of an orbit. What we do, this is called sub-GTO orbit. Okay. And then what we do, we fire the motor at perigee and increase the apogee. Because apogee given is of the order of 23,000 kilometers. And we have to increase the 23,000 ultimately to 36,000 kilometers. We fire the motor at, sorry. We fire the motor at the perigee and increase the apogee. This is 2 times, second time it has been done. The first time and second time. Then after achieving, now we have achieved the 36,000 kilometer apogee. Then we address correcting the inclination. We have to bring it to equator. So what do we do? Next, see next maneuver, we have brought the orbital plane still down. This is done by that motor firing direction, you know, motor firing direction, vector, thrust vector, orienting that vector properly and choosing the place where we fire, we can do this. Then we finally achieve the orbit on the equator with 36,000 kilometers. Last 2 maneuvers you might have seen, we also increase the perigee. So now this is a trade-off. There are some, for example, if you take a Delta rocket and put our communication satellites of 2 tons or 3 tons, they directly put you into the 36,000 kilometer circular also they make you with little bit of inclination. Depends capability of your rocket and all. So trade-off. So you have to carry some fuel in the satellite, some in the rocket. Sometimes you do based on that, the 2 things. I will give one example. Our Mars mission. It was launched on 5th November 2013. Okay. Launched by PSLV. Similarly like this, 23,000 kilometers apogee it gave. And we went through a lot of maneuvers, I will show later, and achieved that. But along with us, 15 days later, one spacecraft called MAVEN, M-A-V-E-N, NASA launched it. 15 days later, but they reached 4 days earlier than us. They reached Mars 4 days earlier. Why? Because their rocket put it directly into an orbit which made the satellite to escape Earth gravity and go towards trans-Mars orbit. That is, it went into heliocentric orbit. Rocket itself put it, but our PSLV
put it into this, so we spent few days changing the orbit, finally issued the escape velocity. It all is nothing, it all depends on what is your rocket capability, what is the mass of your satellite. Okay. Now I will come to one more orbit called Sun synchronous orbit. There are a lot of satellites called remote sensing satellites. They do wonders. In fact, they are the ones, I would say, are doing much more service for the nation than the communication satellites. Remote sensing satellites are the ones which are providing information on agriculture, hydrology, geology, water resources, urban development. Everything today in India is being done using remote sensing satellites technology. Due to want of time, I will not go into the details of that because my focus is to talk on orbits today. Okay. But what kind of orbit is required for this? Basically, what you have to do, you have to put some camera on the satellite and observe some places on the earth. Okay. Observe. Camera means, what does camera do? Sunlight which is incident on the place, whatever is reflected from there, you see. Now, your sunlight has got so many electromagnetic spectrum, has so many radiation wavelengths. Depending on the feature which is there, certain things get absorbed, certain things get reflected, certain things get scattered. Now, you measure that and identify what is there inside. Now, in order to do this, prime thing you have to do for agriculture, suppose I want to do for agriculture, I have to take a picture today in some area, and then after few days, regularly I have to take a picture to see how the plant is growing at germination, at when the small plant is there and slightly bigger plant, and ultimately when it is about to yield. I have to take pictures. Now, all the days I have to take picture at the same time because sunlight should be same, sun intensity should be same. Every day when satellite should come over that area at the same local time. If it passes over today at 9:30, another day it should come at 9:30 only. This is the requirement of remote sensing satellite. I am not reading what is written there. Crux is this. It has to pass over any latitude. A longitude, latitude, one point. If it passes today at one time, every day it should pass same time because intensity of sunlight has to be same. Okay? So that is called Sun synchronous orbit. How it is done? Now imagine, these orbits are polar. They go from pole to pole. Generally 500 kilometers to 1000 kilometers, in that range. They are nearby because your camera resolution of the picture which you take will be better if you are nearer. Okay? Still you can be nearer. You can be at 300 kilometer, 400 kilometer. Only your satellite life will become very less. Okay? So it is polar, number one. Now Earth moves. Once again, it takes 24 hours to go around the Earth. In 1 hour, Earth moves about 15 degrees. 1 hour, Earth moves 15 degrees to the east. Now, when satellite goes like this, second time, satellite goes like this. Second time when it comes, Earth, suppose it is India. Suppose it passing here. Second time when it comes, India would have moved here and it will be Saudi Arabia, where satellite comes. But on Saudi Arabia, in the same latitude, satellite will pass at the same time. In Saudi Arabia, it will be, suppose India, it has passed at 9:30. Bangalore will take, pass at 9:30. Same latitude in Saudi Arabia, it will pass at 9:30 only. Okay? Then another orbit, when it comes, it will go over Africa. Again 9:30. When it comes back, after so many days, when it goes over India, on Bangalore, it will be coming at 9:30. Now, for this purpose, the satellite orbit plane, the orbit which is there, and sun will be there somewhere. Imagine the orbit and the sun join the center of the plane to the sun. Angle is there. Orbit plane and sun vector. Their angle has to be constant. Sorry for high school students, much simpler than that I can't explain. So here, sun position with respect to orbit remain constant. That is why sunlight will be, sun intensity will be constant. This is called polar sun synchronous orbit. Okay. Now, how does remote sensing happen? A typical explanation is there. The satellite will be coming from north to south, polar, north to south. When it comes over India or wherever you want image, we switch on the camera. Once we switch on the camera, it starts imaging. You see how it starts imaging? It starts imaging over that. That width is called, this width is called swath. So one time it will cover up to here, and when it comes to the end, we switch off the camera. Now it can be done over India, it can be done over other places, wherever you want.
So this is what happens in typical remote sensing. Now, how does these orbits look like? These orbits which are nearby, if you draw them, trace them on the map, they look like this. See, for example, one day satellite will pass over, first orbit will pass over, second orbit after 1.5 hours, it will pass over somewhere here. Then it will pass over somewhere here. Next day morning when the satellite comes, it will pass to next to this orbit. We adjust the orbit in such a way that one day when it passes over one region, second day morning it will pass over the next region of the country. It is not necessarily true for all satellites, depending on the requirement. I am talking of agriculture. Okay. It depends on what purpose you use the satellite. Okay. Suppose a military observation, suppose you need reconnaissance. You have to observe a particular place. You have to make the orbit pass over the same place every day. There are satellites doing it. There are some satellites of India which are passing over our western border every day morning. Same place and 200 kilometers. They have a capability to look 26 degrees this way, 26 degrees east and west. So you can map on western side, our friend who is there, we can map their whole area. It has been mapped for the last 10 years, n number of times with the resolution of 1 meter. Okay, that is what it is. Now, I talked of these satellites. They are nearby satellites, no? 500 kilometers. See, 500 kilometers means 1.5 hours. 500 to 1000 kilometers, roughly 1.5 hours it will come back. So, over any region, if you take Calicut, it will appear for hardly 5 minutes to 10 minutes. It will rise and set within 10 minutes because it is nearby. Now, that is why what happens here is, in order to control their satellite, suppose in Calicut I set up a ground station to control the satellite. Only 10 minutes you can track. Remaining 80 minutes you cannot track. So you need, for these kind of satellites, you need multiple ground stations. So you see here, only one typical example I have given. For example, see, this is these stations. This is the Mauritius station, Lucknow, Hyderabad, Bangalore, then Bayak. Now there are some more stations of India, our ISRO stations. They are there in this region. So when the satellite passes from here to here, you see now, for example, typically from here to here, about 40-50 minutes we will be able to track. And this is not only tracking. Whatever satellite collects the remote sensing data, you need to download that data. Whatever data collected, you need to download. For that you need more time because there is very high bandwidth data. It is in the order of 20 megabits per second, 40 megabits per second, that kind of a data it is. So you need to download the total data. So for that you need larger visibility. After the launch for few days, we sometimes use stations from other countries. For example, this is a Canadian station. This is the Russian station. We use that for few days on hire. When you use that, you need to pay for it. Every day, per hour, this much. Similarly, our ground stations, we have about 7 to 8 ground stations, including Mauritius, Indonesia and all that. For our stations are also used by other agencies. Everybody doesn't set up stations everywhere in the world. Even NASA uses our station. We use NASA stations. This is what happens in the space agencies and you pay for it. Per hour, this much you have to pay, so many dollars. Okay? Orbit, when you talk of, I have to talk of eclipse. You know solar eclipse, lunar eclipse, you know. Similarly, our satellites also undergo eclipse. You see here, Sun, Earth and this satellite orbit. I told you, these nearer satellites, 1.5 hours once they go around the Earth. So every 1.5 hours when they go, there will be a region over the orbit where it will go into the Earth shadow. You see here, when it goes here, Earth shadow falls on it. Especially in this region, full shadow. What will happen? If sunlight doesn't fall on satellite, what is the effect? Can somebody tell? What will happen? Anybody? No power. So you need to have battery. Now, what kind of battery you should have? How much of charging capacity? All these things depends on the orbit. Okay. Typically, you know here, I have talked to you about two orbits now. Communication orbit, remote sensing orbit. If you take communication orbit, which is on the Earth equator, 36,000 kilometers, generally eclipse doesn't happen at all. Except for 2 seasons in the whole year.
March 23rd, you know, equinoxes. Around March 21st, 23rd, around that time, September 21st, 23rd. That time, few days, midnight, around midnight, 73 minutes, maximum 73 minutes. It may be around 30 minutes to 73 minutes. Only about 15 days, around September, around March, the satellite will undergo eclipse. Whereas you take remote sensing satellite, typically 900 kilometer orbit remote sensing satellite, every orbit, 33 minutes, there will be eclipse. Now imagine that what is the battery? Is for a remote sensing satellite, you have to plan such a battery which will have to undergo charge, discharge every 1.5 hours throughout its life. Whereas for a communication satellite, the battery design has to be totally different. It will not undergo charge, discharge for almost 10, 11 months, 5 months. Then it will undergo charge, discharge for 15 days. Then it will not undergo. Imagine in your house, you keep a UPS battery without charge. Suppose there is a power doesn't go off at all, your battery will go fat. Please understand this. Battery has to undergo charge, discharge. Now these are all things, you know, depending on what kind of charge, discharge, depending on duration of charge, that decides. So once again, I am giving an example here about how orbit decides the design of the spacecraft. So this is very interesting part. Now rocket puts the satellite into an orbit. We finally take it and bring it into one final orbit. Will the orbit remain same? No. There are so many forces acting on that. Any satellite which you put in one orbit, within a fraction of a second, the orbit changes. What are the reasons? There are 4 reasons primarily. Earth is not like this. Every globe, school globe, they give Earth like this. It is not like this. It is bulging at equator, flattening at the 2 poles. Now, when you go over Earth, 9.81 meters per second square, what you talk of, it is an average value of G. G is different at every place. G is different here, G is different outside, I can tell you. So, gravitational model of Earth is different. Because of that, gravitation variation, orbit changes. Asphericity of Earth. Aerodynamic drag. Earth is covered by atmosphere. You know, atmosphere, whenever an object moves in an atmosphere creates some kind of a force on that, drag force. When you run in an open field, fast running, you feel the air pressing you, you know, this kind of a thing. Because of that, atmospheric drag. So, satellites more nearer and nearer to Earth, this effect is more and more. Which one? Aerodynamic drag. Lunisolar force. You know, tides which are caused. This is the position of sun and moon. Depending on that, there is a force, tidal force, and that causes the change in the orbit. Last one is very important. Solar radiation pressure. You know, solar radiation coming from solar sun, it also, the particles in that, the impact on the satellite, that causes some kind of a pressure called solar radiation pressure. And this is prominent in orbits in 36,000 kilometers. Okay. Nearer satellites, for nearer satellite, these two are prominent. This is almost same for everything. This is more prominent for higher orbits, 20,000 and above. Okay. What happens? I have just given an example of atmospheric drag. Suppose one orbit is there, satellite orbit is going like this. This is the perigee, this is the apogee. Here it is coming within the atmospheric regime. Whenever it passes here, its velocity becomes less. When its velocity becomes less, it reduces the apogee. When it goes back, apogee reduces. Ultimately, what happens? Apogee reduction will result in perigee reduction further. So, ultimately what happens one day, it will enter dense part of atmosphere where it will burn off. Any objects which are of the size of 2 meters, 3 meters, 4 meters, this kind of objects will fully burn off. Objects like space stations, which are 20 meters, 30 meters, 40 meters, if they enter atmosphere, then there may be some parts of it may reach Earth. You will shortly see, maybe today or tomorrow, Chinese second space station, Tiangong 2. They are doing it as a guided entry over Pacific Ocean. They are re-entering they are making an end of the mission. You might have read it yesterday in net.
So 19th was planned, but they are not declared so far whether they have done it or not. They are bringing it, but they are controlled way they are guiding it. Tiangong 1, their first space station, they didn't have control. Thank God it landed on Pacific. but that is what it is. What I am telling you, this is atmospheric drag. Solar radiation pressure also. Suppose the orbit is like this, it will become like this. This is slightly magnified way we have shown it. Okay. Ultimately, what I want to say is eccentricity changes. Okay. This orbit adjustment, changes we use sometimes for our advantage. We use these forces for our advantage. For example, for a near Earth satellites, I have told you, remote sensing satellite. Whenever a remote sensing satellite is launched, we give a path calendar. We announce what is called a path calendar. For 1 year, we say everywhere over which portion? Sir? Oh, thank you, sir. Huh? No. My throat was quite bad, but now it has become all right. Okay. You can break and restart. No. Oh, is it? Okay, I will at appropriate time I will break. Yeah, I will break. Oh, thank you, sir. But this is very nice. See, we give what is called a path calendar. We say a remote sensing satellite over 1 year, every latitude, longitude, when it will come. We are giving this calendar, print it and give it. And we give the calendar means what? We have to see that the satellite comes there only. For that, we need to do what is called path locking and ground track control. Path locking means if we say it comes over India, if it comes over Bangalore or Calicut, let us take Calicut. It comes over Calicut on 21st of July at 11 o'clock. And then we need to severally ensure. So that is the path. There is the path. We have to ensure that. So the path will go this way, that way because of all these 4 forces. We need to do corrections. We keep on doing what are called as orbit corrections, minor adjustments, and with that we change eccentricity, semi-major axis, like that. Inclination change is a very, very costly process. So we do that. Even inclination we change. For example, we say satellite local time. We define a remote sensing satellite local time 9:30. We say that it passes over Calicut. Whenever it comes, it will pass at 9:30. We say. Even that will change. You know why? If orbital inclination, the inclination, angle it makes with the equator, if that changes, then sun position with respect to that will change, so local time will change. So we have to do inclination correction for that. All these things we keep on doing. For the first 3 points are there. Local time control, what I mean is, if we tell at 9:30 it comes, local time, we have to ensure it comes at 9:30. So these 3 controls we do by using the propulsion system which is there in the satellite. The last point, deorbiting at EOL. Generally, every space agency is supposed to do it. You know, today is the biggest problem of space debris. A lot of junk collected in space. After the satellite job is over, electronics don't work and everything, now it should not be there generally. You are supposed to deorbit. Deorbit means what? You are supposed to bring it down. You bring it down so that you are more nearer to atmosphere. So ensure that within 6 months, it will enter the atmosphere, burn off. No junk should be left. But this, I would say, very hardly any space agency is doing it for near Earth orbit. Near Earth satellites, no space agency is doing it, including NASA. Okay. Then we come to geostationary satellite. Here, I told you, your DTH antenna is looking in one direction. 36,000 kilometers over the equator, satellite is there. So it is geostationary. So your DTH antenna, every day the person comes and fix it, the company fellow, and forever it is in that direction. Okay. But you know these forces which act, solar radiation pressure specifically at 36,000 kilometers, it will change the semi-major axis and eccentricity of the satellite. Now imagine semi-major axis is changed, orbit period will change. Semi-major axis is, I told you, the Kepler's third law, semi-major axis and time period are related. So it will change. Suppose it becomes instead of 24, 23 hours and 45 minutes. Then satellite will move faster than Earth.
So your antenna is looking like this, and satellite will go that side. So your antenna, it is east-west movement. The satellite will move faster than Earth, or satellite may move slower than Earth, slower than Earth. So you have to do this correction, and that correction is called east-west station keeping. What we do is that semi-major axis, whatever is reduced, we increase it once in a while. Once in 2 months, MCF Hasan, they keep on doing for every communication satellite. North-south station keeping is, suppose this is on the equator, orbiting on the equator. Suppose that inclination, the orbit inclination, that also builds up because of solar radiation pressure again, and lunisolar forces. These two make it inclination build up. Inclination becomes non-zero. So you have to, if you make it non-zero, what happens? I showed you 8 shape. Your antenna, it will look like going in 8 shape. So you have to reduce to 0. So that is called north-south station keeping. It is done for communication satellite once in 6 months, 8 months. It's a very costly affair. It uses a lot of propulsion. Last one is reorbiting. In 36,000 kilometers, imagine all countries of the world. Each country, ours also some totally 16 satellites are there in the 36,000 kilometer over equator. If you take all satellites, about 700 or 800 working satellites are there. Imagine on the equator, 36,000 kilometers. Non-working satellites are also quite a few. So many are there. At least we should take care in future. We should not have crowding there. After the satellite stops working, it should not be there. It is a dead object. It is creating problem for us. Every country is allotted a slot, and we ourselves are suffering. So in order to do that, we do what is called as very interesting thing called reorbiting. Reorbiting means when the satellite some amount of fuel is left. That means hereafterwards we cannot do any propulsion maneuver to change its orbit and all that. We use a large certain amount of fuel to raise it, to raise the orbit by 150 to 200 kilometers. 150 to 200 kilometers. And that orbit is called graveyard orbit. That is the word used for that. Beyond 36,000, 150 to 200, that is called graveyard orbit. You put it there, it will take so many hundreds of years, nearly thousands of years, coming back to 36,000. So you are putting it in the graveyard when it is, that means here you carry out the last rites when it is alive. Okay, that is what it is. So that is called reorbiting. It is done by every country. Nowadays every country does it because you are in that 36,000 kilometer circle on the equator. Imagine each one is allotted certain slots longitude wise. Each slot belongs to you. You can put any number of satellites there radiating in whatever frequency you have declared. Okay. So if you don't remove it from there, you are only suffering. You cannot move another satellite there. So that is why this is being done. Okay. Now I will come to interplanetary mission trajectory. At this stage, Kutty sir told we can have a break. So I am going to, from Earth orbits, I am going to interplanetary trajectory. So we will take a break and come back. That's okay. Is it okay?